ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് UDC കുമാരിയാണ്. ഹലോ നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമുക്ക് 19 ഇന്നൊരു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആളും ആയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. യെസ് യെസ് യെസ്. ഉം, അദ്ദേഹത്തിന് വെരി ഹാപ്പി. ആരാണെങ്കിലും അതായത് അതെ അതെ വലിയ നന്ദി. പിന്നെ ഞങ്ങളുടെ കേരള സ്റ്റോറിയുടെ എപ്പിസോഡ് ഞങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നതിനാണെന്ന് തോന്നുന്നു. അതെ 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 അതെ. കേരള അതെ സ്റ്റോറിക്കാണ് അതെ. ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അതിനും ഒരു വലിയ നന്ദി. ഇനി എല്ലാവരും മറ്റു അത്രയും വീഡിയോകളും കൂടെ ചെക്ക് ഔട്ട്. അതെ അതെ, അത്രയും വലിയ ലോങ് ആയിട്ടുള്ളൊരു ഓഡിയോ ഇരുന്നിട്ട് കേൾക്കാനുള്ള സന്മൻസ് കാണിച്ച ഓരോ വ്യക്തിക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. അതെ. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചില്ല കേട്ടോ, അത്രയും ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആകുമ്പോഴത്തേനും ഓഡിയോ ആകുമ്പോഴത്തേനും ഞങ്ങൾ ഓർത്തു ഒട്ടും വ്യൂ കാണത്തില്ല, ആരും കേൾക്കത്തില്ലായിരിക്കും. ദൈവമേ, ഈ 2-2.5 മണിക്കൂർ ഈ പൊട്ടന്മാരെ ഇരുന്ന് കേൾക്കാൻ വേറെ പണിയില്ലേ എന്ന് ആലോചിക്കുന്നു വിചാരിച്ചു. പക്ഷെ വിജയിപ്പിച്ച് തന്നതിൽ ഭയങ്കര ഒരു സന്തോഷം. പൊട്ടന്മാരെന്ന് ഉദ്ദേശിച്ച ഞങ്ങളെ കേട്ടോ. അതെ അതെ അതെ, ഞങ്ങളെ കേട്ടോ ഉദ്ദേശിച്ചത്. ജനങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. കേൾക്കണ്ട, ഇത് ഞങ്ങളെ രണ്ടുപേരും കേൾക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. Yes, yes. ഇത് തെറ്റിദ്ധരിക്കരുത്, വളരെ ഞാൻ പോകുന്നില്ല. തീർച്ചയായും തീർച്ചയായും ഞങ്ങളെ രണ്ടുപേരെയാണ് ഞാൻ പൊട്ടന്മാരെന്ന് പറഞ്ഞത്. നേരെ തിരിച്ച് അങ്ങനെ ചിന്തിക്കരുത്. അപ്പം ഞങ്ങള് ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും അതിനുപരി സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അതിന്റെയൊക്കെ ലിങ്ക് ഞങ്ങളുടെ അബൌട്ട് സെക്ഷനിൽ ചാനലിന്റെ പേജിൽ തന്നെ കാണും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ്. പിന്നെ അപ്പം നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. പിന്നെ ഇന്നത്തെ കടക്കാണ്ട് എപ്പിസോഡ് കിടക്കാം. അതെ. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ വളരെ നാളായി ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ചാണ്. അപ്പം ഇത് ഏത് പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ആദ്യമേ ഒരു ഗാനമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ആ ഗാനം ആലപിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വീക്കെൻഡ് ചുപ്പല്ലോക്കി നാ പ്രാണം ചേരുന്നേ ഏവായും ചേസാവേ. ഈ ഈ പാട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സ്റ്റേജിൽ ഒരാൾ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് ഇത് ഈ നോക്കിയാൽ മതി. ഊള പാടുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഇത് മനോഹരമായാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. നീ അതെ അതെ പാടുന്ന അതെ എന്തോ. അതെ. ഇവിടെ ഒരു വഴിക്ക് പുള്ളി വേറൊരു വഴിക്കാണ് പാടി വെച്ചിരിക്കുന്നത്. Yes. നിങ്ങൾ ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ദി ഗ്രാവിറ്റി ഗോഡ്, ദി The ഗോഡ് one and only. എംപറർ. അതെ, ദി ബാലയ്യ, നന്ദമുനി ബാലകൃഷ്ണയുടെ ദി ലെജൻഡ് എന്ന പടത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആ പടത്തിലെ പാട്ടാണിത്. അദ്ദേഹം ഇതിന്റെ ഓഡിയോ ലോഞ്ചിൽ പാടുന്നതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പം എന്റെ മതം സൗണ്ടല്ല, അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനാലാപനം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഞങ്ങള് അതെ അതെ. ബാലയുടെ പടം അല്ല, ഇത് ബാലയുടെ പടം കേൾക്കുന്ന പ്രേക്ഷകര് ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് കൂടെ ഒരു കുട്ടി പാടുന്നുണ്ട്, ഒരു ഗായിക പാടുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല പുള്ളിക്കാരി ആരാന്ന്. കൂടെ പാടുന്നുണ്ട് ഒരു കുട്ടി. കുട്ടി ഭയങ്കര അവസരത്തിലും അപസൃതിയിലും ഒക്കെയാണ് പാടുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കൂല. നമ്മുടെ ഗ്രാവിറ്റി ഗോഡ്, ദി ലെജൻഡ്, അവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്നവരെയോ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നവരെയോ ആരെയും നോക്കാൻ തോന്നില്ല. വണ്ണിനുള്ളിൽ ബാലയെ മാത്രമേ നോക്കാൻ നമുക്ക് തോന്നുള്ളൂ. നമുക്ക് അദ്ദേഹത്തിന്റെ സ്വരം മാത്രമേ കേൾക്കാൻ തോന്നുള്ളൂ. അത്രയും ഹൃദയംഗമാണ്. അതെ അതെ അതെ. അപ്പം ഞങ്ങള് ഈ ബാലയ്യ പടം ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചപ്പം ഏത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പം ഞങ്ങള് വേറൊരു പടമാണ് ചൂസ് ചെയ്തത്. അത് നമുക്ക് ചെയ്യാം, പിന്നെ വഴിയെ വരും. ഒരു ലെജൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പം എന്തായാലും അദ്ദേഹത്തിന് പറ്റിയ ലെജൻഡ് എന്ന പടം തന്നെയാണ് നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ലെജൻഡിൽ ആക്ച്വലി തന്നെ തുടങ്ങാൻ. ഞങ്ങള് ഭയങ്കര ബാലയ്യ ഫാൻസ് ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു നടനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാകുന്നത് ബാലയ്യ പടമായിരിക്കും.
ഞങ്ങൾ അതെ അതെ ഒന്നിച്ചിരുന്ന് കണ്ടത് കേട്ടോ. അതായത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ട പടങ്ങളിൽ ബാലയ്യയുടെ പടങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് കാണാറ്. ഞങ്ങളൊരു ഫാൻസാണ്. സാഡ്ലി ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു പടവും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ അതെ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അതായത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നോർമലി ഞാനങ്ങനെ ബാലയ്യ പടങ്ങൾ വരുന്നത് കണ്ടിട്ടില്ല. കാനഡയിൽ വരാറുണ്ടോ ബാലയ്യ കന്നഡയിൽ പടം? വരാറുണ്ട് ബലയ്യപ്പടം. ഇവിടെ ഓ മറ്റേ ആണോ? പിന്നെ ഇവിടെ ഭഗവൻ കേസരിയൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓ അല്ല പക്ഷെ യു വീരസന്മാരുടെ ഒക്കെ കെയില് വന്നിട്ടുണ്ടായിരുന്നു. ആ പക്ഷെ യു.കെയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ കാണുന്ന ടൈമിലാണേലും ബാലയ പടം നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. തെലുങ്ക് പടത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ആണെന്ന് അറിയില്ല. വേറെ ഏരിയയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് കണ്ടിട്ടില്ല. ബാലയ പടം കണ്ടിട്ടില്ല. നിങ്ങളോടാ ചോദിച്ചത് കാനഡയിലുണ്ടോന്ന്. അവിടെ വന്നിട്ട് നീ എന്നിട്ടായി പോയി കണ്ടില്ലേ? അത് പോയി കാണാനായിട്ടുള്ള അല്ല എന്താന്നറിയോ അവിടെ ഈ തെലുങ്ക് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏത് പടമാണെന്നില്ല, വീരസന്മാരുടെ ഏതാണ്ട് ഇറക്കിയായിരുന്നു. പക്ഷെ അത് അവര് തിയേറ്ററിലെ പേപ്പർ അടിച്ചറിയോ എന്തോ ഏതൊന്നും പറയാനൊക്കെ എന്തോ ഉണ്ടായിരുന്നു. ശരി, ആവശ്യപരിതരാണല്ലോ. പിന്നെ പിന്നെ എനിക്ക് ആവേശഭരിതരാവാതെ എങ്ങനെ എന്താന്നറിയോ, ഇരിക്കും? ഈ ബാലയ്യ ആ പടം കാണുമ്പോൾ നമുക്ക് ആവേശം കൊള്ളാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പടങ്ങൾ രോമാഞ്ചം ഇങ്ങനെ രോമങ്ങൾ ഓരോന്നിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അത് പറഞ്ഞ് നിങ്ങൾ കാണണം ഈ പടം. എന്നാൽ നിങ്ങൾ ഓരോ പടങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ പടങ്ങളും കാണണം. എന്നാലേ ഞങ്ങൾ പറയുന്ന ഒരു വികാരം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ രോമങ്ങളൊക്കെ അല്ല ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. ഞാനാണ് ആദ്യമായിട്ട് നിനക്ക് അഖണ്ഡ കാണിച്ചതിന് ശേഷമാണ് നീ ഫാൻ തീർച്ചയായും ആയത്. തീർച്ചയായും തീർച്ചയായും. അതെ ഞാനത് അതെ അതെ ഞാൻ അതെ അതെ. ആദ്യം പറഞ്ഞപ്പോ നീ എന്നെ അതിന് വിശ്വസിച്ചില്ല ഈ കാര്യം. പിന്നെ ഞാൻ നിന്നെ ഒരൊറ്റ ഓ പടം ഞാൻ കാണിച്ചുള്ളൂ, അതോടെ ഫാൻ ആയി അവള്. ഞാൻ ഇതാണ് ആക്ച്വലി ബലയ. വിചാരിച്ചെന്താ പറയാ, ദിഗംബരൻ എന്നെ കളിയാക്കാന്ന് വിചാരിച്ചു ബാലയുടെ പടം കാണാന്ന്. കാരണം നമ്മൾ കാണുന്നത് ഈ ബാലയുടെ എല്ലാരും കളിയാക്കുന്ന ക്ലിപ്സ് ഒക്കെ അല്ലേ നമ്മൾ കാണുന്നത്. മറ്റേ ഒരു മലയെന്ന് മറ്റേ മലയിലോട്ട് ചാടി മുയലിനെ പിടിക്കുക, കൈ വെച്ചിങ്ങനെ ശക്തി കൊണ്ട് തള്ളി ഊതി ട്രെയിൻ ബാക്കിലോട്ടാക്കുക. ഇതൊന്നും അല്ല ബാലയ്യ എന്ന് പറയുന്നത്. ബാലയ്യ പടത്തിന്റെ ഒരു എക്സ്റ്റെന്റ് ഇതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന് മിസ്റ്റർ ദിഗംബരൻ നിങ്ങളോട് എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പെക്ട് ഉണ്ട്. അതാണ് എനിക്കറിയാം. ഞാൻ അന്ന് പടം കാണുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, നീ ഈ പടം ഒറ്റത്തവണ കണ്ടാൽ മതി, നീ ഫാനായി മാറിയിരിക്കും. പിന്നെ എത്ര പടം ആയി. നമ്മൾ കണ്ടു. അതെ അതെ ആയി ആ ഒരു നിമിഷം ഞാൻ ഫാനായി. ഐ മീൻ ഞാൻ എന്നോട് ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നീ ആരുടെ ഏറ്റവും വലിയ ഫാനാന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ലാലേട്ടനെ പറയും. മോഹൻലാലാണ് എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ. ബട്ട് ഇല്ല, ഇപ്പൊ ബാലയ്യയുടെ പടം കണ്ട് ഒരു അഡിക്ഷൻ പോലെ ഒരു മാസം ബാലയുടെ ഒരു പടം കണ്ടില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അതെ അതെ അതെ. ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റയ്ക്ക് പോയി കാണുമ്പോഴത്തേക്ക് ആ എനർജി താങ്ങാനായിട്ടുള്ള ഒരു ശേഷി എനിക്കില്ല. അപ്പം കൂടെ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു പവർ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ എന്നാലും നമുക്കത് പൂർണ്ണമായും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ കൂടെയുള്ള ആളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു ആവേശമൊക്കെ നമുക്കും വരുമ്പോഴേ ഇങ്ങനെ ഒരു എനർജിയാണ്. ഇപ്പൊ തന്നെ ഈ ലെജൻഡ് കണ്ടിട്ട് തന്നെ, ലെജൻഡില് BGM ഒക്കെ വരുമ്പോഴത്തേക്ക് എന്റെ രോമാഞ്ചം പോകും. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോ തന്നെ എന്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. അതെ അപ്പൊ അതെ അതെ നമ്മള് ഭയങ്കര അത് ഞാൻ കാര്യം പറയാം. അതായത് ആൾക്കാരുടെ വിചാരം, അതായത് ഞാനിങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ബാലയ പടങ്ങൾ വെറും കൂറ പടങ്ങളായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ പടങ്ങൾ അത്യാവശ്യം നല്ലതായിട്ട് ഷൂട്ട് ചെയ്ത് നല്ല പാട്ടുകളും പാട്ട് സീൻസ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടായിരുന്നു. അല്ല അത് പിന്നെ പക്ഷെ ഫാൻസിന് അതാണ് വേണമെന്നാണ് ബാലയ്യ പറയുന്നത്. അത് പുള്ളിക്ക് വേണമെന്നല്ല. പക്ഷേ എന്താണ് എല്ലാ രീതിയിലും അത്യാവശ്യം അങ്ങനെ വെറും അങ്ങ് പൊട്ടപ്പടം അല്ല. ഒരു അത്യാവശ്യം ക്യാമറയുടെ ആണെങ്കിലും എന്താ പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അവർ ആ പടം ഇറക്കുന്നത്. എന്താണ് നമ്മളൊരു അത്യാവശ്യം നല്ലൊരു പടം കാണുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങൾ ഈ ട്രോളിലൊക്കെ കാണുന്ന ഒരു ബാലയ്യ അല്ല ശരിക്കുള്ള ബാലയ്യ. നിങ്ങൾ ആ ഫുൾ പടം കാണണം അല്ലേ? ഇല്ലേ അതെ, ദിഗംബര? എന്നാൽ സത്യമല്ലേ? ആ ഗ്ലോറി നിങ്ങൾ അനുഭവിക്കണം. അപ്പം ഫൈറ്റ് ഉം. സീനുകളിലൊക്കെ കാണുമ്പോഴേ എങ്ങനെ നമ്മള് എന്താ പറയുക, അതിന്റെ ഒരു എസ്തെറ്റിക്സ് തന്നെ വേറെയാണ്. കാര്യം അതെ അതെ അതെ. നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫൈറ്റുകളൊക്കെ ആയിരിക്കും ബാലയ്യ പടങ്ങളിൽ കാണുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ കുമ്പിട്ട് പോകും നമ്മൾ. അങ്ങനത്തെ ഒരു ലെവലിലുള്ള സാധനമൊക്കെയാണ്. അപ്പം നമുക്ക് ലെജൻഡിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പം ലെജൻഡ് സംവിധാനം ചെയ്തിരിക്കുന്നത് ബോയപ്പട്ടി ശ്രീനു എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പക്ഷെ ഇത് ഞങ്ങള് ഈ ലെജൻഡിന്റെ യൂട്യൂബിലാണ് ലെജൻഡ് കണ്ടത്. അപ്പൊ ലെജൻഡ് നോക്കിയപ്പോഴത്തേക്കും എന്താ അതിന്റെ തെലുങ്ക് പ്രിന്റിന് സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. അപ്പം
പക്ഷെ ബാലയ്യയുടെ പടങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ തെലുങ്കിൽ തന്നെ മാക്സിമം കാണും. കാരണം ആ പവർഫുൾ ഡയലോഗ്സ് ഒക്കെ അതെ ബാലയ്യയുടെ സൗണ്ടിൽ അദ്ദേഹത്തിന്റെ കേൾക്കാനുള്ളത്. സൗണ്ടിൽ തന്നെ, അതെ അതെ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ആ തന്നെ എന്നാല് കേട്ടാലേ ഒരു രസമുള്ളൂ. ഐ മീൻ, അല്ല നമ്മള് ലെജൻഡ് മലയാളത്തിലാണ് കണ്ടതെന്ന് പറഞ്ഞു. മലയാളത്തിലെ ഡബിങ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഐ മീൻ എനിക്ക് ചില ബാക്ക്ഗ്രൗണ്ട് ആർട്ട്, അതായത് സറൗണ്ടിങ് ആർട്ടിസ്റ്റുകളുടെ ആണേലും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുടെ ആണേലും സൗണ്ട് എനിക്ക് മലയാളത്തിന്റെ ബെറ്റർ ആയിട്ട് ചില ആൾക്കാരുടെ ബെറ്റർ ആയിട്ട് തോന്നിയായിരുന്നു ആൾക്കാരുടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അവരുടെ ആ ഒരു ബാലയ്യയുടേത് ലുക്കിന് പറ്റിയ സൗണ്ടാണ് ആ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെ അതെ പക്ഷെ അതെ അതെ അതെ. തെലുങ്ക് പക്ഷെ ഗംഭീര ബാലയ്യയുടേത് അഭിനയമാണ്. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പറ്റത്തില്ല. ബാലയ്യയുടെ സൗണ്ട് ബാലയ്യക്ക് ഉള്ളൂ. പക്ഷെ അതെ അതെ അതെ. പക്ഷെ നല്ലതാണ്, നല്ല സൗണ്ട് ആയിരുന്നു. മലയാളത്തിൽ യൂസ് ചെയ്തിരുന്ന സൗണ്ട് നല്ലതാണ്. ബട്ട് നമുക്കിത് ബാലയ്യയുടെ സൗണ്ടിൽ അത് കേട്ടാലേ നമുക്കൊരു തൃപ്തി വരും. അതാണ്. ഞങ്ങള് ഞങ്ങളപ്പം മലയാളം കണ്ടത് കഥ ഇനി മനസ്സിലാക്കണമല്ലോ. നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഒരു എന്താണ് ഇവർ പറയുന്നതെന്ന് പിടികിട്ടും. കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തെലുങ്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് തെലുങ്കിൽ ഏതണ്ടി ആയതുകൊണ്ട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മലയാളം കണ്ടത്. എന്നിട്ട് പിന്നെ ആ, തെലുങ്ക് പ്രിന്റും കൂടെ പോയി കണ്ടു, മലയാളം കണ്ടു അതെ അതെ കഴിഞ്ഞിട്ട്. അതെ. കാരണം നമുക്ക് അത് ആ ഒരു സ്റ്റോറി ഒബിയസ്ലി തീർച്ചയായും നമുക്കത് ബാലയ്ക്ക് ഞാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞല്ലോ. കാര്യം ബാലയുടെ അതെ അതെ. സൗണ്ട് അതില് തീർച്ചയായും തീർച്ചയായും. പറയുന്ന ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങള് പക്ഷെ ഏതോ ഒരു ബാലയ്യ പടം അങ്ങനെ കണ്ടായിരുന്നു. ഇത് ഏത് പറഞ്ഞ തെലുങ്കില് തന്നെ കണ്ടു. ആ അതൊന്നും മനസ്സിലായില്ലെങ്കിൽ മറ്റേ ഇത് മറ്റേ മീര ജാസ്മിനുള്ള പടം. മഹാനദിയോ ആ മഹാനദിയോ അങ്ങനെ ആ എന്തോ ആയിരുന്നു. എന്താ എന്താണ് എന്റെ അങ്ങനെന്തോ പേര്? അല്ല, മഹാരഥി മഹാരഥി അങ്ങനെന്താ മഹാരഥിയോ മഹാരഥി. മഹാരഥി അങ്ങനെ മഹാരഥി ആ പേരുകളൊക്കെ മഹാരഥി ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ പേരുകളൊക്കെ ഏകദേശം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിമിലർ ആയിരിക്കും. പിന്നെ കഥയും സിമിലർ ആയിരിക്കും. കാര്യം ഒന്നെങ്കിൽ ഡബിൾ റോള്, ഡബിൾ ഹീറോയിൻസ്, ഇതൊന്നും ഇല്ലാത്ത ഒരു ബാലയ്യ പടം നിങ്ങൾക്ക് കാണാനായിട്ട് തീർച്ചയായും വളരെ തീർച്ചയായും ബുദ്ധിമുട്ട്. ഒന്നെങ്കിൽ പറ്റില്ല ബാലയ്യ പറ്റില്ല. ബാലയ്യയുടെ അച്ഛനായിട്ട് വരും, അല്ലെങ്കിൽ ബാലയ്യ ബാലയ്യയുടെ മുത്തശ്ശനായിട്ട് വരും. ഇല്ലെങ്കിൽ ഇതില് ചേട്ടനായിട്ടോ അല്ലെങ്കിൽ ആ ട്വിന്നായിട്ടോ. ട്വിന്നായിട്ട് വരും. ഇതില് അദ്ദേഹം ചേട്ടനായിട്ടാണ് അവതരിക്കുന്നത്. പക്ഷെ ചേട്ടനുമാണ് അറ്റ് ദ സെയിം ടൈം അളിയനുമാണ്. അതൊരു ഒരു അളിയനുമാണ്. ഞങ്ങൾ പ്രത്യേകത. ആക്ച്വലി അതായത് ഞങ്ങള് വിക്കിപീഡിയ നോക്കിയാണ് ചേട്ടനാന്ന് കണ്ടുപിടിച്ചത് തന്നെ. ഞങ്ങൾ അളിയനാന്ന് പടം ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. കണ്ടു അതെ. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് ഡീകോഡ് ചെയ്ത് എടുക്കാനായിട്ട്. കാര്യം ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതിന്റെ ടൈറ്റിൽ മറ്റേത് കൊടുക്കാം, മറ്റേ എന്താണ്, ഒരു അമ്മ പെറ്റ അളിയന്മാരാന്ന് പറയല്. അതുപോലെ അതെ. ഉണ്ട്. പക്ഷെ ചേട്ടനാണല്ലോ, അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു ഒരു പറ്റില്ലല്ലോ ഭയങ്കര. എന്നോർത്ത്. അപ്പൊ എന്താണ് ലെജൻഡിന്റെ കഥയെന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് സംവിധാനം ചെയ്തത് ബോയപ്പട്ടി ആ ശ്രീനുവാണ്. ഓ ബോയ്, അതെ അതെ പറഞ്ഞു, അത് ആ പറയണം. കാര്യം കാര്യം ഈ പടത്തിന്റെ അവസാനം, ഈ മലയാളം ഡബ് കണ്ടപ്പോ അതിന്റെ അവസാനം നന്ദി ബോയാപാതിയോ എന്തോ അങ്ങനെ എന്തായിരുന്നു ഇതിന്റെ പേര്? ബോയാപതി 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 ശ്രീനു എന്നൊക്കെ. ബോയാവതി ശ്രീനു എന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷെ അതപ്പം ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ബോയപ്പട്ടിയുടെ പ്രൊനൗൺസിയേഷൻ നോക്കിയപ്പം ഇംഗ്ലീഷില് ബോയാപ്പാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പൊ അതിലും ഭേദം മലയാളമാണെന്ന് എനിക്ക് തോന്നുന്നു. ബോയപ്പട്ടി എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സ്ഥലത്തിന്റെ പേരാണ്. നമ്മൾ ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പോലെ ബോയപ്പട്ടി പുള്ളിയുടെ ഉം. സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആവും ബോയപ്പട്ടി ആവും. ശ്രീനു ആയത്. അപ്പം ഉം. ഓ ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഏഹ്, വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, മറ്റേ ഈ ടൈറ്റിൽ കാർഡ്, മറ്റേ ഇത് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്നതിന്റെ അകത്തില് മറ്റേ ആ നൃത്ത അതെ അതെ സംവിധാനം. അതെ, നൃത്ത സംവിധാനം. അത് പറയാം. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ അഖണ്ഡ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉം. ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ ക്രെഡിറ്റ്സ് ഇങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രെഡിറ്റ്സ് ഇങ്ങനെ ഈ കാണിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നൃത്ത സംവിധാനം ബ്രുണ്ട എന്ന് പറയുന്നത്. ബ്രുണ്ട അക്ഷരം മാറിപ്പോയ ഭാഗ്യം. ബ്രുണ്ട അപ്പൊ എനിക്ക് ബ്രുണ്ട ആരാ? ഈ ബൃന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയോഗ്രാഫർ ഉണ്ട്. പിന്നെ പക്ഷെ ബൃന്ദ പുള്ളിക്കാരിയാണോ മാസ്റ്റർ ഇനി? ആണെന്ന് തോന്നുന്നില്ല. ആ ആണെങ്കിൽ കാര്യം പുള്ളിക്കാരിയുടെ ഇതിൽ കണ്ടേനെ. കാര്യം ഈ വിക്കിപീഡിയയിൽ പോയിട്ട് അതിന്റെ ഈ ക്രെഡിറ്റ്സ്, അല്ല വിക്കിപീഡിയ IMDbയിലും വിക്കിപീഡിയയിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും നൃത്ത സംവിധാനം വേറൊരു പുള്ളിയാണ്. അപ്പൊ അതില് ബൃന്ദ മാസ്റ്ററിന്റെ ഇതില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പം വേറെ വല്ല ബൃന്ദയാണോ ഇനി മലയാളത്തില് ഇപ്പൊ ബോയാപതി എന്ന് എഴുതി വെച്ച വല്ല ബൃന്ദ എന്ന് എഴുതി വെച്ചാണ്. കാര്യം ഈ BRUNDH ബൃന്ദ അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവുക പേര്. അതായിരിക്കും എന്നാലും ബൃന്ദ എന്നൊക്കെ പറഞ്ഞ് ബൃന്ദ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നത്. അതായിരിക്കും. Anyways, അപ്പൊ എന്താണ് തുടക്കം തന്നെ നമ്മളെ കാണിക്കുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ ഇതില് നമ്മുടെ വില്ലനായിട്ട് വരുന്നത് ജഗ്പതി ബാബുവാണ് കേട്ടോ. അപ്പൊ അതിന്റെ നിങ്ങൾക്കൊരു ട്രിവിയ പറയാനാണെങ്കിൽ ആരാണ് ജഗ്പതി? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവൻ എന്നോട് ആദ്യം പറഞ്ഞു ജഗ്പതി. ഞാൻ അറിയാം ആരാടാ ഈ ജഗ്പതി ബാബു.
നമ്മുടെ ഡാഡി അണ്ണനാണ്, ഡാഡി ഗിരിജയാണ്, അല്ല ഡാഡി എന്തോന്നില്ല അങ്ങനെ. ഗിരിജയാണ്. ഇനിയിപ്പോ ഇനി അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. പുലിമുരുകനിലെ വില്ലനായിട്ട് വന്ന നമ്മുടെ അല്ല ഡാഡി ഗിരിജ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാലോ. അതെ അതെ അപ്പം അതെ. ഗിരിജാണ്ണനാണ്, ജഗപതി ബാബു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം പുള്ളി തെലുങ്കിലൊക്കെ ഹീറോ ആയിട്ടൊക്കെ അഭിനയിച്ചിരുന്ന ആളാണ്. ഒരിടയ്ക്ക് പിന്നെ അങ്ങ് കുറെ നാള് പിന്നെ സിനിമയിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ട് ആയി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്ക് ലെജൻഡ് വരുന്നത്. അപ്പൊ ലെജൻഡ് പുള്ളിയുടെ കരിയറിൽ ഒരു ഒരു വഴിത്തിരിവായ പടമാണ്. അതിൽ വില്ലനായിട്ട് അഭിനയിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ കരിയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം പുള്ളിനെ എല്ലാ പടത്തിലും വില്ലനായിട്ട് കണ്ടേ നമുക്ക് അങ്ങോട്ട് ഒരു ഇച്ചിരി സാച്ചുറേറ്റഡ് ആയി. നമ്മള് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ജഗപതി ബാബുവിനെ കാണുമ്പോ തന്നെ വേറെ ആരെയും കിട്ടിയില്ല ഇയാളെ എന്നുള്ള ലെവലിലാണ്. പക്ഷെ ലെജൻഡിൽ പുള്ളി നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ഒരു അതെ നല്ല അതെ ടഫ് വില്ലനാണ്. തീർച്ചയായും. അപ്പം നമ്മുടെ ജഗപതി ബാലയോട് ബാബു കിട പിടിക്കാൻ പറ്റിയ ഒരു വില്ലനാണ്. അതെ അദ്ദേഹത്തിനോട് ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു പവർ, ആ ഒരു പവറിലെത്താൻ അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. അത്രയും പവർ ഉണ്ട് അതെ പുള്ളിക്ക്. അതെ അതെ. ജഗപതി ബാബുവിന്റെ ഇതിന്റെ അകത്തെ പേര് ജിതേന്ദ്ര എന്നാണ്. ജിത്തു എന്നാണ് വിളിക്കുന്നത്. ജിത്തുമോൻ IPS. അവരുടെ ഉദയം സിനിമ കണ്ടിട്ടുള്ളവർക്ക് ജിത്തുമോൻ ആരാണെന്ന് കലകും. ജിതേന്ദ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജിത്തു എന്നാണ് ഇതില്. മറ്റേതിലും അങ്ങനെ തന്നെയാ, ജിതേന്ദ്ര IPS അങ്ങനെ എന്തോ ആ ആണ് അതിന്റെ അകത്തും ആ, പേര്. അതെ 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 അതെ, അങ്ങനെ എന്തോ എന്നിട്ടാണ് തന്നെയാ. ജിത്തുമോൻ എന്ന് വിളിക്കുന്നത്. ഇതിലും ജഗപതി ബാബു പറയുന്നുണ്ട് ഈ ജിത്തുവിനെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജിത്തുമോനാണ് ഇതില്. എനിവേസ് ആരൊക്കെയോ അപ്പം ജിത്തു വിളിക്കുന്നുണ്ട്, ആ വില്ലത്തിൽ വരുന്ന ജിത്തു എന്ന്. മിനിസ്റ്റേഴ്സ് ആരൊക്കെയോ വിളിക്കുന്നുണ്ട് ജിത്തു എന്ന്. ഉം. അപ്പം ഇത് ഫ്ലാഷ് ബാക്ക് നടക്കുന്നത് 1989-ലാണ്. അപ്പം ജിത്തു കുർണൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ലീഡറാണ്, ഒരു ഗാങ്സ്റ്ററാണ്. പക്ഷെ നമ്മുടെ മലയാളം തമ്മിൽ അത് കൊല്ലമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് കൊല്ലല്ല, കൊല്ലത്തിലേക്ക് പോയത്. കണ്ണൂര് കണ്ണൂര്. സോറി, കണ്ണൂര്. ഓക്കെ, മാറിപ്പോയി. കണ്ണൂര്. കണ്ണൂരാണ്. കണ്ണൂർ ഗാങ്സ്റ്റർ, കണ്ണൂർ സ്ക്വാഡ് ആണ്. അപ്പം ആദ്യം തന്നെ കാണിക്കും നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് വൈശാഖിലേക്ക് ഒരു കല്യാണ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് വരികയാണ്. അതായത് MLA-യുടെ, വൈശാഖിലെ ലോക്കൽ MLA-യുടെ മകളെ പെണ്ണ് കാണാൻ വരികയാണ് നമ്മുടെ ജിത്തുമോൻ. ഇപ്പം കണ്ണൂർ സ്ക്വാഡിലെ ലീഡറാണ് ജിത്തുമോൻ. ജിത്തുമോന്റെ അച്ഛനായിട്ട് പട്ടണത്തി ഭൂതത്തിന്റെ അകത്തെ മന്ത്രവാദി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പുലിക്കാട്ടിൽ ചാർലിയുടെ അച്ഛനായ ആ പുലിക്കാട്ടിൽ തന്ത, ഓ മാത്തച്ഛൻ. എന്റെ അമ്മോ, കുട്ടി ആ അതിനകത്ത് ആ ഇച്ചിരി ഭീകരമാണ്. ആ റോളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഇതില് ജിത്തുമോന്റെ തന്തയായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ പേര് നിങ്ങള് വിക്കിപീഡിയയിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പം ജിത്തുമോനും അങ്ങനെ അച്ഛനും കൂടെ ഇതിലെല്ലാം കൂടെയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക്, അതായത് മഹാദേവൻ എന്നാ പുള്ളിയുടെ പേര് കേട്ടോ. മഹാദേവൻ. ഓക്കെ, മഹാദേവൻ. അപ്പൊ ഇവര് പോകുന്ന വഴിക്ക് അതായത് കസ്തൂരി എനിക്ക് എപ്പോഴും കസ്തൂരി എന്നേ വരുള്ളൂ. എന്താണ് പേരെന്താണ്? കാവേരി. 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 അതെ. നമ്മുടെ പഴയ മലയാള സിനിമയിലെ നടി കാവേരി. കാവേരിനെയാണ് പെണ്ണ് കാണാനായിട്ട് പോകുന്നത്. അല്ല, പുള്ളിക്കാരുടെ സിനിമ പറയാൻ ഏതാന്ന് ഞാൻ ആലോചിച്ചവിടെ. എനിക്ക് മറ്റേ ആ കൊട്ടാരത്തിൽ വൈസ്രോയി ആയിട്ടല്ലോ, പക്ഷെ വൈസ്രോയി എന്തോ ഒരു ജയറാമിന്റെ മനസ്സിലായി. ഒരു പടമായിട്ട്. ജയറാമും ജഗതിയൊക്കെ ഉള്ളത്. കൊട്ടാരം എനിക്ക് ആ നോക്കാനായിട്ട് പടമാണ് പോകുന്ന പടം. വരുന്ന പടം. എന്താണ് ആ. അതിന്റെ ആ ഒരു എന്തോ ഈ അമിക്കസ് ക്യൂരി എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊരു വാക്കാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്, ഈ അവരുടെ അവിടെ വന്ന് താമസിക്കുന്നതിന്. എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പടമായിരുന്നു. എനിക്ക് ആ പടം ഇഷ്ടമായിരുന്നു. അതിനകത്തില് പുള്ളിക്കാരി അത്യാവശ്യം നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മധുബാല അതിനകത്ത് തമ്പുരാനായിട്ട് വരുന്നത്. ആ അതിന്റെ അത് പേര് തന്നെ ഞാൻ അത് തന്നെ. മറന്നുപോയി. ഇവരുടെ പേരായിട്ട്, ഈ കാവേരിയുടെ പേരായിട്ട് അതിനകത്ത് വരുന്നത്. ഉം. അപ്പം കാവേരീനെ പെണ്ണ് കാണാനായിട്ടാണ് വരുന്നത്. അപ്പൊ പെണ്ണ് കാണാനായിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവും. ജിതേന്ദ്ര ആണോ വണ്ടി ഓടിച്ചോണ്ടിരുന്നെന്ന് തോന്നില്ലേ, ജിതേന്ദ്ര കൊണ്ടായിട്ട് ഒരു വഴിയൊക്കെ നടന്നു വന്ന ഒരു കാറിനെ ഇടിച്ചിടും. അല്ല, വണ്ടി ഓടിക്കുന്നത് ഏതോ ഡ്രൈവറാണ്, പക്ഷെ പുള്ളി ഫ്രണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെയാണോ തോന്നുന്നത്? ഇരിപ്പുണ്ട്. എന്താണേലും ഇപ്പൊ ഏതൊരു കളവന്റെ അകത്തോണ്ട് ഇടിച്ചു കയറ്റി കഴിയുമ്പോഴത്തേക്കും അപ്പൊ അത് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് ഒരു പുള്ളി ഇങ്ങനെ കൈയൊക്കെ നീട്ടിക്കൊണ്ടുവരും. അപ്പൊ പുള്ളി എന്ത് ചെയ്യും, പുള്ളി ഷോട്ട് ഗൺ എടുത്തിട്ട് അവന്റെ കൈക്കിட்ட തന്നെ വെടിവെക്കും. ആദ്യം ഞങ്ങൾ ഓർത്തപ്പോ നെഞ്ചത്ത് വെടിവെക്കുന്ന പോലെയാണ് ഷോട്ട് കണ്ടാല്. പിന്നെ നോക്കിയപ്പോ കക്ഷത്തെ കളന്റെ മറവ് പോലെ എന്തായിരുന്നു വെടിവെച്ചോ തൊളയാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. കയ്യിലാ വെടിവെച്ചത്. ചൊറിയൊക്കെ പോലെ, വരട്ടച്ചൊറിയൊക്കെ വന്ന പോലെ. ഇങ്ങനെ വട്ടത്തിൽ
അത് അങ്ങനെ വെടിവെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കും. അപ്പൊ ഇഷ്യൂ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ നാട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പോകുന്നത് ഒരു വീടിന്റെ മുറ്റത്തേക്കാണ്. അങ്ങനെ തന്നെയാണ് ഈ ഡബ്ബിങ്ങിലും പറയുന്നത്. അപ്പൊ ആ വീടിന്റെ മുറ്റത്ത് ആരാണ് ആ വീട്ടിലെ കാരണവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സഗറിലിയസ് ജാക്കിയിലെ വില്ലനായിട്ടുള്ള സുമൻ. സുമനെ നിങ്ങൾക്കറിയാം. അപ്പം ശിവാജിക്കകത്തൊക്കെ വില്ലനാണ് പുള്ളി. അപ്പൊ സുമനാണ് ഇതിന്റെ അകത്ത്. സുമനാണ് ബാലയ്യയുടെ അച്ഛനായിട്ട് ഇതിൽ വരുന്നത്. അപ്പം സുമന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. സുമൻ അവിടുത്തെ ഒരു നാട്ടുപ്രമാണി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജിതേന്ദ്ര ഒക്കെ ആയിട്ട് ഡയലോഗ് അടിക്കും. ജിതേന്ദ്ര ഡയലോഗ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം കിട്ടും. സുമന്റെ കയ്യിൽ നിന്ന് മോന്തയ്ക്ക് ഒരെണ്ണം കിട്ടും. അങ്ങനെ ഞങ്ങൾ വേണേ ഇടിച്ചിടും, വേണേ കയറ്റി കൊല്ലുകയും ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പുള്ളി ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പറയും ഞങ്ങൾ ഒരെണ്ണം അവിടുത്തെ കിട്ടും. വലിയ മറ്റേടത്തെ വലിയ കൊണാണ്ടറാണ്, ഞങ്ങൾ അവിടുത്തെ ആ വലിയ ഇതാണ് അതാണെന്നൊക്കെ. നീയൊക്കെ ആ ഏതാണ് അതൊക്കെ കണ്ണൂര്, അതെ കണ്ണൂര് ഞങ്ങള് വലിയ പുള്ളികളാണ്. ഇതില് കണ്ണൂരാണ് മലയാളം ഡബില്. അപ്പൊ കണ്ണൂരില് ഞങ്ങള് വലിയ പുള്ളികളാണ്. നീയൊക്കെ ഏതാ ഞങ്ങളുടെ നാട്ടില് വന്നിട്ട് നിനക്കൊന്നും ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഒരെണ്ണം കിട്ടും. എനിവേസ് അങ്ങനെ കിട്ടിയിട്ട് പോലീസ് കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജിതേന്ദ്രന്റെ അച്ഛൻ, അതായത് മഹാദേവൻ, മഹാദേവൻ അതായത് ആർട്ടിസ്റ്റിന്റെ പേര് കേട്ടോ. ഇതിന്റെ അകത്ത് പുള്ളിയുടെ പേരെന്താന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു, പറയുന്നൊന്നുമില്ലെന്ന്. അങ്ങനെ ഒരു പ്രത്യേക പേരൊന്നുള്ള ക്യാരക്ടർ ഒന്നുമല്ല, പേരൊന്നുമില്ല. പെട്ടെന്ന് തട്ടിപ്പോവും. ആ അപ്പൊ പുള്ളിയുടെ പിടിച്ചോണ്ട് പോയിട്ട് അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട്, മകനെ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് ജിതേന്ദ്രന്റെ അപ്പൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സുമന്റെ ഭാര്യേനെയും മോനെയും പിടിക്കും. സുമന്റെ ഭാര്യയായിട്ട് വരുന്നത് സുഹാസിനിയാണ്, സുഹാസിനി മണിരത്നം. അപ്പം സുഹാസിനിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആഹ് അതായത് റാൻസം ആയിട്ട് വെച്ച് മകനെ വെടിവെപ്പിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് സുഹാസിനി ഈ- ഈ ജിതേന്ദ്ര ഉണ്ടല്ലോ, ജിതേന്ദ്ര വരും. ജിതേന്ദ്ര ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, അച്ഛന്റെ അടുത്തോട്ട് വരുമ്പോ നോക്കുമ്പം അച്ഛനാണ് അവിടെ കസേരയില് ചത്തിരിക്കുന്നതാണ് കാണുന്നത്. നെഞ്ചത്തൊരു കമ്പിപ്പാര പോലെ ഒന്ന് കുത്തി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ അവിടെ ഉള്ള ഒരു ഹെൻസ്മാൻ വന്നിട്ട് പറയും എന്താണ് നടന്നതെന്ന്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് സുഹാസിനെ പിടിച്ചോണ്ട് വന്നിട്ട് സുഹാസിനെ മകനായിട്ടുള്ള ബാലയ്യനെ, ബാലയ്യയുടെ യങ്ങർ വെർഷനാണ് ഇരിക്കുന്നത്. അവനെ പിടിച്ച് മൂത്ത ബാലയ്യ, നിർത്തിയിട്ട് പ്രായം കൂടിയ ബാലയ്യ, ആ ആ ചേട്ടൻ ആ ബാലയ്യാണ്. ചേട്ടൻ ബാലയ്യന്. അപ്പൊ ഇത് ആദ്യം കാണിക്കുമ്പോഴത്തേക്ക് നമുക്കറിയില്ല ഇത് അനിയൻ ബാലയ്യാണ് ചേട്ടൻ ബാലയ്യ, അങ്ങനെയൊന്നും ആദ്യം മനസ്സിലാവില്ല. ഇവനൊരു അനിയൻ ചെറുക്കനുണ്ടെന്നുള്ള രീതിയിലല്ല. അവിടെ കുറെ പിള്ളേരുണ്ട്. ആ അപ്പൊ കുറെ അതില് എണ്ണമുണ്ട്. അതായത് സുഹാസിനിയുടെ മോനായിട്ടുള്ള മെയിൻ ബാലയ്യനെ കാണിക്കുന്നുണ്ട്. മറ്റേ ബാലയ്യനെ അവിടെ ഒന്നും കണ്ടില്ല. അവിടെ കുറെ പിള്ളേരുള്ളതുകൊണ്ട് ആ കൂട്ടത്തിലുള്ളതാണെന്ന് ഞങ്ങൾ ഓർത്തത്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ആരായിരിക്കും വിചാരിച്ചത്. ഈ ആ സുഹാസിനിക്ക് എന്തോ സ്കൂളും ഉണ്ട്, അപ്പൊ നമ്മൾ വിചാരിക്കും സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന കുറെ പിള്ളേരാണ്, എന്തോ അവരെന്തോ ആ സ്കൂളാണ് നടത്തുന്നത്. ഞാൻ ഓർത്തത് കൊറേ ആ സ്കൂൾ വീട്ടിൽ ആ വീട്ടിൽ തന്നെ ആദ്യം ഉള്ളത് പിള്ളേരുണ്ട്. കുറെ അതെ അതെ. വാല് പിള്ളേരുകളായിരിക്കും എന്ന് ഞാൻ ഓർത്തത്. ഇതിന്റെ അകത്ത് ഈ ബാലയ്യ സെക്കൻഡ് ബാലയ്യയും കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ല. അപ്പം ഈ മൂത്ത മോനെയും സുഹാസിനെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. പിടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ സുഹാസിനെ കുറെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കും. അവിടെ ഇരുന്നിട്ട് വില്ലനെന്ത് ഒന്ന് 2000 പെണ്ണുപിള്ള എന്നാണ് പറഞ്ഞത്. പുള്ളി ഒരു ഒന്നും കത്തി എടുത്ത് പറയാത്ത ഒരൊറ്റ ഒറ്റ വരയിടും. വെട്ട്. ഒറ്റ വെട്ട്. ഞങ്ങൾ നമ്മളെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല. ആ പുള്ളിയെ നമ്മള് ഷോക്ക് ആയിട്ടോണ്ട് സുഹാസിനി അല്ലേ എന്താണ് കൊറേ നേരം ക്യാരക്ടർ എല്ലാം കാണുന്നൊക്കെ കാണും. ആലോചിച്ചോണ്ടിരിക്കുക. അതുമല്ല പുള്ളിക്കാരി എന്തോ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. നമ്മളും വലിയ കേട്ടോണ്ടിരിക്കുക. ഡയലോഗ്, വലിയ മാസ് ഡയലോഗ്. അപ്പൊ ഞാൻ എന്റെ എന്റെ ഓർത്തത് എന്താ എന്റെ മോനെ കണ്ണീര് കാണിച്ച് പേടിപ്പിക്കാൻ കഴിയും, പക്ഷെ കത്തി കാണിച്ച് പേടിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാണ്. ആ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും വേണം ഒറ്റ വെട്ട്. ഒറ്റ വെട്ട്. അത് ഞങ്ങൾ പറയുകയും ചെയ്തു. ബാലയ്യയുടെ അമ്മയായിട്ടൊക്കെ സുഹാസിനിയൊക്കെ അഭിനയിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. പിന്നെ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഒറ്റയടിക്ക് മാച്ച് വരുമല്ലോ. തീരുമെന്നുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തീർന്നു പോയത്. സുഹാസിനിനെ ഒറ്റ വിട്ടില്ല. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് മൊമെന്റ്. നമ്മൾ വിചാരിച്ചില്ല. അവിടെ തന്നെ അതെ ഡയറക്ടർ നമ്മളെ അറ്റൻഷൻ പിടിച്ചു വെച്ചു. അതെ 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 അതെ. ഇതിനകത്ത് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് അത് പുള്ളിക്കാരി വലിയ കാര്യമായിട്ട് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കഴുത്തേൽ ഒറ്റൊരു സ്ലിറ്റ്. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ കാറ്റ് പോകും. കാരണം അത് കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ ഭയങ്കര ഫൈറ്റ് ആണ്. അതുവരെ ഒരു മണി മൊണ്ണ പോലെ ആ ഒരു സൈഡ്. അതുവരെ അവൻ അവിടെ പഴം പിഴിഞ്ഞ പോലെ അവിടെ ഇങ്ങനെ അമ്മയുടെ കഴുത്ത് വെട്ടി കഴിയുമ്പോ പിന്നെ അവൻ അങ്ങ് ആക്ഷൻ മോഡിലോട്ട് കയറി. ആക്ഷൻ മോഡിൽ കയറിയിട്ട് പിന്നെ അവിടെ ഉള്ള എല്ലാരെയും അങ്ങ് കൊല്ലുവാണ്. ഈ ആപ്പന്റെ നെഞ്ചത്തോട്ട് കൊച്ചിറക്കനാണ് കയറിയിട്ട് കേട്ടോ. 10, ആ 15 വയസ്സൊക്കെ ആ കാണത്തുള്ളായിരിക്കും. കൊച്ചിറക്കനാണ്. ഒരു ടീനേജ് പ്രായമുള്ളവനാണ്. അങ്ങനെ എന്നിട്ട് പിന്നെ അവിടെ എല്ലാത്തിനെയും കൊന്നിട്ട് ബാലയുടെ അല്ല ഐ മീൻ ജിതേന്ദ്രന്റെ അപ്പന്റെ നെഞ്ചത്തോട്ട് ഇതും കുത്തി ഇറങ്ങും. അപ്പൊ ഇത് കഥയൊക്കെ വന്ന് പറയുന്ന ഹെൻച്ച്മെൻ വന്നിട്ട് പറയുന്നുണ്ട് അവന്റെ ശരീരത്തിൽ ഓടുന്നത് ബ്ലഡ് ആണോ അതോ ആസിഡ് ആണോ എന്നറിയില്ല നമുക്ക്. ഞാൻ ഓർത്തിന് മലയാളം തമ്മിന്റെ പ്രശ്നമാണ്. അല്ലല്ല ആസിഡ് ബ്ലഡ് തെലുങ്കിലും ഉണ്ട്, അങ്ങനെ. തെലുങ്കിലും ആസിഡ് ബ്ലഡ്. അപ്പൊ ഇനി മുതൽ നമ്മൾ ആസിഡ് ബ്ലഡ് ബാലയ്യ എന്നാണ് പറയാൻ പോകുന്നത്.
ജയദേവ് അല്ല എന്നാണ് എനിക്കൊന്ന് ആ, അല്ല ഇങ്ങനെയാ ചേട്ടൻ പറയുന്നത്. ബാലയുടെ എന്താ പേര്. അവന്റെ ജയദേവ് എന്നാ പറയുന്നത്. മറ്റേ എന്താ ഇങ്ങനെയാ പുള്ളി വന്നിട്ട് പറയുന്നത്. അവന്റെ ഞരമ്പിൽ കൂടി ഓടുന്നത് ബ്ലഡ് അല്ല, ആസിഡ് ആ, എന്നൊക്കെയുള്ള രീതിയിൽ. ആസിഡാണെന്ന് ആസിഡാണെന്ന് തോന്നുന്നു. അപ്പൊ ആസിഡ് ബ്ലഡഡ് ബാലയെ കുറിച്ചാണ്. അതാണ് മൂത്ത ബാലയ. അപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറെ എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ വന്നതാ. ആ അപ്പൊ ഈ സംഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജിതേന്ദ്രൻ ഒരു തീരുമാനം എടുക്കും. ഇനിയിപ്പോ ആ കുടുംബത്തിനെ മൊത്തത്തോടെ അങ്ങ് നശിപ്പിച്ചിട്ട് അവിടെ തന്നെ അവര് സെറ്റിൽ ആയി അവരുടെ എംപയർ അവിടെ വളർത്താം എന്നുള്ള രീതിയിൽ അങ്ങനെ അവര് നശിപ്പിക്കാണ്ട്. വൈശാഖിൽ സെറ്റിൽ ആവും. അപ്പം ഈ മറ്റേ സുമന്റെ അമ്മയുണ്ട്, അതായത് ആസിഡ് ബ്ലഡഡ് ബാലയ്യയുടെ ഗ്രാൻഡ് മദർ. ഓ ഗ്രാൻഡ് മദർ എന്ത് എന്റെ പറയും? ദൈവം. ഈ ആ നമ്മൾ പറയത്തില്ലേ ഈ എന്താ കുടത്തിന്റെ വായ അടച്ചു കെട്ടാൻ പറ്റൂലെന്ന്, അതുപോലത്തെ ഒരു അമ്മച്ചിയാണ് ഈ അമ്മച്ചി. വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടക്കത്തില്ല. എന്റെ ദൈവമേ, ആ എന്ത് അത് ഈ വേണം പ്രസംഗമാണ് എല്ലാം. ആദ്യം തൊട്ട് അവസാനം വരെ ഈ അമ്മച്ചി അങ്ങനെ ആട്ടെ. ഈ അമ്മച്ചി സ്ക്രീനിലോട്ട് വരും, ഒരു 3/4 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി ഇറങ്ങി പോകത്തുള്ളൂ. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു അമ്മച്ചിയാണത്. അപ്പൊ ഈ അമ്മച്ചി പറയും, ഇനി ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവൻ കണ്ടില്ലേ ഈ ചെറുപ്രായത്തിൽ തന്നെ തന്നെ കൊന്നിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പം സുമൻ പറയും, നിങ്ങൾക്കൊക്കെ അവൻ കൊന്നിട്ട് വന്നു എന്നുള്ള രീതിയിലാണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, അവൻ നാടിന് വേണ്ടി അവൻ സേവനത്തിന് ഇറങ്ങിയതാണ്, അതെ അതെ അതെ. അവനൊരു ലെജൻഡായി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ജയദേവ് ഒരു ലെജൻഡായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പുള്ളി ലെജൻഡായി മാറുകയാണ്. പിന്നെ ആ നാട്ടിൽ അതായത് പിന്നെ പോലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആരും പോയി ആ അറസ്റ്റ് ചെയ്തൊന്നുമില്ല. അല്ല ഇത് ഭാര്യ മരിച്ചു കിടക്കുമ്പോഴാണ് ഇത് പറയുന്നത് കേട്ടോ. ആ മോൻ ലെജൻഡ് ആണ്. ആ ഈ ലെജൻഡ് കരയുന്നുണ്ട്. ആയിട്ടുള്ളവന്റെ അവിടെ തവള മരിച്ച് കിടക്കും. മോനെ ലെജൻഡാക്കി വാഴ്ത്തുകയാണ് പുള്ളി. അപ്പൊ ലെജൻഡിനെ പിന്നെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് പിന്നെ ലെജൻഡിനെ ലണ്ടനിൽ അയപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പം മകനെ അങ്ങനെ പഠിപ്പിക്കാൻ അയക്കുന്ന സമയത്ത് തന്നെ ലെജൻഡ് പോയപ്പോ തന്നെ തന്തയായിട്ടുള്ള സുമന്റെ പണി ജിതേന്ദ്രൻ തീർത്ത് തലക്കടി. ഉം. അത് പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ഒരു ഹാർബർ പോലത്തെ ഒരു ഏരിയ എന്തോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പം അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ കുറെ ഗോതമ്പോ മണലോ എന്തോ കൂട്ടിയിട്ടുണ്ട്, അതിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇരുമ്പ് വടി എടുത്തൊരു ഒറ്റയടി തലയ്ക്ക്. പെട്ടെന്ന് പുള്ളിയും തീരും. അതെല്ലാം ഇതിലും മരണങ്ങളെല്ലാം ഭയങ്കര ഷോക്കിങ്, എല്ലാം അതെ അതെ, പെട്ടെന്നായിരിക്കും. റാൻഡം ആയിട്ട് കുറെ പേര് വന്നിട്ട് ആ ഇത് ഞങ്ങൾ നമ്മൾ വിചാരിക്കും ഇവൻ പ്രതീക്ഷിക്കില്ല. ഇപ്പൊ എവിടുന്ന് വന്നു. ഇവൻ അതെ, ഇത്ര നേരം കാണാൻ. നീ നീ എവിടെ നിന്ന് വന്നടാ മരഭൂതമേ എന്ന് പറയുന്ന പോലെ ഡയലോഗ് അടിച്ചോണ്ടിരുന്ന മറ്റേ സുഹാസിനിയുടെ കഴുത്ത് ഒറ്റ വിട്ട്, ഇവൻ വെറുതെ സുമൻ വെറുതെ വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, പുള്ളിയുടെ തലയ്ക്ക് എവിടെന്നോ വടിയൊക്കെ എടുത്തൊരു ഒറ്റ അടി. ഓ പുള്ളി ഇവിടെ പിന്നെ ഒരു ആക്ച്വലി കൺഫ്യൂഷൻ വരുന്നത് ഇവിടെയാണ്. കാരണം ഈ മൂത്ത ബ്രദറായിട്ടുള്ള ബാലയ്യനെ, അതായത് ജയദേവ് എന്ന് പേരുള്ള ബാലയ്യനെ ലണ്ടനിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇളയ കൃഷ്ണ ചെറുക്കനെയും കൃഷ്ണ എന്ന് പറയുന്നവനെയും ലണ്ടനിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഓർത്തത് ഈ ഈ സുഹാസിനിയുടെ കൂടെ നിന്ന് മറ്റേ സുഹാസിനി മരിക്കുന്ന സമയത്ത് കൂടെ നിന്ന ചെറുക്കൻ തന്നെയാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന ആളെന്നാണ് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അതില് രണ്ടുപേര് പേരൊന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു ഇല്ല തുടക്കത്തില്. ഇല്ല ഇല്ലില്ല, തുടക്കത്തിൽ പേരൊന്നുമില്ല. അതിന്റെ കൂടെ ഫ്ലാഷ് ബാക്ക് ആണ്. ഈ ഒരു സുമൻ മരിക്കുന്ന സാധനമൊക്കെ പുള്ളി ലണ്ടനിലായിരുന്ന സമയത്ത്, ഈ ചെറുക്കനെ ലണ്ടനിൽ പഠിക്കാൻ വിട്ട സമയത്ത് തന്ത മരിക്കുന്നു. പക്ഷെ എങ്കിലും അവിടുന്ന് എന്താണ് ബാലയ്യനെ തിരിച്ച് വിളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഈ പ്രശ്നം ആ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ആ ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രണ്ടും ഒന്നായിട്ടാണ് ആദ്യം ഫീൽ ചെയ്തത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഉം. സാധാരണ ഒരു ബാലയ്യ പാറ്റേൺ വെച്ചിട്ട് ഈ മറ്റേ വായടയ്ക്കാത്ത അമ്മച്ചിയുടെ മറ്റേ ഹസ്ബൻഡ് ആയിരിക്കും നെക്സ്റ്റ് ബാലയ്യെന്ന് കാര്യം ഞങ്ങൾ എന്ന് വെച്ച് ഓർത്തു. കഴിഞ്ഞാൽ ഞങ്ങള് ഈ ലെജൻഡിന്റെ ഒരു ഫൈറ്റ് സീൻ കണ്ടായിരുന്നു ബാലയുടെ ഞാൻ അത് കണ്ടിട്ടാണ് ലെജൻഡ് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്റർവെല്ലിൽ ഒരു സാധനമുണ്ട്, ആ അതെ അതെ, ഒരു മറ്റേ ഇച്ചിരി സിംഹമായിട്ട് വരുന്നത്. ഏജ് ഇച്ചിരി പ്രായമുള്ള ഒരു ബാലയ്യ വന്നിട്ട് കുറെ പേരെ ബാർബിക്യൂ ആക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ആ സീൻ കണ്ടതോടെയാണ് ലെജൻഡ് എന്തായാലും കാണണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ അതൊന്ന് കണ്ടായിരുന്നു തീരുമാനിച്ചത്. പടം കാണുന്നതിന് മുമ്പ്. അപ്പൊ അത് കണ്ടപ്പോ ഞാനും ഓർത്തുകൊണ്ടിരുന്നത് ഈ അമ്മച്ചിയുടെ, അതായത് ഈ മുത്തശ്ശിയുടെ കെട്ടിയവനാണ് ബാലയ്യ. അപ്പൊ രാധികാപ്തെ ഉണ്ടെന്നറിയാം ഇതിന്റെ അത് രണ്ട് നായികമാരുണ്ടെന്നറിയാം. അപ്പൊ ഞാൻ ഓർത്തോണ്ടിരുന്ന രാധികാപ്തെ ചിലപ്പോ ആ പുള്ളിക്കാരുടെ യങ്ങർ സമയത്തുള്ളത് വേർഷനായിരിക്കും. കാണിക്കുമ്പോഴായിരിക്കും, ഉം. പിന്നെ പ്രായമാകുമ്പോ ഈ പുള്ളിക്കാരി ആയതായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. പിന്നെ അല്ലെങ്കിൽ മനസ്സിലായത് ഞങ്ങൾ വിചാരിച്ചു, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തു ചിലപ്പോ എന്നാ അപ്പൂപ്പനായിരിക്കത്തില്ല, ചിലപ്പം എന്താണ് സുമന്റെ വല്ല മൂത്ത ചേട്ടനോ വല്ല ആയിരിക്കും. എന്നിട്ട് മറ്റേ ബാലയോ ഉണ്ടായപ്പോ കൊച്ചിനെ കൊടുത്തിട്ട് പോയായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ബാലയുടെ നോർമൽ കഥകൾ. പക്ഷെ ഇതിനകത്തിൽ ആണ് അതെല്ലാം അതിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. പക്ഷെ ഇതില് ഒരു പാറ്റേൺ ഇച്ചിരി ബ്രേക്ക് ഡിഫറെന്റ് ആണ്. ചെയ്തിട്ടുണ്ട്. ആ, യെസ് യെസ്. പക്ഷെ അപ്പം നമ്മൾ ചേട്ടനെ അനിയനും തമ്മില് 10 അതെ, ഒരു 20-30 വയസ്സിന്റെ വ്യത്യാസമെങ്കിലും കാണുമെന്ന് തോന്നുന്നു. വായിച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു.
കാര്യം ബാലയുടെ അടിയനായിട്ട് ഇതിന്റെ അകത്ത് കാണിക്കുന്ന ചെറുക്കനെ കണ്ടു കഴിഞ്ഞാല് ഫ്ലാഷ് ബാക്കില്ലേ ബാലയെ കൂടെ നിൽക്കുമ്പോ ബാലയ്യ അവന്റെ അച്ഛനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു 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 നല്ലൊരു പടമാണ്. അതെ അതെ ചിത്രമാണ്. അതെ. അപ്പൊ നമ്മള് ബാലയുടെ എൻട്രി കാണിക്കുന്നത് തന്നെ അതായത് ഒരു രാജസ്ഥാൻ മരുഭൂമി പോലെ ഒരു സ്ഥലം, എവിടെയോ ഗൾഫിലോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണെന്ന് ദുബായ് തോന്നുന്നു. ദുബായാന്ന് ദുബായ് പറയുന്നുണ്ട്. ആണോ? എഴുതി അതെ അതെ കാണിക്കുന്നുണ്ട് ദുബായ്. ദുബായാന്ന്. അപ്പൊ ദുബായില് ആണ് നമ്മളെ ബാലയുടെ എൻട്രി വരുന്നത്. അപ്പം ഈ വേട്ടയാട് വിളയാട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തെ വില്ലന്മാരിൽ ഒരാള്, അതായത് അമുതൻ ഇളമാരൻ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ. അപ്പൊ അതിൽ അമുതനാണെന്ന് തോന്നുന്നു. അമുതൻ റോള് ചെയ്യുന്ന പുള്ളിയാണ് ഇതിന്റെ അകത്ത് കാണിക്കുന്നത്. അപ്പം അവനെ കാണിച്ചിട്ട് കുറച്ച് പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കടത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ രക്ഷിക്കാനായിട്ടാണ് ബാലയ്യ വരുന്നത് സ്വാഭാവികമായിട്ടും. അപ്പൊ ആദ്യം തന്നെ മണലൊക്കെ പറപ്പിച്ചുകൊണ്ട് മറ്റേ എന്ത് വണ്ടിയായിരുന്നു എഫ് ലാൻഡ് ജെ ക്രൂസർ. ക്രൂസർ. ആ എഫ് ജെ എഫ് ജെ ക്രൂസർ. ക്രൂസർ ചാടിച്ചുകൊണ്ടാണ് വരുന്നത്. കുറെ മണ്ണ് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഓറഞ്ച് മ- എഫ് ജെ ക്രൂസർ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഓറഞ്ച് കളർ എഫ് ജെ ക്രൂസർ. പിന്നെ അത് ഈ വലയാണല്ലോ. മണ്ണിനോട് മാച്ച് ചെയ്യണമല്ലോ. ഞാൻ തീർച്ചയായും നോക്കിട്ട് തീർച്ചയായും. ഈ മണലൊക്കെ നിറച്ചുകൊണ്ട് പോകുന്ന ഈ ടിപ്പറിന്റെ ഒക്കെ പുറകിലത്തെ മറ്റേ ഡോറ് തുറന്നിട്ട് മണ്ണ് ഇങ്ങനെ കൊത്തുന്ന പോലത്തെ ഒരു രീതിയിൽ മണലൊക്കെ ഇടിച്ച് പറപ്പിക്കൊണ്ട് ഇങ്ങനെ ബാലയുടെ വണ്ടി വരികയാണ്. അപ്പൊ ഈ വില്ലന്മാരുടെ കൂട്ടത്തില് ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അവനാണ് ബൈനോക്കുലറിലൂടെ നോക്കിയിട്ട് ബാലയ്യ വരുന്നതിന്റെ അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് ദ മാൻ ഞങ്ങൾ വിത്ത് ആദ്യം റോ. മലയാളത്തിൽ കണ്ട സമയത്ത് മലയാളത്തിൽ ഞങ്ങള് കേട്ടത് ഇതാണ്. പറഞ്ഞു. മലയാളം ഡബിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ദ മാൻ വിത്ത് റോ ഇൻകമിങ്. മാൻ വിത്ത് റോ ഇൻകമിങ്. പിന്നെ തെലുങ്ക് പ്രിന്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് റോറിംഗ് കമാൻഡ് എന്നാണ് പറയുന്നത്. അതാണ് മലയാളത്തിൽ റോ ഇൻകമിങ്. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ട് നോക്കി. ഇവന്മാരെന്തിനീ ഇംഗ്ലീഷ് ഒക്കെ ഡബ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ആലോചിച്ചത്. അല്ല, ഈ ഇംഗ്ലീഷ് ഡബ് ചെയ്യുന്നതുകൊണ്ട് എന്താ അവർക്ക് സാധിക്കുന്നത്? അത് ആദ്യത്തെ ഡയലോഗ്, ഈ പുള്ളിക്ക് 2 ഡയലോഗ് ഉണ്ട് കേട്ടോ, ഈ സായിപ്പിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഡയലോഗ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് രണ്ടാമത്തെ ഡയലോഗ് അവര് ഡബ് ചെയ്യുന്നില്ല. അതോ ഇനി രണ്ടാമത്തെ ഡയലോഗ് ഇവൻ പറഞ്ഞ മനസ്സിലാവാത്തോണ്ട് ഡബ് ആക്കാത്തതെന്ന് പറയുന്നത്. രണ്ട് അതാണെന്ന് സൗണ്ടിലവൻ. എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഡയലോഗ്, ആദ്യത്തേത് ദ മാൻ വിത്ത് റോ ഇൻകമിങ് എന്ന് പറഞ്ഞു. റോ ഇൻകമിങ്, റോറിംഗ് കമാൻഡ് റോ ഇൻകമിങ് എന്ന് പറഞ്ഞു. അത് ഓക്കെ, എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ബാലയുടെ വണ്ടി ഇങ്ങനെ വരുന്ന കാണുമ്പം ഹീസ് കമ്മിങ് ലൈക്ക് ഹോമിയോ. ഹോമിയോ ഹോമിയോ. ഓഫ് ഓൺലൈൻ. ഹോമിയോ ഓഫ് ഓൺലൈൻ. ഹീസ് കമ്മിങ് ലൈക്ക് ഹോമിയോ ഓഫ് ഓൺലൈൻ എന്ന് പറഞ്ഞു. ഹോമിയോ ഓഫ് ഓൺലൈൻ. അത് രണ്ട് പ്രിന്റിലും അതുപോലെയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അത് സ്ലോ ചെയ്തിട്ട് കേട്ട് നോക്കി. അങ്ങനെ കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. ഹീസ് കമ്മിങ് ലൈക്ക് ഹോമിയോ ഓഫ് ഓൺലൈൻ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ട തെലുങ്ക് പ്രിന്റില് ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഹിന്ദി സബ് ടൈറ്റിൽ ഉണ്ട്. ഇതിന്റെ അവസ്ഥ കാരണം ഞങ്ങൾക്ക് ഹിന്ദി ഇങ്ങനെ പിറക്കി പിറക്കി വായിക്കാനൊക്കെ അറിയത്തുള്ളൂ. സ്കൂളിൽ ആ ഈ പഠിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞങ്ങൾ കൂട്ടിപ്പറക്കി വായിച്ചു നോക്കി. അതിന്റെ അത് വേറെ അത് വായിച്ചു നോക്കിയപ്പോ അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് രേഖാമേള ഗാവ് അഫിനു ഹേ എന്താ ഓഫ്ലൈൻ ഹേ. ഓഫ്ലൈൻ ഹേ. രേഖാമേള ഗാവ് ഓഫ്ലൈൻ ഹേ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. ഇതിലും ഭേദം അവൻ പറഞ്ഞ ഹോമിയോ ഓൺലൈൻ. ഹോമിയോ ഓൺലൈൻ. ഹോമിയോ ഓൺലൈൻ ആണ് ഇതിലും ഭേദം തോന്നി. എന്താ അയാൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇനിയിപ്പോ ആ പടം പോയി കണ്ടിട്ട് അത് അറിയത്തില്ല. ഡീകോഡ് ചെയ്തിട്ട് അത് കമന്റ് ചെയ്യാം. മലയാളം പ്രിന്റ് ആണ് കാണുന്നെങ്കിൽ ഈ സായിപ്പ് പറയുന്ന 2 സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ആദ്യത്തെ ഡയലോഗ്, അതായത് ആദ്യത്തെ മറ്റേ റോ ഡ്രോയിങ് കമന്റ്. ഇൻകമ്മിങ് ഒരു സൗണ്ടിലും മറ്റേ ഹോമിയോ ഓൺലൈൻ വേറെ ഒറിജിനൽ സായിപ്പ് സൗണ്ടിലും കേൾക്കാം. തെലുങ്കില് പിന്നെ ആദ്യത്തെ ഡയലോഗ് ഒരേ സൗണ്ട് റോറിങ് തന്നെയാണ്. കമാൻഡ്, അത് ദ മാൻ വിത്ത് കറക്റ്റ് റോറിങ് ആയിട്ടാണ് കമാൻഡ്. പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ ഇച്ചിരി ഭീകരമാണ്. ഹോമിയോ പിന്നെ ഓൺലൈൻ ഞങ്ങളത് എന്താന്ന് പറഞ്ഞു. ഞങ്ങളത് പിന്നെ ഡീകോഡ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾക്കത് എന്താണ് ആർമി ഓഫ് ലയൺ എന്ന് ആർമി ഓഫ് വൺ ലയൺ എന്നോ അങ്ങനെ എന്തോ കേട്ടത് ഹീസ് കമ്മിങ് പോലൊരു ലൈക്ക് ആർമി ഓഫ് വൺ ലൈൻ വൺ എന്നുള്ള, ലൈൻ. അതായത് പക്ഷെ അതും കൊണ്ട് ആ, അതിന് പ്രത്യേകിച്ച് അത് അത് അർത്ഥമൊന്നുമില്ല. അതും പക്ഷെ അതും ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. ആർമി ഓഫ് വൺ ലൈനോ അതെന്തോ ഉണ്ടാറത്. എന്താണേലും അതാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് പിടികിട്ടിയത്. എന്നിട്ട് പിന്നെ ബാലയ്യ വന്ന് ഇറങ്ങിയാണ്. ബാലയ്യ വന്ന് ഇറങ്ങിയിട്ട് അറിയാലോ ബാലയുടെ ഫൈറ്റ് ആണ്. അപ്പം ആദ്യത്തെ ഇടിയിൽ തന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ പുള്ളി ബാലയുടെ കാലിലിങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. എന്റെ പൊന്ന് ബാലയ്യ, അബദ്ധം പറ്റിയതാണ്. അതായത് പുള്ളി ഒരു അടി കൊടുക്കുക. ആ അടിയിൽ തെറിച്ച് ചാടി പുള്ളി ഇങ്ങനെ ഒരു ഇങ്ങനെ ആ കുമ്പിട്ട് അരമണ്ടല ഇങ്ങനെ കിടക്കും. പൊസിഷനിൽ കുമ്പിട്ടിങ്ങനെ ഇരിക്കും.
ഇങ്ങനെ ബാലയുടെ കാലിൽ ഇങ്ങനെ കുമ്പിട്ട് നമ്മളിങ്ങനെ ഏതെങ്കിലും ദേവാലയത്തിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കുമ്പിടുമല്ലോ ഇങ്ങനെ നെറ്റ് ഇങ്ങനെ മണ്ണി മുട്ടുന്ന രീതിയിൽ അതുപോലെ ഒരു പ്രത്യേക തരം കുമ്പിടൽ. ബാലയെ പിന്നെ ദൈവമാണല്ലോ പട്ടങ്ങളിൽ, അപ്പം ഗ്രാവിറ്റി ഗോഡ് ആയതുകൊണ്ട് അതെ അതെ, അതൊരു മികച്ച പ്രത്യേകതയാണ് കേട്ടോ. നിങ്ങൾ ബാലയ പടം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് എല്ലാ പടത്തിലും പുള്ളി ഒരു ദേവ്ഡു ആണ്, ദൈവമാണ് എല്ലാവരുടെയും. ഡബിൾ കൈയൊക്കെ കൂപ്പി ഡബിൾ ഇങ്ങനെ. റോള് ഡബിൾ റോള്, ഡബിൾ ഫൈറ്റ്, അതായത് ഐ മീൻ ഡബിൾ റോള്, ഡബിൾ ഹീറോയിന്, പിന്നെ ഫൈറ്റ്, സോങ്, ഇതൊക്കെയാണ് മെയിൻ പ്രത്യേകതകൾ. അതിന് പുറമെ അഞ്ചാമതുള്ള പ്രത്യേകതയാണ് ഈ ദേവിഡു. ദേവ്ഡു. അത് പിന്നെ തെലുങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു സാധനം കൂടെയാണ്. മിക്ക പടത്തിലും ഇപ്പം നമ്മുടെ ആ അയ്യപ്പൻ നായരെ കൊണ്ടുപോയി തെലുങ്കിൽ കൊണ്ടിട്ടപ്പം പുള്ളി ആ അവിടുത്തെ ദേവ്ഡു ദേവിഡു ആയി ആയിരുന്നു. മാറിയായിരുന്നു. മറ്റേതിനുണ്ട്, സ്കന്ദക്കത്തിലും ഉണ്ട് ദേവ്ഡു. ദേവിഡു അപ്പം മറ്റേ എല്ലാത്തിലും രാം ദേവിഡു ആയതുകൊണ്ട് പോത്തിനേനിയുടെ. പക്ഷെ ഇതിന്റെ അത് വെറും ദേവ്ഡു അല്ല, ഇതിന്റെ അതിൽ ഭഗവന്തുടയാണ്, ഭഗവന്തുട. ഭഗവന്തുടേ ഉണ്ട്, അത് വേറെ കാര്യം. ഏതോ അപ്പം എന്തൊരു ദൈവം തന്നെയാണ് കേട്ടോ. കാരണം മലയാളത്തിൽ അതിനെ എന്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. അപ്പം വിളിക്കുന്നത്. അപ്പൊ അതെ അതെ അതെ. yes. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വലയെ ഗേൾഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. ഈ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരൊക്കെ സേവ് ചെയ്യും. അവരെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വലയുടെ മസ്റ്റ് ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ ആദ്യത്തെ നായികനെ കാണിക്കുന്നത്. സൊണാലി ചൗഹാനാണ് തോന്നുന്നു. സൊനാൽ ചൗഹാൻ. സൊണാൽ ചൗഹാനെ കാണിക്കുന്നുണ്ട്. സൊണാൽ ചൗഹാനുമായിട്ടൊരു ഒരു ഗാനമാണ് വരുന്നത്. അപ്പൊ ഗാനം കണ്ടു കഴിഞ്ഞാല് ബാലയുടെ മോളായിട്ടാണെന്ന് അല്ല, ബാലയ്യ പടത്തിലെ പാട്ടുകളെ, ഈ ഫീമെയിൽ നായികയുടെ കൂടെയുള്ള പാട്ടുകൾ ഇച്ചിരി പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം പാട്ടുകളിലെ ബാലയുടെ ഡീലിങ്സ് ഒക്കെ ഇച്ചിരി റോങ് ആണ്. അതായത് പുള്ളിയുടെ നായികമാരെ എന്താ പറയാ, എങ്ങനെ പറയും ഒരു മനുഷ്യൻ. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ എന്നാലും പടത്തില് ഇപ്പൊ നായികമാരെ അങ്ങോട്ട് കയറി പ്രേമിക്കുകയാണെങ്കിലും ബാലയെ കുറച്ച് ഡീസന്റ് ആയിരിക്കും. അതായത് അത് അങ്ങനെ അങ്ങോട്ട് അത് പ്രത്യേകത എന്താന്ന് വെച്ചാൽ പാട്ടുകൾ നോർമലി നായകന്മാരുടെ ചിന്തയിലുണ്ടാവുന്ന ഇമാജിനേഷനിൽ നിന്ന് ഇമാജിനേഷൻ വരുന്ന പാട്ട്. എന്നുള്ളൊരു അതായത് ബാലയെ അല്ല അവിടെ റോങ് ചെയ്യുന്നത്. ഇമാജിൻ ഇവർ ബാലയുടെ ഇമാജിൻ ഇമാജിനേഷൻ ചെയ്ത് ആണല്ലോ. ബാലേനെ അങ്ങനെ ആക്കുവാണ്. സ്ത്രീകൾ നായികമാരുടെ ഇമാജിൻ ഇമാജിനേഷൻ ചെയ്ത്. ആണല്ലോ. അപ്പൊ അവർക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുന്ന ഒരു പേഴ്സ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ലെവലായതുകൊണ്ടാണ് ബാലയെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അപ്പൊ നീ ഈ ഫസ്റ്റ് ബാലയ്യ പാർട്ടിൽ പടത്തില് അങ്ങനൊന്നും ഇല്ല കേട്ടോ. ബാലയ്യ പടത്തിൽ ഞാൻ ബാലയുടെ സൈഡാണ് ഫുൾ ടൈം. ഫുൾ ഓൺ ഫുൾ ബാലയ്യ സപ്പോർട്ട്. ബാലയുടെ പാട്ടിന്റെ അകത്ത് ലിറിക്സിൽ ഇങ്ങനെയൊക്കെയാണ്: ടൈം ബോംബായി പൊട്ടിത്തെറിക്കുന്ന ടൈം ബോംബാണ് എന്റെ പെണ്ണ്, ഫയർ ഡാൻസ് ചെയ്യുന്ന ഫയർ ഡാൻസ് പെണ്ണിനെ ചെയ്യുന്ന ഫയർ ഡാൻസ് ചെയ്യുന്ന പെണ്ണെ നീ എന്നെ ഉള്ളിൽ ഫയർ ഡാൻസ് ചെയ്യുന്ന പെണ്ണെ എന്നുള്ളിൽ, പെണ്ണെ നിന്നുള്ളിൽ ഞാൻ റെയിൻ ഡാൻസ് ചെയ്യുന്ന തില്ലാന. തിന്നാണ്. ഫയർ ഡാൻസ് ടൈം ബോംബ് ഞാൻ പാടുന്നില്ല, എന്തായിരുന്നു പാട്ടോ. ആ ട്യൂൺ? എന്തായിരുന്നു? ടൈം ബോമായി പൊട്ടിത്തെറിക്കുന്ന ടൈം ടൈം എന്തായിരുന്നു ട്യൂൺ? ബോംബാണ് എന്റെ പെണ്ണ്, പെണ്ണ്. ഫയർ ഡാൻസ് ചെയ്യുന്ന പെണ്ണെ നിന്നുള്ളിൽ ഞാൻ റെയിൻ ഡാൻസ് ചെയ്യുന്ന തിന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വേറെന്താ ഉണ്ടല്ലോ, മദർ ലാംഗ്വേജ് ഓ, അത് അതുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ ബാലയ്യ എന്താണ് 5 വയസ്സുള്ള പിള്ളേർക്ക് വരെ ചേട്ടനാണ്, അങ്ങനെയാണ് ബാലയുടെ ഒരു രീതി. പക്ഷെ ഇതിന്റെ അകത്ത് ഇച്ചിരി ഡിഫറെന്റ് ആണ്. ബാലയ്യന്റെ അകത്തില് അമ്മാവന്നൊക്കെ വീട്ടിലുള്ള പിള്ളേരൊക്കെ. അമ്മാവ. അമ്മാവനായിട്ടുള്ള ഒരു പടം കൂടെയാണ്. എനിക്കത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. എന്റെ ചെറുപ്പക്കാരനായ ബാലയ്യനെ എല്ലാരും അമ്മാവന്നൊക്കെ വിളിച്ച. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിള്ളേരെ നോക്കി വെച്ചിട്ടുണ്ട്. അത് ബാലയെ ബ്രേക്ക് ചെയ്യുന്നതാണ്, പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് പിന്നെ ഇതിന്റെ അകത്തും മറ്റേ ഇങ്ങേരുണ്ട്, എന്തോ അയാളുടെ പേര്, ബ്രഹ്മാനന്ദം. അയ്യോ, പുള്ളി എല്ലാത്തിന്റെ അകത്തുള്ള പോലെ ഇച്ചിരി വെറുപ്പീരാണ് ഇതിന്റെ അകത്തും. ഈ ബാലയുടെ മദർ ഗുരുവായിട്ട് ലാംഗ്വേജ് അതർ ലാംഗ്വേജ് എന്ന് നീ പറഞ്ഞില്ലേ, അത് പുള്ളി പുള്ളിയുടെ പറയുന്നുണ്ട്. ഡയലോഗാണ്. അതായത് ഈ സ്നേഹ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് സൊണാലാണോ എന്ന് എനിക്കറിയില്ല. സൊണാൽ ചൗഹാന്റെ ക്യാരക്ടർ സ്നേഹ എന്ന് വിളിക്കാൻ പുള്ളിക്കാരി, അതായിരിക്കും എളുപ്പം. സ്നേഹ എന്ന് പറയുന്ന ക്യാരക്ടർ ഇച്ചിരി ഒരു
ബോൺ ആൻഡ് ബോട്ടപ്പ് ദുബായ് ആണ്. അപ്പം പുള്ളിക്കാരി ഇച്ചിരി മോഡേൺ ആണ്. അപ്പം ഈ പുള്ളിയുടെ ക്യാരക്ടർമാര് ഭയങ്കര ചൊറിയാണ് കേട്ടോ. ആദ്യം കയറി വരുമ്പോ തന്നെ ഒരുമാതിരി വല്ലാത്തൊരു വർത്താനാണ് പറയുന്നത്. ഈ പുള്ളിക്കാരിയോട് എന്താണ് പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ്ങിനെ പറയും, പിന്നെ നാട്ടിന്റെ ട്രഡീഷനോടെ തിരിച്ചു പോകണം, അങ്ങനത്തെ ഒരു വർത്താനൊക്കെ ഉള്ള ഒരു പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ ഡയലോഗാണിത്. ബാലയെ അങ്ങനെ പുള്ളിയുടെ ഡയലോഗ് ബാലയെ ഭയങ്കര മോഡേൺ. ബാലയെ സപ്പോർട്ടാണ്. നമ്മുടെ സ്നേഹയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സ്നേഹയുടെ ബാലയെ അങ്ങനെയാണ് കേട്ടോ. നമ്മള് സ്ത്രീകളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും പാട്ടുകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ. പാട്ടുകൾ അത് പിന്നെ ഹീറോയിന്റെ ഇമാജിനേഷൻ അല്ലേ, ബാലയെ എന്ത് പഠിച്ചു ഹീറോയിൻ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അവരാണ് ആര് പറഞ്ഞത് അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യാനായിട്ട്. പാവം ബാലയെ എല്ലാത്തിലും ഡീസന്റ്. അപ്പൊ എന്നിട്ട് ഈ കുറ്റം പുള്ളി പറയാൻ ബാലയ്ക്ക്. പറയുന്ന ഡയലോഗാണത്. അതായത് ഇവള് എന്താണ് എയർ ഹോസ്റ്റസ്. അപ്പൊ പുള്ളിക്കാരി ഡിഫറെന്റ് പല ലാംഗ്വേജിൽ പുള്ളിയെ ലാംഗ്വേജില് തെറി വിളിക്കും. തെറി പറയും. അപ്പൊ അങ്ങനെ തെറി മദർ വിളിക്കുമ്പോ ലാംഗ്വേജ്. പറയുന്നതാണ് മദർ ലാംഗ്വേജിനെ അതർ ലാംഗ്വേജ് കടത്തി വെട്ടിയല്ലോ എന്ന് പറയുന്നത്. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള പഞ്ചൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്റെ ദൈവമേ, എനിക്കറിയത്തില്ല പുള്ളി ഏത് പടത്തിൽ വന്നാലും എനിക്ക് വെറുപ്പീരായിട്ടാണ് തോന്നുന്നത്. എനിക്കറിയില്ല നാട്ടുകാർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്കൊക്കെ എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് സത്യമായിട്ട് വേറൊരു അറിയില്ല. പുള്ളിയും കൂടെ ഉണ്ട് ഇതുപോലെ തന്നെ തെലുങ്കിലുള്ള ചിലവന്മാരുണ്ട് ഇങ്ങനെ ഇത്തിരി വെറുപ്പീരാണ് അവരുടെ ഇതൊക്കെ. ഇച്ചിരി പക്ഷെ ഭീകരമാണ് പുള്ളി. ഞാൻ മൊഴിക്കകത്ത് കുഴപ്പമില്ലായിരുന്നു. മൊഴി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് കറക്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ചില ഞാനങ്ങനെ പടങ്ങളിലൊക്കെ പുള്ളിയുടെ പ്രശ്നമുണ്ട്. ഒരു കോമഡി, നല്ല കോമഡി എന്ന് പറയാൻ വേണ്ടിയുള്ള പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു പടവും ഇല്ല. ഉം. പിന്നെ അപ്പൊ പാട്ടുകളെ എനിവേസ് കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു പാട്ടുണ്ട്, ലസ്ക് ഡപ്പ എന്ന് പറഞ്ഞിട്ട് ഹംസവാന്തിനി വന്ന് ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് അത് മറ്റേ കേൾക്കുമ്പോഴേ അറിയാം അത് മറ്റേ റിംഗ 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 പാട്ടിന്റെ. റിംഗ 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 അതിന്റെ റീമേക്ക് പോലെയാണ് ഇരിക്കുന്നത് കേട്ട് ആ, കഴിഞ്ഞാല്. പിന്നെ മറ്റേ പാട്ടിന്റെ കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മറ്റേ നാക്കണ്ടി ചുപ്പല്ലോക്കി പ്രേമം ചേരുന്നേ ആ പാട്ട്. അത് ബാലയ്യയുടെ, അതായത് ആസിഡ് ബ്ലഡഡ് ബാലയ്യയുടെ റൊമാൻസ് സീനാണ്, രാധികാപ്തയായിട്ടുള്ള റൊമാൻസ് വരുന്ന പാട്ടാണ്. വേറൊരെണ്ണം ഉണ്ട് ഈ സ്നേഹമായിട്ടുള്ള വെഡിങ്. ഇവര് അതായത് നമ്മൾ പറഞ്ഞോണ്ടിരുന്നതിന്റെ ബാക്കിയായിട്ട് പറയുവാണ്. അതായത് ഇവര് ഡിസ്കസ് ആദ്യം അമ്മച്ചിയെ വിളിച്ചിട്ട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടമാണ് എന്ന് പറയും. ബാലയെ ഇഷ്ടമാണ്. പറയും. അപ്പം അപ്പൊ ബാലയുടെ അമ്മച്ചി പറയും വേണ്ട വേണ്ട, നീ അവിടെ തന്നെ വരണ്ട, നാട്ടിലോട്ട് വരണ്ട, നീ അവിടെ തന്നെ കല്യാണം കഴിച്ചാൽ മതി, നീ നാട്ടിലോട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞങ്ങൾ പറയും. കാരണം അങ്ങോട്ട് അടിയും വരാന്ന് പിടിയൊക്കെ പറയും. ആയതുകൊണ്ട്. അതെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറയും. അപ്പൊ ഇവരുടെയൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പം ഈ പുള്ളിയാണ് പക്ഷെ ഈ മറ്റേ എന്തായിരുന്നു ബ്രഹ്മാനന്ദം അത് ബ്രഹ്മാനന്ദം. ക്യാൻസൽ ചെയ്യും ബഡ്ജറ്റിന് പുള്ളി വേണ്ടിട്ടെന്തോ. അല്ല പുള്ളി ഇവനാരാ പറയുന്നത് ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇത്? പുള്ളി പറയുന്നത് എന്താ ലോജിക്കാന്ന് അറിയാവോ? എന്താ അവിടെ നാട്ടില് എന്താ ലഡുവും ജിലേബിയും പൂക്കളും ഒക്കെയാണ്. ഇവിടെ നീ എന്താണ് ഒട്ടകപ്പാലും ഡേറ്റ്സും ഒക്കെ കൊടുക്കേണ്ട ആ വരും കല്യാണത്തിന്. പിന്നെ നിനക്ക് ഇവിടെ അവളെ ട്രഡീഷൻ കിട്ടത്തില്ല. ഗോമനാവിനെ കൊണ്ടുപോയിട്ട് നമുക്ക് പൂജിക്കാം, ഇവിടെ ആരാ ഉള്ളതെന്ന് പുള്ളിക്ക്. അപ്പം ഉള്ള പുള്ളി അപ്പൊ ബാലയോട് ബാലയെ കൗണ്ടർ പറയും, ഒട്ടകം ഉണ്ടല്ലോ എന്ന് പറയും. സ്വരത്തിന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കണ്ടം പിന്നെ വന്ന് മലയാളം ഡബിലും വെൻ മലയാളത്തില് ഇൻ റോം ബി റോം എന്ന് തെലുങ്ക് ഡബിലും പറയുന്നുണ്ട്. തെലുങ്കിലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് തീരുമാനിക്കും നമുക്ക് നാട്ടിൽ തന്നെ പോകാമെന്ന്. അമ്മച്ചിയോട് ചോദിക്കാതെ, അമ്മച്ചിയോട് പറയാതെ സർപ്രൈസ് ആയിട്ട് ഇവര് നാട്ടിലോട്ട് പോകും. സർപ്രൈസ് ആയിട്ട് നാട്ടിൽ ചെല്ലുമ്പോ പറയുന്ന ഡയലോഗൊക്കെയാണ് ഈ മറ്റേ എന്താ മദർ ടങ്ങിനെ കടത്തി വെട്ടി പോലത്തെ ഡയലോഗൊക്കെ. എന്നിട്ട് അവര് അപ്പൊ ഇങ്ങനെ ബാലയെ വണ്ടിയിൽ അങ്ങനെ യാത്ര പോവാണ്. ചെയ്യുന്നത്. ബാലയ പോകുന്ന സമയത്ത് നമ്മുടെ ജിതേന്ദ്രയ്ക്ക് 2 മക്കളുണ്ട്. അപ്പൊ അതില് മൂത്ത മകൻ ആരെയോ 3 വഴിയിലിട്ട്, മക്കളുണ്ട്. 3 മക്കളാണ്, സോറി 3 മക്കളുണ്ട്. മൂന്നാമത്തേന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ. ഇല്ല അത് ഇല്ല തന്നെ ഇല്ല. പക്ഷെ അവരവിടെ അവനാണ് ഉണ്ട് കഥ എന്നുള്ളത്. കേൾക്കുന്നവൻ. ആ അവനാണ് ശരി, ശരിക്കുള്ള ലെജൻഡിന്റെ കഥ കേൾക്കുന്നവൻ. അവനാണ് ലക്കി സ്റ്റാർ. റൈറ്റ്. അപ്പം ഇവനെ ഈ മൂത്ത മകൻ ആരെയോ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തല്ലിക്കൊണ്ടിരിക്കുമ്പം ബാലയ വണ്ടിയിൽ വരും. ബാലയെ നോക്കുമ്പോ അവനിങ്ങനെ വെടിവെക്കാൻ പോവാണ്. വെടിവെക്കാൻ പോകുമ്പോൾ ബാലയെ അവിടെ ഇരുന്ന് ഹോൺ അടിക്കും വഴിയിൽ നിന്ന് മാറുന്നുള്ള രീതിയിൽ. അപ്പം മറ്റവൻ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും, ഇവൻ ആരായാലും കിടന്ന് ഹോൺ അടിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ബാലയെ അവിടെ അവനെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാ തെലുങ്ക് പടത്തിലും ഒരു തല്ലുകൊള്ളിയായിട്ട് വരുന്ന ഒരുത്തനാണ്. എല്ലാ തെലുങ്ക് പടത്തിലും ഇവനാണ് തല്ലുകൊള്ളി. എല്ലാത്തിലും ഉണ്ട്. അതെ, അക്കണ്ടയിൽ വരെ ഉണ്ട് ഇതിനകത്തിലൊക്കെ പുള്ളി. മറ്റേ എവിടു എന്ന് പറഞ്ഞൊരു പടമില്ല, എന്റെ മലയാളം ഡബിന്റെ പേര് ബയാമി ബ്രദറോ അങ്ങനെ എന്താണ്ടും പറഞ്ഞൊരു ബയ്യാമി മലയാളം ബ്രദർ, ഡബ് ഉണ്ട്. ബയ്യാമി ബ്രദർ. അതിനകത്തിലൊക്കെ ഉണ്ട്. അതിനകത്തില് എനിക്ക് തോന്നുന്നു ഒരു അല്ലു അർജുന്റെ കഥക്കകത്തിലുള്ളവനാന്ന് തോന്നുന്നില്ലേ? അല്ലു അർജുന്റെ കഥക്കകത്തിൽ അടികൊള്ളാൻ വരുന്നവനാണ്. ഇവൻ എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ. സ്ഥിരം റോളാണ് പുള്ളിയുടെ. അപ്പം പുള്ളി ഇങ്ങനെ തോക്കം പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പൊ മറ്റേ ആള് വീണ് കിടക്കുകയാണ്, ഈ ഓടിച്ച പുള്ളി വീണ് കിടക്കുകയാണ്. തോക്കം പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ബാലയെ ഹോൺ അടിക്കുന്നത്. അപ്പൊ ഇവൻ മാറത്തില്ല. ബാലയെ എന്ത് ചെയ്യും? ബാലയെ വണ്ടി എടുത്തിട്ട്
ആ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു സീൻ ചെറുതായിട്ട് മിസ്സായി. മറ്റേ മത്സ്യത്തൊഴിലാളികളുടെ സീൻ, ഇതിന്റെ ഒരു ചെറിയൊരു വേറെ ഒരു സീൻ ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? എല്ലാരെയും കൂടെ ഒരു ഹാർബറിൽ ഇട്ടിട്ട്. ആ അതും ഇതുപോലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇങ്ങനെ ജിതേന്ദ്രന്റെ ആൾക്കാരും ഈ പറഞ്ഞ മകനും അവിടെ ഉണ്ട്. അത് ശരി, അവനെയാണ് ഓടിച്ചാണ് ഇവിടെ എത്തുന്നത്. ഓടിക്കുകയാണ്. കറക്റ്റ്, അതെ ഞാൻ അതെ. മനസ്സിലാക്കി. അതായത് നമ്മുടെ ദുബായ് സീൻ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ദുബായ് കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്ന സീൻ ഈ ഒരു ഹാർബർ പോലത്തെ സ്ഥലമാണ്. മീൻ മീൻ പിടിക്കുന്ന ആൾക്കാരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് വന്ന് ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. കുറെ മറ്റേ ഈ എന്താണ്, എന്താ അതിന് പറയുന്നത്, മറ്റേ സ്റ്റീലിന്റെ ബോക്സ്, എന്താണ് കണ്ടെയ്നർ അതിന്റെ പറയുന്നത്, കണ്ടെയ്നറുകൾ. കണ്ടെയ്നറുകൾ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതിനിടയ്ക്ക് വന്നിട്ട് കുറെ ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ എന്താണ്, ആരാ വരുന്നത്? ജിതേന്ദ്രനും മക്കളും വരും അല്ലേ? എല്ലാരും വരുമെന്ന് അറിയത്തില്ല, ജിതേന്ദ്രനും 3 ഉണ്ടെന്നുണ്ട്. ആ ആ. മൂത്ത മോൻ അവിടെ ഉണ്ട്. അപ്പം ഇവര് ഈ മത്സ്യത്തൊഴിലാളികളിൽ ഒരു പുള്ളിയുണ്ട്, അവരുടെ MLA ഒക്കെ ആയിട്ട് നിന്നിരുന്നത്. അയാൾക്ക് ഒരു കൈയില്ല. അത് ഈ ജിതേന്ദ്രനൊക്കെ എടുത്തതാണ്. അപ്പം പുള്ളി അവിടെ അത് ഇതിന്റെ വരുന്നുണ്ട്. ഫ്ലാഷ് ബാക്കി പറയും, നമ്മുടെ ആ എന്താ അണ്ണന്റെ ഫ്ലാഷ് ബാക്കി പറയും, ബാലയ്യ ആസിഫ് അണ്ണന്റെ. മാലയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് അതിനെ കൈവായെന്നൊക്കെ. അപ്പം ഇങ്ങേരെ അവിടെ ഉണ്ട്. അപ്പം ഇവര് അവിടെ ഹാർബറിൽ ഈ ജിതേന്ദ്രനൊക്കെ അവിടെ ഹാർബറിനെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബാലയ്യ അല്ല, ഐ മീൻ ബാലയ്യ, നമ്മുടെ ഡാഡി ഗിരിജ, അതായത് ജഗപതി ബാബു വരും, ജിതേന്ദ്രൻ വരും. ഗിരിജ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തിനാ ഇവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നത്, കൊന്നുകാണല്ലോ എല്ലാത്തിനെയും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒറ്റയടി എല്ലാത്തിനെയും ഒറ്റയടി എല്ലാത്തിനെയും അങ്ങ് കൊല്ലും. നമ്മളത് പ്രതീക്ഷിക്കത്തില്ല. നമ്മളവർക്ക് ഓക്കെ മേ ബി രണ്ട് തല്ല് കൊടുക്കുമായിരിക്കും, അതോടെ എല്ലാം സമ്മതിക്കുമായിരിക്കും. ഇവനോടൊക്കെ എന്തിനാ ഡയലോഗ് അടിക്കുന്നത്, കൊന്നു കളയാൻ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് കൊല്ലുക അതെ ചറവാറാന്നിട്ട്. അതെ. എല്ലാം ഫാസ്റ്റ് രജിസ്ട്രേഷൻ ഈ അത് ഈ പടത്തിനകത്ത് കേട്ടോ, നമ്മളെ കണ്ടെയ്നറിനൊക്കെ ബോറടിപ്പിക്കത്തില്ല. ഈ വീഡിയോ ഗെയിമിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ എവിടെ നിന്നാന്ന് അറിയില്ല, ഇങ്ങനെ ഹെൻച്ച്മെൻ ഇങ്ങനെ സ്പോൺ ചെയ്ത് വരും, ഇങ്ങനെ എങ്ങനെ നമുക്ക് ഇടിച്ചിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ കണ്ടെയ്നർ തുറന്നിട്ട് ഒരു ലോഡ് ആൾക്കാർ വരും. ഇവന്മാരെല്ലാം കൂടെ വന്നിട്ട് ഈ ഇവിടുത്തെക്കാരെല്ലാം തട്ടും. അപ്പൊ ഇവന്മാരെല്ലാം തട്ടുമ്പോഴത്തേക്ക് ഈ മറ്റേ ഒറ്റക്കൈയുള്ള പുള്ളി ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോ അവനെ പിടിക്കാനായിട്ട് പുറകെ ഓടും. അങ്ങനെ പുറകെ ഓ ചേസ് ചെയ്താണ്. അത് പറഞ്ഞപ്പോഴേ ഇതിനകത്ത് മറ്റേ പുള്ളിയുണ്ട്, മറ്റേ എല്ലാത്തിനും നമ്മുടെ പുലിമുരുകനകത്ത് പുലിമുരുകനെ ബൂസ്റ്റ് ചെയ്യാൻ വരുന്ന പോലെ എല്ലാ തെലുങ്ക് പടത്തിലും തെലുങ്ക് നായകന്മാരെ ബൂസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു അപ്പച്ചനില്ലേ, അത് ഇതിനകത്തിലുണ്ട് ആ പുള്ളി. ഉണ്ടുണ്ടുണ്ടുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് പുള്ളി മറ്റേ ആ, ഏതിനകത്തിലായിരുന്നു ജയപ്രകാശ് റെഡ്ഡി എന്നാന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. പുള്ളി ഓ ആ ഇതിന്റെ അകത്തുണ്ട്, നമ്മുടെ അല്ലു അർജുന്റെ മറ്റേ പടം ഉണ്ടല്ലോ, ഈ ശ്രുതിഹാസനൊക്കെ ഉള്ള റേസ് ഗുരം. അതിന്റെ അകത്ത് DGP ആയിട്ട് വരുന്നുണ്ട്. ലക്കി ദ റേസർ. ലക്കി ദ റൈസർ. അത് തന്നെ, ലക്കി ദ റൈസറിന്റെ അകത്ത് അതിന്റെ അകത്ത് DGP ആയിട്ട് വരുന്ന അങ്ങനെ ജയപ്രകാശ് റെഡ്ഡി എന്ന പുള്ളിയുടെ പേര്. ഞങ്ങള് കണ്ട ബാലിംഗ എല്ലാത്തിനകത്തിലും പടത്തിലൊക്കെ പുള്ളിയുണ്ട്. ഉണ്ട് ഉണ്ട് എല്ലാത്തിന്റെ ഉണ്ട്. അകത്തും ഉണ്ട്. എല്ലാത്തിനകത്തിലും പുള്ളി വന്നിട്ട് ഇങ്ങനെ പുള്ളി വലിയൊരു സംഭവമായിരുന്നു, എന്താണ് പുള്ളിയാണ് നാട് ഭരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പുള്ളിയുടെ ഇങ്ങനെ തരുമല്ലേ ആ ഷോക്ക് പുള്ളി. ആയിട്ടുള്ള റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ആ, ഫൈറ്റിന്റെ ഇടയിലൊക്കെ, അതൊക്കെ ഉണ്ട്. കൈയൊക്കെ കൂപ്പി. പക്ഷെ ഇതിനകത്ത് ഇത് വലിയ ആദ്യം തട്ടിക്കളയും. ആ, വേണ്ട ഈ ശല്യം എന്നൊക്കെ. അല്ല ഇതിലുണ്ട് പുള്ളിയുണ്ട്. പിന്നെ അവസാനം അങ്ങോട്ടുണ്ട് വരെയുണ്ട്. ഇപ്പത്തെ ഈ ഒരു സീനിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ അങ്ങ് കൊല്ലത്തില്ലേ പുള്ളിയെ? ഇല്ല 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 ഇല്ല, പുള്ളിയുണ്ട്. പുള്ളി ഓ അവസാനം വരെ അല്ല, ഉണ്ട്. ആ, പുള്ളി പാസ്റ്റിലാടാ ഉള്ളത്. നീ ആരുടെ കാര്യാ അല്ല പറയുന്നത്? ഞാൻ പറയുന്ന ആളുടെ അല്ല കാര്യം തന്നെ, ഒരു അപ്പച്ചന്റെ കാര്യല്ലേ നീ പറയുന്നത്, മറ്റേ ഫ്രെയിൽ ആ ആയിട്ടുള്ള ഒരു അപ്പച്ചൻ. അല്ല, അയാളല്ല നീ ഉദ്ദേശിച്ച ഉം. ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ആ മറ്റേ അങ്ങേരല്ല ഞാൻ പറഞ്ഞത്, മറ്റേ പുള്ളിയുടെ ആ വണ്ണമുള്ള അങ്ങേരുണ്ടല്ലോ, ആഹാ, അയാളല്ല. ഓയ്, ഞാൻ അയാളുടെ ബാലയുടെ. കാര്യമല്ല പറഞ്ഞ കേട്ടോ. ആ ഞാൻ പറഞ്ഞത് മറ്റേ എനിക്ക് ഫ്രെയിൽ മനസ്സിലായി. ആയിട്ടുള്ള ഉണ്ടക്കണ്ണുള്ള അപ്പച്ചനെയാണ്. എല്ലാത്തിലും ആ മറ്റേ ഇങ്ങനെ വന്നിട്ട് ഞാൻ അയാൾ വലിയൊരു സംഭവമായിരുന്നു, അതായത് കാട്ടിലെ സിംഹം. സിമിലർ റോള് പറയുകയാണെങ്കിൽ മറ്റേ KGF 2 അകത്ത് ഒരു കിളവൻ വന്നിട്ട് ഇങ്ങനെ റോക്കി ബായിനെ ബൂസ്റ്റ് ആ ചെയ്തില്ലേ, സെക്കൻഡ് ഇതിൽ എല്ലാ വന്നിട്ട് ഇങ്ങനെ. പടത്തിലും ഇങ്ങനെ നായകന്മാരെ ബൂസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു അപ്പച്ചനെ. ഞാനിത് തെലുങ്ക് പടത്തിൽ കുറെ എണ്ണത്തിനകത്ത് ഞാൻ ഈ അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്നിട്ട് അവസാനം ഈ കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ ചാവും. അതാണ് ഇങ്ങനെ ആ മിക്കവാറും ആരെങ്കിലും തട്ടിപ്പോവും. തല്ലിക്കൊല്ലുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ ഒറ്റക്കൈയുള്ള പുള്ളിയുടെ അച്ഛനായിട്ട് ഏതാണ്ടാണ് അതെ അങ്ങനെ അതെ ഇതിന്റെ അതെ. അകത്ത് വരുന്നത്. അതെ, ഞാൻ ആ പുള്ളിയുടെ കാര്യം അറിയാം. എനിക്ക് മനസ്സിലായി, നീ MLA മന്ത്രിയോ അങ്ങനെ എന്താണ്ട് ഒരു ആ ക്യാരക്ടർ ചെയ്യുന്ന MLA ആളുടെ ആയിട്ട് കാര്യമാണ്, വരുന്നു. വണ്ണമുള്ള. ആ ശരിയാണ് ശരി. ആള് മാറിപ്പോയതാണ് ചെറുതായിട്ട് കേട്ടു. ആ അപ്പം ഈ ഒറ്റക്കൈനെ എന്നിട്ട് ഓടിച്ചാണ് ബാലയ്യയുടെ ഫ്രണ്ടിൽ കൊണ്ടിടുന്നത്. അപ്പൊ ബാലയ്യ ഇങ്ങനെ ഹോൺ അടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് മറ്റവനെ ഇടിച്ച് തെറിപ്പിക്കും. അതായത് ഈ കിടക്കുന്നവന്റെ മേലെ കൂടെയാണ് വണ്ടി ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഇടിച്ച് തെറിപ്പിക്കും. തെറിപ്പിക്കുന്ന ആ വണ്ടി കറങ്ങുന്ന സമയത്ത് തന്നെ പുള്ളി ഡോറ് തുറന്നിറങ്ങി അവനെ പിടിച്ച് വണ്ടിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് അവനെ വെച്ചോണ്ട് ആ വണ്ടി ഒന്ന് ഒന്ന് റൊട്ടേറ്റ് അടിക്കും.
എന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുമ്പോ ബാലയെ അവനെ ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് എടുത്തെറിയും. അപ്പൊ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള നല്ല സീനുകൾ. ഈ ബോയപ്പെട്ടി ശ്രീനുവിന്റെ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് പ്രത്യേകതരം ഭയങ്കര ഭയങ്കര സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകളാണ്. അത് നമ്മൾ അതെ അതെ ഉദ്ദേശിച്ച അതെ അതെ. സ്റ്റൈലിസ്റ്റിക് എന്ന് പറയുമ്പം ജോൺ വിക് സ്റ്റൈലിസ്റ്റിക് അല്ല ഇത്. അല്ല 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 ഇത് അല്ല. ഈ ഗ്രാവിറ്റി ഡിഫൈയിങ് സ്റ്റൈലുകളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പക്ഷെ അത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നല്ല രസം, അതങ്ങനെ നല്ല എടുത്തു രസം വെച്ചിരിക്കുന്നത്. കണ്ടോണ്ടിരിക്കാൻ. അതെ അതെ അതെ, ചില നല്ല ഫൈറ്റ് ഒക്കെ ഭംഗിയാണ്. കാണുമ്പോൾ നമ്മളാകുമ്പോ ഇതെന്തോന്ന് ഈ കത്തി അടിയൊക്കെ കാണാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള അതെ ഫൈറ്റുകളാണ്. വെറും പറപ്പീരല്ല കേട്ടോ. അതായത് ഈ ബാലയെ ചവിട്ടി കഴിഞ്ഞാൽ പറന്നു പോകും അങ്ങനെയല്ല. ബാലയെ ലെഗ് വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ. എന്താണ് പിടിക്കുക അടിക്കുക ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ആകാശത്തോടെ സ്പേസിലോട്ട് പോകുന്നവരൊക്കെ നമുക്ക് ആ തോന്നും. പക്ഷെ ഇപ്പൊ പിടിച്ച് ഇപ്പൊ തിരിച്ച് ഇവനെ കൊണ്ടുവരും. തന്നെ ഇവനെ തന്നെ ഈ കാറിലിട്ട് കറക്കിയിട്ട് ഇവനെ പിടിച്ച് മുകളിലോട്ട് കയറി. അപ്പൊ ആദ്യത്തെ ഷോട്ട് കണ്ടു കഴിഞ്ഞ് ഇവനങ്ങ് സ്പേസിലേക്ക് പോകുന്ന പോലെയാണ് പറന്നു പോകുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഓർത്തു അയ്യോ ഇവനങ്ങ് ആകാശത്തിലേക്ക് പോകും. പക്ഷെ അങ്ങനെ പോയില്ല. അവനങ്ങ് തെറിച്ചങ്ങ് ദൂരേക്ക് വീണതേ ഉള്ളൂ. കാര്യം ഇങ്ങനെ ഇടിക്കുന്ന ഇടിയിൽ ആൾക്കാർ ഇങ്ങനെ ബാലയുടെ കാലിൽ കുമ്പിടുക. അതും വീരസിംഹ റെഡ്ഡിയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ അകത്തൊക്കെ ഉള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പറക്കുവാണ് ഇങ്ങനെ സ്പൈഡർമാൻ പറക്കുന്നത്. ഇങ്ങനെ ചാടും ഇങ്ങനെ ജമ്പ് ചെയ്ത് പറക്കുന്ന ഫൈറ്റുകളാണ്. പക്ഷെ അതിനകത്തിലൊക്കെ നോക്ക് ചുമ്മാ അങ്ങ് പറന്നു പോവല്ല. അതിനകത്തിലൊക്കെ വലയെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പുള്ളി ആ അതിന് അതെ ഉറപ്പായിട്ടും. ആയാസം എടുക്കുന്നുണ്ട്. അതല്ലേ നമുക്കൊരു ആ രസം അതെ 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 തോന്നുന്നു. അതെ 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 ഇതിലും കുമ്പിടുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരുത്തനെ എടുത്ത് കറക്കിയിട്ട് അവന്റെ തല ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് ആ ഇങ്ങനെ പിടിച്ചിട്ട് അയ്യോ ഇങ്ങനെ ഇങ്ങനെ ഓ നെല്ല് എന്റെ കുത്തുന്ന ദൈവമേ, പോലെ അത് ഇങ്ങനെ കാണുമ്പോൾ ഇടിക്കുന്നുണ്ട്. നമുക്ക് വേദന എടുക്കും അതുപോലത്തെ ആ ഒരു അത് അവരത് ഗ്രാഫിക്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ തല ഇങ്ങനെ അങ്ങ് അവന്റെ കഴുത്തൊടിഞ്ഞ് അങ്ങ് തല അങ്ങ് ഉം. ഇങ്ങനെ ഇടിച്ച് ഈ കയറുന്ന ചളങ്ങി പോലെയൊക്കെയാണ്. പോവും. ആ അതായത് ആളെ നേരെ തലയും കുത്തി നിർത്തി റോഡിൽ തല ക്രാഷ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആ ഫ്ലെക്സ് നെല്ല് ഇതാക്കും. കുത്തും ഇങ്ങനെ 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 ഒലക്കൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തുന്ന എടുത്ത് കുത്തും. പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ പിന്നെ ഇടിക്കുന്ന ഇടിയില് ഇപ്പം ഇപ്പം ഇതിന്റെ അകത്ത് ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാസിഡ് ബാലയുടെ ഫൈറ്റുകളൊക്കെ കാണിക്കുമ്പം നമ്മൾ തോർ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തോറിന്റെ ഹാമർ യെസ് യെസ്. ഉണ്ടല്ലോ മ്യോൾനർ. അല്ലെങ്കിൽ സ്റ്റോം ബ്രേക്കർ ആണെങ്കിലും ഏറ്റവും പുതിയ ആ ഇതാണെങ്കിലും സ്റ്റോം ബ്രേക്കർ ആണ് സ്റ്റോം കുറച്ചുകൂടെ ബ്രേക്കർ ആയിരിക്കും ചേരുന്നത്. കുറച്ചുകൂടി റിലേറ്റബിൾ. അതെ അതെ, കോടാലി പോലത്തെ കാര്യം സാധനമാണ്. കാര്യം ഇതില് അണ്ണൻ ബാലയുടെ ആസിഡ് ബാലയുടെ വെപ്പണായിട്ട് വരുന്നത് ഒരു കോടാലി പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പൊ അതും സ്റ്റോം ബ്രേക്കർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യും. സ്റ്റോം ബ്രേക്കർ ആണെങ്കിൽ തോർ ഇങ്ങനെ റീകോൾ ചെയ്യുമ്പോഴാണ് വരുന്നത്. ഇതങ്ങനെയല്ല. ഇതിങ്ങനെ എറിഞ്ഞിട്ട് വില്ലന്റെ മേത്ത് കൊണ്ടിട്ട് ആ വില്ലൻ അടക്കമാണ് തിരിച്ചു വരുന്നത്. വില്ലൻ അടക്കം ബൗൺസ് ചെയ്ത് തിരിച്ചു വരും ബാലയുടെ കയ്യിലോട്ട്. അതായത് വെപ്പൺ തിരിച്ചു പിന്നെ വരികയല്ല. അല്ല. എറിഞ്ഞ ആർക്ക് നേരെയാണ് എറിഞ്ഞത് അവൻ ബൗൺസ് ആയിട്ട് ആ വെപ്പണമായിട്ട് തിരിച്ചു വന്ന് ബാലയുടെ കൈ കൊണ്ട് കൊടുക്കും ഇങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുമ്പിടുന്ന സാധനമൊക്കെ ഉണ്ട്. ഇങ്ങനെ നമിച്ചിങ്ങനെ കെട്ടൊക്കെ വെക്കില്ല. എന്റെ ബാലയ്യ എന്റെ വെറുതെ വിടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഓ ഫൈറ്റില് പക്ഷെ വേറൊരു കാര്യം നോട്ട് ബാലയുടെ ചെയ്യാൻ പടം പറഞ്ഞു. ഈ ഫൈറ്റില് വേറൊരു കാര്യം ഈ കൃഷ്ണയുടെ ഫൈറ്റില് വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് പുള്ളി കൃഷ്ണയാണോ ചെയിൻ ഇട്ടിരിക്കുന്നത്? അല്ലേ കൃഷ്ണയല്ല ചെയിൻ ഇട്ടിരിക്കുന്നത്. അതെ കൃഷ്ണയുടെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ട്. ഒരു സ്വർണ്ണ ചെയിൻ ഉണ്ട്. പക്ഷെ സ്വർണ്ണ ആ ചെയിനിന്റെ പല ആ കണ്ണികളും അതെ 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 വെള്ളി അതെ അതെ അതെ. അതായത് അത് വെള്ളി മറ്റേ വെച്ചിട്ട് ഇങ്ങനെ നീളം കൂട്ടിയിരിക്കുന്ന പോലെ. റിംഗ് മാസ്റ്ററിന്റെ അകത്തല്ലേ മറ്റേ സുരാജ് പറയത്തില്ല ഈ മാലയുടെ ബാക്കി ഭാഗവും സ്വർണം പൂശാൻ എന്റെ പൈസ ഇല്ല അവസ്ഥയാണ്. അവിടെ അവിടെ ആയിട്ട് സിൽവർ, ബാക്കിയല്ല ഇങ്ങനെ അവിടെ സിൽവർ അവിടെ ആയിട്ട് ഗോൾഡ്. ബാക്കിയെല്ലാം സ്വർണം. അപ്പൊ അങ്ങനെ അത് ഞാൻ പറഞ്ഞു ചിലപ്പോ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് സ്വർണ്ണം ഇങ്ങനെ വെള്ളി വെച്ചിട്ട് ഇട്ടിരിക്കുന്നതായിരിക്കും. അല്ലെ വലയുടെ ഒരു ഫാഷൻ ആയതുകൊണ്ട് ലണ്ടനിലൊക്കെ പോയി പഠിച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ചെയിനൊക്കെയാണ് ഇട്ടിരിക്കുന്നത് വലയാണ്. തീർച്ചയായും തീർച്ചയായും. അപ്പൊ ഈ മാരക ഓ പക്ഷെ ഫൈറ്റിന്റെ ഇടയില് ഞാൻ ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറയണ്ട്. കാരണം ഈ ബാലയുടെ പടത്തിലുള്ള ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ സീക്വൻസിൽ ഫൈറ്റ് സീക്വൻസുകളിൽ വരുന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ സമ്മതിക്കണം. കാരണം നല്ല തല്ല് കൊള്ളുന്നുണ്ട് നിങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇച്ചിരി ആ, ബുദ്ധിമുട്ടാണ്. അല്ല പക്ഷെ വലയ പടങ്ങളുടെ ഒരു പ്രത്യേകത അതാണല്ലോ. അപ്പൊ ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫറിന്റെ ടീമിലുള്ളവർക്ക് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷനിലുള്ളവർക്ക് എന്തായാലും ഒരു ബാലയ പടത്തില് അവരിൽ ഒരു ചാൻസ് 90% കിട്ടും. പേർക്കും പണി കിട്ടും. ആ കിട്ടും കിട്ടും. അതെ അതെ, അതിന് കാര്യം മാത്രമുള്ള അത്രയും പേരെ ആൾക്കാരുണ്ട്. അത് ഇടിച്ച് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് വരുമ്പോ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്, പൊളിയാണ്. അതൊക്കെ പിന്നെ അങ്ങോട്ട് വരുമ്പോ പറയാം. പക്ഷെ അതങ്ങനെയാണ്, ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഇപ്പൊ ഈ പ്രത്യേകതയാണത്. തുടക്കത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു കണ്ടെയ്നറിന് ഇത് പല കണ്ടെയ്നറുകൾ തുറന്നിട്ട് അങ്ങ് ഇറങ്ങി കൂട്ടി വരികയാണ്. ഒരു ആർമി തന്നെ ഉണ്ട്. കാര്യം ബാലയ്ക്കൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത്രയും പേരൊക്കെ വേണമല്ലോ. മറ്റേത് ഫ്ലാഷ് ബാക്കിൽ ഒരു കിടന്ന സാധനമുണ്ട്. അത് തീർച്ചയായും വെറൈറ്റി ആണ്. തീർച്ചയായും, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് ഞാൻ അങ്ങനെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം. നല്ലതായിട്ട് ആ തല്ല് കൊള്ളുകയും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ കേട്ടോ. കാരണം ഇത് ഇച്ചിരി ഭീകരമാണ്. കാരണം ഈ കല്ലിലും മണ്ണിലൊക്കെ ചെന്ന് വീഴുന്ന കുഴപ്പമില്ല. ഈ
പാറക്കല്ലയിലൊക്കെ ചെന്ന് ഇങ്ങനെ വീഴുന്ന സീക്വൻസുകൾ, തലയടി ഈ ഗ്രാവലയിലൊക്കെ. പറഞ്ഞ പോലെ ഈ തല ഇങ്ങനെ 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 അകത്തോട്ട് ഈ ആമയൊക്കെ തല വലിക്കുന്ന പോലെ ഇങ്ങനെ ഇടിച്ചു കയറ്റുക അങ്ങനത്തെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. റിയലിസ്റ്റിക് ആണ്, നമുക്ക് ഫീൽ ആ ചെയ്യും അതുങ്ങൾക്ക് അവിടെ ചെന്ന്. നമുക്കങ്ങ് ഓരോ ഇടിയും നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രല്ല ഇങ്ങനെ ഇങ്ങനെ രസമാണ് കണ്ടോണ്ടിരിക്കാനായിട്ട്. നമ്മളെ ഇങ്ങനെ അയ്യോ, തെലുങ്ക് പടം ബാക്ക്ഗ്രൗണ്ട് കത്തിയാന്ന് പറയാം. മനുഷ്യന്മാരെ മാത്രം തന്നെ പറയുന്നത്, വലയോടിയുന്ന കുതിര വരെ ആ ഗ്ലാസിന്റെ അതെ അകത്തോട്ട് അതെ ഇടിച്ചു. അതെ അതെ. അതെ അതെ. അപ്പൊ അപ്പൊ ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഈ ഫൈറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ നായികയുടെ അച്ഛൻ കളക്ടറാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ ഈ ഫൈറ്റ് കാണുന്നുണ്ട്. അപ്പം അന്നേരം മോളെ കണ്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ ഇവൾക്കും ഏതാണ്ട് ടെലിപ്പോർട്ടേഷൻ പവർ ഉണ്ട്. കാര്യം ഈ വണ്ടി ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് അതുവരെ വണ്ടിക്കകത്ത് ഇരുന്നവളാ, വണ്ടി കറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അവൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി നിൽക്കുന്നു. ഇവളെപ്പോഴാ അത് വണ്ടി ഒന്ന് ചുമ്മാ ഇറങ്ങിയത്. ഇറക്കി നിർത്തിയത്. അത് ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുള്ളിക്കാരി ഇറങ്ങിയായിരിക്കും. 2 മിനിറ്റ് കഴിയുമ്പോ എന്നിട്ട് ബാല പുള്ളി തന്നെ അവളോട് പറയാം അകത്ത് വരി. വണ്ടി അകത്ത് പോയിരിക്കാനായിട്ട്. ഇവളെപ്പോഴാ ഇറങ്ങിയത്. ഇവള് വണ്ടി ചെക്കിയല്ലായിരുന്നു. വണ്ടി കറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പുറത്തിറങ്ങി നിൽക്കുക. ഇപ്പൊ പിന്നെ ബാലയുടെ ഗേൾഫ്രണ്ട് ആണല്ലോ, എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അത്ഭുതമുണ്ട്. തീർച്ചയായും. എന്നിട്ട് അപ്പൊ ഈ കളക്ടർ തന്ത കാണുന്നുണ്ട് ഇങ്ങനെ മറ്റേ ബാലയെ കൃഷ്ണയുടെ ഇങ്ങനെ ഫൈറ്റ് സീനൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് പോകാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ ഇങ്ങനെ വീട്ടില് പെണ്ണാലോചിച്ച് ചെല്ലുമ്പോഴാണ് ഈ മകൻ, അല്ല ഐ മീൻ അനിയൻ ബാലയേനെ, മകൻ എല്ലാ പടത്തിലും അച്ഛനും മോനെ ആയതുകൊണ്ട് എനിക്ക് ഈ മകനെ വരുള്ളൂ, അനിയൻ ബാലയേനെ കാണുന്നത്. ആ അനിയൻ ബാലയേനെ കാണുമ്പോൾ പറയും, നീ ഫൈറ്റ് ചെയ്യുന്ന ആരോടാന്നറിയോ, ജിതേന്ദ്രൻ ഒരു ഭയങ്കര ഗുണ്ടയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ എന്താണ് ഇവര് കല്യാണമൊക്കെ ഇങ്ങനെ മറ്റേ വെഡിങ് സോങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇവരെല്ലാം കൂടെ പാട്ടുണ്ട്. ഓഹ് എന്റെ ദൈവമേ, ഒരു വൃത്തികെട്ട പാട്ട്. അത് തീരാത്തൊരു ഭയങ്കര ലോങ് ആയിട്ടുള്ള, നമ്മൾ ഓർത്ത് പോലും വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വലിയൊരു പാട്ട് അതിന്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. ഈ അതായത് പടത്തിന്റെ ഇവരെവിടെ ഏറ്റവും വലിയ വരുമ്പോഴത്തേനും. പ്രത്യേകത അതാണ്. ഒരു ആ 10 പാട്ടും അതിന്റെ ഇടയിൽ കുറച്ച് കഥയായിട്ട് അതെ 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 അതെ. പാടുള്ളത്. അതിന്റെ കൂടെ ആണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കേറുമ്പോഴത്തേനും അമ്മച്ചി വെറുപ്പീരും തുടങ്ങും. അങ്ങോട്ട് ചെന്ന് നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറഞ്ഞത്, അങ്ങോട്ട് പറഞ്ഞിങ്ങനെ തുടങ്ങും. പറഞ്ഞിട്ട് പിന്നെ നമ്മള് പറഞ്ഞിട്ട് കേൾക്കത്തില്ല, അതെ. പിന്നെ അങ്ങനെ ഇങ്ങ് പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് അല്ലാതെ വരുന്നത്. അതിന്റെ കൂടെ മറ്റേ പുള്ളിയുടെ വെറുപ്പീരും ഉണ്ട് കേട്ടോ. ആ പുള്ളി പോകുന്നിടം വരെ ബ്രഹ്മാനന്ദൻ. ഭയങ്കരമാണ്. ഓ അതും എന്റെ അമ്മോ. പുള്ളീനെ അങ്ങോട്ട് ബോഡി ഷേവിങ് ആണ്. പുള്ളീനെ ഒരുമാതിരി കുള്ളനെ ഇവളെ നായികക്കാണെങ്കിൽ പുള്ളിയോട് എന്തോ തീരാത്ത പകയുണ്ടെന്ന് തോന്നുന്നു. വൈരാഗ്യവാ. പല ആ ആ പുള്ളീനെ അങ്ങോട്ട് പല രീതിയിൽ കൊല്ലട്ടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അത് ഈ കാറ് കറങ്ങുമ്പോഴൊക്കെ പുള്ളി എവിടെ തെറിച്ച് വീഴുന്നുണ്ടൊക്കെ ഉണ്ട്. പിന്നെയാണ് പുള്ളീനെ പെറക്കി പോയി എടുത്തോണ്ട് എടുത്തോണ്ട് വരും. വരുന്നത്. ഓ അതും പിറക്കി എടുക്കണ്ട, അവിടെ റോഡിന്റെ സൈഡിൽ കിടന്ന് ചാവട്ടെ എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. എന്താണ്, എനിക്ക് പറയുന്നുണ്ട് നായിക. കോമഡി ആയിട്ടാ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. നമുക്ക് നല്ല ട്രാജഡി ആയിട്ട് തോന്നിയായിരുന്നു. ബ്രഹ്മാനന്ദത്തിന്റെ വെറുപ്പീരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പറയാതിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാന്ന് ഓർത്തത്. അതിന് മുമ്പ് ആ, ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് പുള്ളീനെ അങ്ങോട്ട് ഇവര് വെറുപ്പിക്കും. കാര്യം പുള്ളിക്ക് എല്ലാത്തിലും ത്രില്ല് വേണം. ഇപ്പൊ ത്രില്ല് വേണം എന്നുള്ളത് കൊണ്ട് പുള്ളി ഓരോന്നും ചെയ്യും. അപ്പൊ ഇവര് ഓ വീട്ടുകാരെന്നിട്ട് പുള്ളിക്ക് ത്രില്ല് ഉണ്ടാക്കാനായിട്ട് രാവിലെ കൈ ചൂട് പൊള്ളിക്കുക. ആ ആ, ചൂട് ദോശ കൊണ്ട് കൊടുത്തിട്ട് ത്രില്ല് കിട്ടാൻ വേണ്ടിട്ട് ആ ചട്ടുകം തന്നെ കയ്യിൽ വെച്ച് പൊള്ളിക്കും. അമ്മാതിരി ഓരോരോ പിന്നെ കഷായം കൊണ്ട് കൊടുക്കും ചായക്ക് പകരം, ത്രില്ല് കിട്ടാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ്. എന്റെ അങ്ങനെയൊക്കെ ദൈവമേ, പറഞ്ഞോണ്ടൊരു അന്യായ വെറുപ്പീരാണ്. വെറുപ്പീരാ. ഒരു അതൊരു കുറെ മുക്കാൽ കാലം ഉണ്ട്. മണിക്കൂറുണ്ട് പുള്ളി. പുള്ളി പോകുന്നിടം ഉം. വരെ നമുക്ക് അതും എന്താ മറ്റേ ട്രെയിനൊന്നും പ്ലെയിനാന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കസാരയൊക്കെ വലിച്ചിട്ട് ഏതൊരു ഹോളിനകത്തിലൊക്കെ ഇരുന്നാണ് പോകും. ആ അതെ പ്ലെയിനാന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ പ്ലെയിനിന്റെ ബാക്കിയുള്ള സീറ്റൊന്നും കുഴപ്പമില്ല, നടുക്കൊരു കസേര കിട്ടും. എയർ ഹോസ്റ്റസ് നടക്കുന്നതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവർക്ക് ഇരിക്കാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോ ക്ഷീണം വരും പിരിക്കാൻ വേണ്ടി. കസേര ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല അതെന്താണ്. അപ്പൊ അത് ഉം. അങ്ങനത്തെ വെറുപ്പീരെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവര് ഈ ബാലയ ഫാമിലി ആയിട്ട് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാരും ഇങ്ങനെ എന്താ ഭയങ്കര സന്തോഷത്തില്. കല്യാണത്തിന് പോയിക്കൊണ്ട്. അപ്പൊ കല്യാണത്തിന് ആ പോവാ, കെട്ടാൻ പോവാ. അപ്പൊ ആ പോകുന്ന വഴിക്ക് അവിടെ ഒരു ചേസ് സീക്വൻസ് വരും. അങ്ങനെ കുറെ ജിതേന്ദ്രന്റെ ജിത്തുമോൻ IPSന്റെ ഓ ആൾക്കാരൊക്കെ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ഉം. കാര്യം പറയാൻ വന്നേ. നമ്മുടെ ഇത് പറയാൻ പറഞ്ഞ ഈ IAS IPS കാരന്റെ അതെ, ഈ ഇടയ്ക്ക് ജിതേന്ദ്രന്റെ ഒരുത്തനെ കൊല്ലുന്നുണ്ട്, ഒരു മോനെ. ഓർക്കുന്നുണ്ടോ? അവന്റെ ആ, ഇടയ്ക്ക് അടി ആ, കൊണ്ടിട്ട് ആ, ആശുപത്രിയിൽ. ആ, ആ, ഓ ആ സീക്വൻസ് അയ്യോ. ഈ ബാലയെ ഇങ്ങനെ ഇടിച്ചിട്ട ജിതേന്ദ്രന്റെ മൂത്ത മകനുണ്ടല്ലോ, അവൻ എന്നിട്ട് അടി കൊണ്ട് അടി ആശുപത്രി തല്ലുകൊള്ളി. കിടക്കുകയാണ്. ആ ആ ആ അവൻ തല്ലുകൊള്ളി, ആശുപത്രി എല്ലാത്തിനും കിടക്കുമ്പോ അവന് തല്ലുകൊള്ളി. അവൻ തല്ല് കൊണ്ടിട്ട് അവൻ ആശുപത്രി ചെന്നിരിക്കുക. എന്നിട്ട് അവൻ ചികിത്സ ഒന്നുമില്ല. അവൻ ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ ചോരയൊക്കെ ഒലിപ്പിച്ചോണ്ട് അവിടെ ഇരിക്കുക. അവന്റെ തലയിൽ നിന്നൊക്കെ ചോര ഒഴുകുന്നുണ്ട്. പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡാഡി ഗിരിജയോട് പറയും, മകനെ ചികിത്സയൊന്നും എടുക്കുന്നില്ല, അവിടെ ചോര ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പം എന്നാ നമ്മളെന്താ ഓർക്കുന്നത്, അവിടെയാണ് ഈ ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ്. അതൊക്കെയാണ് നമ്മളെങ്ങനെ ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കും. നമ്മളോർക്കും ജഗപതി ബാബു ചെന്നിട്ട്, അതായത് ഡാഡി ഗിരിജ ചെന്നിട്ട് പറയും, എന്താ ഇപ്പൊ നീ ട്രീറ്റ്മെന്റ് എടുത്ത് അവനെ ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയായിരിക്കും. പുള്ളി അവിടെ ചെന്നിട്ട് അവനോട് ചോദിക്കാം, ഒരു 2 ദിവസം കൊണ്ട് നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന്.
ഈ പൊട്ടന ഉടനെ പിന്നെന്താന്ന് പറയും. ഓ പിന്നെ ഞാൻ ഇരുന്നോളാത്. താഴെ തലേന്ന് ചോരയൊക്കെ വീഴുന്നുണ്ട്. അവൻ പറയാം ഞാൻ അവിടെ ഇരുന്നോളാത്. അത് ചോര പോയിട്ട് എടേ ഓക്കെ, നീ ട്രീറ്റ് ചെയ്യണ്ട, നീ ആ തലയിൽ നിന്ന് ഒഴുകുന്ന സാധനം ഒന്ന് തുടച്ചു കള. അവൻ അത് ഒലിപ്പിച്ച് അവിടെ ഒട്ടിപ്പിടിപ്പിച്ച് അവിടെ ഇരിക്കും. എന്തിനാ അവിടെ പ്രത്യേകിച്ച് ഇരിക്കും കാര്യമൊന്നുമില്ല. ബാല ഈ അനിയൻ ബാലയെ പിടിക്കുന്നിടം വരെ നീ അവിടെ ഇരിക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് പറയുന്നത്. കാര്യമൊന്നുമില്ല. എന്നിട്ട് അവനവിടെ ഇരിക്കും. ആഹാ അവനവിടെ ഇരുത്തിയിട്ട് അവനവിടെ ഇരുത്തിയിട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് അവനാണെങ്കിൽ ഏതാണ്ട് കമ്പിയില് ബാർബിക്യൂ ആയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഹോസ്പിറ്റലിലെ അതൊക്കെ ഒരു രണ്ടാമത്തെ പുള്ളി. നിലയിൽ ഇങ്ങനെ കമ്പി ചുമ്മാ എന്തോ എന്ത് സാധനം, ഒരു മറ്റേ ബാനറിന്റെ അങ്ങോട്ട് കമ്പി ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി നിപ്പുണ്ട്. അതിങ്ങനെ തൂക്കിയിട്ടേക്കോ ചുമ്മാ ഒരു ആ ഹുക്കിലൊക്കെ അതിന് ഇങ്ങനെ കൊഞ്ചൊക്കെ അതേലിങ്ങനെ പോലെ. തൂക്കിയിട്ട് അതേലിങ്ങനെ തൂക്കിയിട്ടിരിക്കുക. നമ്മളിങ്ങനെ ഈ കമ്പിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ തീക്കകത്തിട്ട് ചുട്ടത് കൊഞ്ചൊക്കെ അതുപോലെ. ബാർബിക്യൂ ചെയ്യാൻ ആ, വേണ്ടി ഇങ്ങനെ കുത്തത്തില്ലേ അത്. അതുപോലെ ഇങ്ങനെ അങ്ങ് കിടക്കുക. എന്നിട്ട് ഈ നമ്മുടെ ജിതേന്ദ്രൻ, അതായത് ഡാഡി ഗിരിജ വന്നിട്ട് ഇനി തൊട്ട് ഡാഡി ഗിരിജ എന്ന് പറയുന്നത്. ഡാഡി അത് ഗിരിജ തന്നെ വന്നിട്ട് അത് ഉണ്ടായിരുന്നു. ചിത്തമോൻ എന്ന് പറയുന്നു. അല്ല, ഡാഡി എന്ന് പറയുന്നതായിരിക്കും ആൾക്കാർക്ക് കേൾക്കുമ്പോൾ എളുപ്പം ക്യാപ്ചർ ചെയ്യാൻ എളുപ്പം. ജിത്തുമോൻ എന്ന് അപ്പൊ പറയുമ്പോൾ മറ്റവനെ ഓർക്കും. അത് ശരിയാ. ഡാഡി വന്നിട്ട് നോക്കുമ്പോ വേണ്ട മോനാണ്ട് അവിടെ ഇങ്ങനെ ഇതേലെ തൂങ്ങി കിടക്കുന്നു. അപ്പൊ എന്നിട്ട് അവര് വന്നിട്ട് പറയും അവൻ ആത്മഹത്യ ചെയ്താണെന്ന് പറയും. ഹോസ്പിറ്റലിൽ നിന്ന് മണ്ണാന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കമ്പി ബാർബിക്യൂ ആയിട്ട്. എന്നിട്ട് ഇവരവനെ ഇറക്കുന്നുണ്ട്. അവനെ ഇറക്കുമ്പോൾ അവൻ അതുപോലെ എങ്ങനെയാണ് തൂങ്ങി കിടന്ന അതേ പൊസിഷനിൽ അതുപോലെ ഇങ്ങനെ കൊഞ്ചു പോലെ ഇവനെങ്ങാനും തന്നെ പറഞ്ഞ് ഇറക്കിക്കൊണ്ട്. താഴോട്ട് വീണാല് എന്തൊരു. ഓ അതുപോലെ തന്നെ കടത്തിയിട്ട് അവനെ ഇറക്കുന്നുണ്ട്. അപ്പൊ അതോടെ നമ്മുടെ ഡാഡിക്ക് ഭയങ്കര പകയാവും. എക്സ്ട്രാ പകയാവും. അപ്പൊ ആ പകയുടെ പുറത്താണ് ഇങ്ങനെ ഇവരെ ചേസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ചേസ് ചെയ്യുമ്പോ ബാലയെ അതും ഇതിന്റെ അകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ പടത്തിലെ ഡ്രൈവർമാർക്കൊക്കെ ഭയങ്കര കണ്ടകശനിയാണ്. എല്ലാവന്മാർക്കും പണി കിട്ടുന്നുണ്ട്. പോകുന്ന ഇതില് വഴിക്കൊക്കെ. ആ ഇതില് ബാലയുടെ ബസ് ഓടിക്കുന്ന ഒരു ബസ്സിലാണ് ഇവര് ഫാമിലി ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ ബസ് ഓടിക്കുന്നവന് ആദ്യം തന്നെ വെടി കിട്ടി അവൻ തീരും. അവന്റെ അവനെ തീരും. ബാലയെ വന്നിട്ട് അവനെ നോക്കിയിട്ട് അവനെ അപ്പുറത്തോട്ട് മറിച്ചിട്ട് ബാലയെ വണ്ടി എടുക്കും. ബാലയെ വണ്ടി എടുത്തിട്ട് വണ്ടിയെല്ലാം ഇടിച്ച് പറത്തി ഇവര് പോയിട്ട് അയ്യോ, ഒരു ഒരു കാര്യം കൂടെ, അമ്പലത്തിന്റെ ഉണ്ട്. സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്തു, ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വന്നു, പെട്ടെന്ന് പറയാവേ. അതായത് ഇതിന്റെ ഇടയ്ക്ക് ഒരു സീക്വൻസ് ഉണ്ട്. ഈ ഈ മൂത്ത മോനെ കൊല്ലുന്നത് നമ്മുടെ അനിയൻ ബാലയാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മുടെ IAS ഓഫീസറായ നമ്മുടെ സ്നേഹയുടെ തന്ത പറയും, നീ ഇനി അവനെ കെട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചോണ്ട് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് അവള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയാണ് ബാലയുടെ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ട് അതിന്റെ ഇടയ്ക്ക്, ഓർക്കുന്നുണ്ടോ? യെസ്. അത് ഞാൻ അത് പറയാൻ മറന്നു. പുള്ളിക്കാരി കാൽനടയായിട്ട് യാത്രക്ക് നടന്നങ്ങ് അമ്പലത്തിലെത്തും. ഏതോ ഒരു ഞാൻ ഓൾറെഡി കാട്ടുകുളത്തിലോ. പറഞ്ഞല്ലോ. ഓ ആണ്. അവൾക്ക് ഓൾറെഡി ടെലപ്പോർട്ടേഷൻ പവർ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടേ ഇവര് ഈ പോകുന്ന വഴിക്കാണ് കേട്ടോ ഇത് നടക്കുന്നത്. അതായത് ഈ കല്യാണം അപ്പൊ പുള്ളിക്കാരി ഒരുങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ, ഇങ്ങനെ അതെ അതെ. പോകുമ്പോഴാണ് പറയുന്നത്, തന്ത പറയുന്നത് ഈ കല്യാണം നടക്കത്തില്ല. അവനിപ്പോ ഒരു കൊലയാളിയാണ് എന്നൊക്കെ പറഞ്ഞുണ്ട്. നീ ഇപ്പോൾ ഒരു കൊലപാതകിയാണ്. ആ മറ്റേ വിപ്രനാശത്തിലെ തന്താണ് പറയുന്നത്. അതെ. അപ്പൊ അവനൊരു കൊലയാളിയാണ് എന്ന് പറയും. അപ്പൊ അന്നേരം പുള്ളിക്കാരി അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് നടക്കും. അറിയാം, നടന്നാണ് അവൻ എനിക്ക് പുള്ളിക്കാരി. ബാലയെ കെട്ടിയാൽ മതി തന്തേ, ഓടിക്കോ തന്തേ എന്നൊക്കെ പറഞ്ഞു ആ അവൾ ഇറങ്ങി അതെ. പോകും. ഇറങ്ങി അപ്പൊ പുള്ളിക്കാരി നടന്ന് ചെല്ലുന്ന അമ്പലത്തിലാണ് ബാലയ്യ വണ്ടി ഓടിച്ച് ബസ്സൊക്കെ ഓടിച്ച് ബാലയ്യ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വില്ലന്മാരായിട്ട് ഫൈറ്റ് ആണ്. വില്ലന്മാരായിട്ട് ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാഡി വരും. ഡാഡി ഷോട്ട് ഗണ്ണൊക്കെ ആയിട്ട് വന്നിട്ട് ഡാഡി ഒരു വെടി വെക്കും. ആദ്യം പുറത്തിനിട്ടാണ്ട് വെടി വെക്കും അല്ലേ? ആ, നല്ല അതെ, നെഞ്ചത്താ വെടി വെക്കും. ഇവളെ വെടിവെക്കാൻ നോക്കുന്നത്. അപ്പൊ ഇവളെ അപ്പം പിടിച്ച് മാറ്റുമ്പോ ബാലയ്യ ടൈം ചെയ്യും. ബാലയ്ക്ക് കൊല്ലും. ആ വയറിന്റെ അവിടെ കണ്ടിരുന്നു 2 ഷോട്ട് അവിടെ കിട്ടും. പിന്നെ നെഞ്ചത്തെ ഒരു 2 വെടി. പിന്നെയും 2 വെടിയും കൂടെ വെക്കും. അങ്ങനെ മൊത്തത്തിൽ 8 വെടി എക്സ്പേർട്ട് അടി മറ്റേ 8 കൊണ്ടിട്ടാണ്. വെടി. മൊത്തത്തിൽ 8 വെടി കൊണ്ടിട്ട് ബാലയ്യ അവിടെ ഇങ്ങനെ വെടികൊണ്ട് ചോരയൊക്കെ ഒലിച്ച് അങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പം ഇവര് ഈ കൂടെ ഉള്ളവരൊക്കെ ഈ ബസ് മറിഞ്ഞ് ആക്സിഡന്റ് ആവുന്നുണ്ട് കേട്ടോ. ഇവര് വണ്ടി ഇടിച്ച് മറിഞ്ഞ് ആക്സിഡന്റ് ആയിട്ട് ആണ് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ക്രാഷ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും കൂടെ ഈ ബാക്കിയുള്ളവരൊക്കെ തലേന്നൊക്കെ ചോര ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ചോര ഒഴുകുന്നു. കണ്ണീന്നൊക്കെ ചോര. ഞാൻ പറഞ്ഞ ബാലയ്യ പടമാണല്ലോ. പടം കണ്ട് കാണുമായിരുന്നു. കണ്ട് കണ്ണിൽ നിന്ന് ചോര വന്നു. കണ്ണിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ എല്ലാം തകർന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ ഭഗവന്തുട്ട എന്ന് വിളിക്കും. ഭഗവന്തുട്ട എന്ന് വിളിക്കുമ്പോ തന്നെ അവിടെ ഇങ്ങനെ അമ്പലത്തിൽ ഭഗവന്തൂട്ട, ഇങ്ങനെ ശരി. കാറ്റൊക്കെ വീശി ഇങ്ങനെ മണിയൊക്കെ അടിക്കും. പിന്നെ മണിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും വില്ലന്മാരിങ്ങനെ ഇങ്ങനെ ഒരു ഗ്യാങ് ഇങ്ങനെ ഓടി വരികയാണ്. ഓടി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു മരക്കഷ്ണം, ഒരു വലിയ തടി, ഒരു മരം തന്നെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ അതിങ്ങനെ പറന്ന് വന്നിട്ട് ഇടിച്ച് അവരെല്ലാം തെറിപ്പിക്കും.
അപ്പൊ ഈ മരം പറന്നു വന്നത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്. അത് പിന്നല്ല. നോക്കുമ്പോ ഇങ്ങനെ ഒരു നീളം ഷോട്ട്, ആ ഷോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു 5 കിലോമീറ്റർ അപ്പുറം നിന്ന് ഇങ്ങനെ ഇങ്ങനെ അമ്പലത്തിന്റെ ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ബാലയെ ഇങ്ങനെ ഇങ്ങനെ വരും, ആസിഡ് ബ്ലഡഡ് ബാലയെ. ഓ, അത് പറയുമ്പോഴേ ഇതിനകത്തുള്ള ബീജിയം എല്ലാം പൊളിയാണ് കേട്ടോ. മറ്റേ DSP എന്ന് പറയുന്ന ആ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അത് പറയണം. ദേവിശ്രീ പ്രസാദ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബീജം ഭയങ്കര അടിപൊളിയാണ്, നല്ല നമുക്ക് കേൾക്കുമ്പം ബീജമാണ്. നമുക്ക് ഗൂസ് ബംസ് ആണ് രോമാഞ്ചം, രോമാഞ്ചം വരുന്ന ബീജമാണ്. അത് കളിയാക്കി പറയുന്നതല്ല, സീരിയസ് ആയിട്ടും പറഞ്ഞ ഭയങ്കര നല്ല ബീജമാണ്. നമുക്ക് ശരിക്കും വരുന്നത്. രോമാഞ്ചം വരുന്ന ബീജമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഈ ബാലയ, മറ്റേ ആസിഡ് ബ്ലഡഡ് ബാലയെ കാണിക്കുന്ന ചില ഷോട്ടുകളൊക്കെ ബാലയ വരുന്നതുകൊണ്ടാണോ ഞങ്ങൾക്ക് രോമാഞ്ചം അടിച്ചത്, അതോ DSPയുടെ മ്യൂസിക് കാരണമാണോ രോമാഞ്ചം അടിച്ചത്, അറിയത്തില്ല. കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ അത് കിടിലമാണ്. ആ, അപ്പം അപ്പൊ ഈ അന്നേരമാണ് ഈ മറ്റേ ആസിഡ് ബ്ലഡഡ് നമ്മുടെ ചേട്ടൻ ബാലയെ കാണിക്കുന്നത്. അപ്പൊ ചേട്ടൻ ബാലയുടെ ലുക്ക് കണ്ടപ്പം ശരിക്കും നമ്മൾ വിചാരിക്കും ഈ അമ്മച്ചിയുടെ കെട്ടിയവനാണ് ഹസ്ബൻഡ്. എന്നുള്ള. ഇങ്ങനെ മീശയൊക്കെ നരച്ചിട്ട് ഇങ്ങനെ മുടിയിലൊക്കെ ആണെങ്കിലും ഒരു ഗ്രേ ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇങ്ങനെ സിംഹമായിട്ടൊക്കെ ഇങ്ങനെ വരും അവിടെ ആ ഇങ്ങനെ ഹോ എന്നൊക്കെ പുള്ളി ഇങ്ങനെ. പുള്ളി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സിംഗം പടത്തിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ സിംഹം അലർന്ന ഒരു ഷോട്ടൊക്കെ കാണിക്കും, ഇങ്ങനെ ഗ്രാഫിക്സിൽ പുള്ളി സിംഹമായിട്ട് മാറും. അപ്പൊ നമുക്ക് എന്നിട്ട് ശരിക്കും ഈ രോമാഞ്ചം വരും. രോമാഞ്ചം ഈ തുള്ളും. തടി വന്ന് ഇടിക്കുന്ന കൂട്ടത്തില് കുറെ അമ്മമാരുടെ മേത്തേക്ക് ഒരു 5-6 കുന്തം വന്ന് കേറുന്നുണ്ട് കേട്ടോ. അതിനിങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ പറന്ന് വന്ന് ആ, ഇങ്ങനെ അതെ 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 അതെ. കുന്തം പിന്നെ വന്ന് കയറുന്നു. പുള്ളിയാണെങ്കി എന്താണ്ട് പിടിച്ചോണ്ട് നിക്കുന്ന എവിടുന്നോ എടുത്ത ഒരു ഒറ്റക്കുന്തം ഉണ്ട്. ആ കുന്തത്തേൽ ഒരുത്തനെ കുത്തി നിർത്തുന്നുണ്ട്, ബാർബിക്യൂ വെക്കുന്നുണ്ട്. അപ്പൊ ഈ നീ കുന്തം പറഞ്ഞില്ലേ? പിടിച്ചോണ്ടാണ്, ഉണ്ടുണ്ടുണ്ട്. ആ കുന്തം പിടിച്ചോണ്ടാണ് ബാലയെ ഇറങ്ങി വരുന്നത്. അപ്പൊ ഒരു 5-6 പേര് ഇങ്ങനെ നിരനിരയായിട്ട് ലൈനായിട്ട് ഇങ്ങനെ ഓടി വരും. അത് ഒന്നിനെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ 6 പേര് ഓടി വരും. ബാലയ ഈ കുന്തം എടുത്തിട്ട് ഒറ്റ ഏർ എറിയും. ആ എറിഞ്ഞ ഏറിൽ തന്നെ അവന്മാരെല്ലാം ഇങ്ങനെ 6 അതേല് പേരും. കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വന്നിങ്ങനെ എടുക്കും. എന്നിട്ട് ബാലയ അതിങ്ങനെ ഊരി ഇങ്ങനെ എടുക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരുത്തനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുന്തത്തെ കുത്തി ഇങ്ങനെ അങ്ങ് പൊക്കി ഇങ്ങനെ നിർത്തുന്നുണ്ട്. പിന്നെ അവിടെ ഈ മുകളിൽ തന്നെ ഇങ്ങനെ കുന്തത്തേല് ഇങ്ങനെ കുത്തി എല്ലാത്തിനും ഇങ്ങനെ അടിച്ചിടുന്ന കൂട്ടത്തില് ഉം, ഒരു വില്ലന്റെ ഇത് കഴിഞ്ഞിട്ടാണോ ആ സീക്വൻസ് വരുന്നത്? ഇത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ എല്ലാത്തിനും കുന്തത്തി മറ്റേ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോ ഇങ്ങനെ ആൾക്കാരും പറന്ന് കുന്തവും ആ, പറന്ന് ഇങ്ങനെ കയ്യിലോട്ട് പറന്ന്. വരുന്നു. അത് ഇത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അത് ഇത് കഴിഞ്ഞിട്ടാ, താഴെ എത്തി കഴിഞ്ഞിട്ടാന്ന് എനിക്ക് താഴെ തോന്നുന്നു. എത്തിക്കഴിഞ്ഞിട്ട്. ആയിരിക്കും. അപ്പൊ അല്ലല്ല അല്ല അല്ല ഈ അല്ലല്ല, ആ മോളിൽ തന്നെ മണ്ഡപത്തെ അല്ലേ? നിക്കുമ്പോഴാ, മോളിൽ തന്നെ ആ നിക്കുമ്പോഴാണ് ആ ആ കുന്തം കൈ വരുന്നത്. ശരി ശരി. അതങ്ങനെ എന്താ ഷോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അമ്മമാര് ബാലയെ മുകളിൽ നിൽക്കുമ്പോ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കുറെ അമ്മമാര് ഓടി ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഫൈറ്റ് ചെയ്ത് എല്ലാത്തിനെയും അടിച്ചിട്ട് എല്ലാത്തിനെയും കുത്തി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ബാലയ്ക്ക് ചുറ്റും ഒരു 5-6 പേര് കിടപ്പുണ്ട്. കുന്തവും താഴെ കിടക്കുകയാണ്. അപ്പൊ വില്ലൻ അവിടെ നിന്ന് ഈ മോനുണ്ടല്ലോ, ഈ മറ്റേ ഇവരുടെ തല്ലുകൊള്ളി. തല്ലുള്ളി അല്ല, തല്ലുള്ളിനെ ഹോസ്പിറ്റലിൽ കൊന്നല്ലോ മറ്റവൻ, ഓ, വേറെ ശരി ശരി. അവൻ രണ്ടാമത്തെ മോൻ. കൊന്നു മറ്റേ രണ്ടാമത്തെ മോൻ. അതെ അതെ, ആ എക്സ്പ്രഷൻ ഇട്ട് തള്ളുന്നവൻ, എക്സ്പ്രഷൻ കിങ്. ഓ, ആ അവന്റെ എക്സ്പ്രഷൻ കാണണം എന്റെ കർത്താവേ. അവന്റെ ജീവിതത്തിൽ ഇത്ര എക്സ്പ്രഷൻ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുപോലത്തെ എക്സ്പ്രഷൻ ആണ് അവൻ. ഓ, ഭീകരം. അപ്പൊ ഇങ്ങനെ ഈ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരുത്തനുണ്ട്. അവനിങ്ങനെ കിടന്ന് അവന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെ ആരടാ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബാലയ്യ നിലത്തൊരു ചവിട്ടങ്ങ് ചവിട്ടും. ആ ചവിട്ടുന്ന പിന്നല്ല, ചവിട്ടിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഒക്കെ സോണിക് ഇങ്ങനെ വരും. ആ ഒരു സോണിക് ബൂം ഒക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിലത്ത് കിടക്കുന്ന വില്ലന്മാര് പറക്കും മുകളിലേക്ക്. അതുപോലെ തന്നെ ബാലയുടെ കുന്തം അമ്പും. പറന്ന് ബാലയുടെ ആ, കുന്തം കയ്യിലോട്ട് വരും. കുന്തം, സോറി, അമ്പല്ല കുന്തം. ആ ആ കുന്തം ഇങ്ങനെ പറന്ന് കയ്യിലോട്ട് വരും. അതെടുത്തിട്ട് ഒറ്റ ഏറ് അവന്റെ പണി അതോടെ തീരും. എന്നിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഈ ബാർബിക്യൂ ആക്കുന്നതും പിന്നെ പിന്നെ ഒരു 300 ലെവലിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഫൈറ്റ് ആണ്. അതെ അതെ എല്ലാത്തിനെയും അതെ. കുന്തത്തെ കോർക്കുന്നതും ഇടിക്കുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ കുന്തത്തെ കോർത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു പുള്ളി മറ്റേ ജയപ്രകാശ് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. പുള്ളി ഇതിന്റെ അകത്ത് വില്ലന്മാരുടെ ഗ്യാങ്ങിലാണ്, MLA ആണ് പുള്ളി. ഒരു വണ്ണമൊക്കെ ഉള്ള പുള്ളി. പുള്ളിയുടെ അടുത്ത് വന്നിട്ട് ആരോടാണ് ഞാനൊന്ന് മാറി നിന്നപ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ട് എന്താ ഒറ്റയടിക്കെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കും, നമുക്ക് ഇമോഷൻസ് ഉണ്ടാവൂ, ഫീലിങ്സ് ഉണ്ടാവൂ, കാൽക്കുലേഷൻസ് ഉണ്ടാവും, കാൽക്കുലേഷൻസ് ഉണ്ടാവും, മാൽക്കുലേഷൻസ് ഉണ്ടാവൂ. മാൽപ്പുലേഷൻസ്. ആ മാൽപ്പുലേഷൻ ഞങ്ങളായിരിക്കും എന്ത് ഈ മാൽപ്പുലേഷൻ. ഈ ബാലയ ഉം. പടത്തിൽ ചെറിയ ഇങ്ങനത്തെ ഇംഗ്ലീഷുകളൊക്കെ കാണും കേട്ടോ. നമ്മള് ആ ഭയങ്കര ഡിക്ഷണറിയിൽ അടിച്ചൊക്കെ റൈമിംഗ് ആണ്. ഡിക്ഷണറി വരെ അടിച്ചു പോകും അങ്ങനത്തെ. ബാലയ്യ പടങ്ങളിലെ റൈമിംഗ് ഇപ്പൊ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടോ, ഇഫ് യു ട്രബിൾ ദ ട്രബിൾ ദ ട്രബിൾ ട്രബിൾസ് യു, ഐ ആം നോട്ട് ദ ട്രബിൾ, ഐ ആം ദ ട്രൂത്ത് എന്നൊക്കെ ഓ, പറഞ്ഞ മറ്റേതും ഉണ്ട്, ഡയലോഗുകളൊക്കെ മറ്റേ ഉണ്ട്. യോർ ഓർഡർ ഇസ് ഗോഡ്, അല്ല ആ യോർ ജിയോ ഇസ് ഗോഡ്സ് ഓർഡർ, ഗോഡ്സ് മൈ ഓൺ, ഓർഡർ ഇസ്, അല്ല അല്ല മൈ യുവർ ജിയോ ജിയോ ഇസ് ഗവൺമെന്റ് ഓർഡർ. ഗവൺമെന്റ്സ് ഓർഡർ. അതന്നെ, മൈ ആ ജിയോ യു ഇസ് ഗോഡ്സ് ഓർഡർ. യെസ്, ആ അതുണ്ട്. അങ്ങനത്തെ മാസ് ഡയലോഗുകളുണ്ട്. അപ്പൊ അതിലെ ഇതും അതുപോലത്തെ ഒരു ഡയലോഗാണ്. നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും, ഫീലിങ്സ് ഉണ്ടാവും, കാൽക്കുലേഷൻസ് ഉണ്ടാവും, മാൽക്കുലേഷൻസ് ഉണ്ടാവും.
വൺസ് ഐ സ്റ്റെപ്പ് ഇൻ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പീറ്റ്സ്. ചവിട്ടുകൂടെ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ആ യെസ് യെസ് യെസ്. ചവിട്ടിലുണ്ട് ഒരു സോണിക് ബൂം ഇങ്ങനെ പുറപ്പെടും, ഇങ്ങനെ വേവ്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കണം, നിങ്ങളിത് കാണണം കേട്ടോ. അത് ആ ബാലയുടെ സൗണ്ടിൽ ഇത് കേൾക്കണം, എന്നാലേ കറക്റ്റ് ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. റൊമാൻറ്റിക്. പിന്നെ പിന്നെ പടത്തിലെ കണ്ടിന്യൂറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമാണ്. അതായത് മറ്റേ കൈ പോയതിന്റെ കൈ ഓ ശരിക്കും അത് പോയിട്ടുണ്ട്. പാസ്റ്റില് ഇവര് അതായത് ഈ ML ഈ ആക്ച്വലി ഈ നമ്മുടെ ഈ ജിത്തുമോൻ, അതായത് ഡാഡി അണ്ണൻ പാസ്റ്റിൽ നമ്മുടെ പാസ്റ്റിലെ കാര്യം കാണിക്കുകയാണ്. അപ്പം ഈ കാവേരിയെ കെട്ടാൻ വരുന്ന കാര്യത്തിന്റെ ബാക്കിയായിട്ടാണ് കാണിക്കുന്നത്. ഡാഡി അണ്ണന് 3 മക്കളുണ്ടായിരുന്നു. ആ മക്കളൊക്കെ ഉണ്ടായി എന്ന് തോന്നുന്നു. എന്താണേലും പുള്ളി MLA മന്ത്രി എന്താണ്ട് ആവാൻ പോവാണ്. അപ്പോ ആ സമയത്ത് ഈ പുള്ളിക്ക് അഗേൻസ്റ്റ് ആയിട്ട് 3 പേര് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അതിൽ ഒരുത്തനെ ഡാഡി അണ്ണൻ പെട്ടെന്ന് അവിടെ ചായ പിടിച്ചോണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ചുറ്റിയൊക്കെ എടുത്തു ഒറ്റ അടിക്കുക, പുള്ളി ഒരുത്തനെ അതിനകത്തിൽ ക്ലോസ് ചെയ്യും അവിടെ ടേബിളെ വെച്ച് തന്നെ. പിന്നെ ഉള്ള ഒരുത്തനാണ് നമ്മുടെ ഈ ഫിഷർമെൻ സംഘത്തിലുള്ള ഒരുത്തൻ. നമ്മൾ ആദ്യത്തെ സീനിൽ പറഞ്ഞില്ലേ കുറെ ഫിഷർമെൻ ഉണ്ട്, അവരെല്ലാവരും ഒറ്റയടിക്ക് കൊല്ലുന്നു. അതിനകത്തിൽ കൈയില്ലാത്തൊരു ഡ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആശുപത്രി കൊണ്ടുവന്ന്. ആ ഡ്യൂഡ് 2 കൈ ഉള്ള ഡ്യൂഡായിരുന്നു. ആ ഡ്യൂഡ് ശരിക്കും എന്താണ് ഡാഡി അണ്ണന്റെ കൂടെ മത്സരിക്കാൻ നിന്ന ഡ്യൂഡാണ്. അപ്പൊ ആ ഡ്യൂഡിന് ഒരു ബോംബ് സ്ഫോടനത്തിൽ കൈ പോകും. പക്ഷെ പോകുന്ന കൈയുടെ പ്രശ്നം എന്ന് ബോംബ് കണ്ടു കഴിഞ്ഞാല് കിടിലമാണ്. അതായത് ബോംബ് പൊട്ടിയിട്ട് നമ്മൾ വിചാരിക്കും ബോംബ് എക്സ്പ്ലോഷനിലാണ് കൈ തെറിച്ച് പോകുന്നത്. അങ്ങനെയൊന്നും അല്ല. ഇത് ബോംബ് പൊട്ടി അവൻ തെറിച്ച് വീഴുന്ന സമയത്ത് അവന് കൈയുണ്ട്, വീട് കഴിഞ്ഞിട്ട് അവന്റെ കൈയില്ല. വീഴ്ചയിൽ അവൻ കരയുമ്പോ ഒരു കൈയില്ല. കൈയില്ല. അതിപ്പോ പൊട്ടിത്തെറിക്കുമ്പോ കൈ തെറിച്ച് പോവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് പറന്ന് വരുമ്പോ നമ്മൾ നോക്കുമ്പോ അവൻ വീഴുന്നവരെ, ആ നിലത്ത് വീഴുന്നവരെ അവന് കൈയുണ്ട്. പക്ഷെ അവൻ നിലത്ത് വീണ അടുത്ത ഷോട്ടിൽ അവന് കൈയില്ല. ഇങ്ങനത്തെ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട് ഇത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ കുതിരയുടെ സ്റ്റണ്ട് വരുന്നത്. അപ്പൊ ഈ എന്താ, അതായത് ഈ ജിതേന്ദ്രന്റെ ഡാഡി ഗിരിജയുടെ അനിയന് ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ മറ്റേ വില്ലന്റെ മോനോട് ഈ MLA കഥ പറയുന്നതാണ്, ലെജൻഡിന്റെ കഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ പറയും, ലെജൻഡിന്റെ കഥ പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാഡി ഗിരിജയുടെ അനിയനുണ്ട്. അനിയനെ നിങ്ങൾ പല പടത്തിൽ കണ്ടിട്ടുണ്ടാവും, വില്ലനായിട്ടൊക്കെ വരുന്നതാണ് പുള്ളി. പുള്ളി എനിക്ക് തോന്നുന്നു തുനിവിന്റെ അകത്ത്, മലയാളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു കുറെ എണ്ണത്തിന്റെ അകത്ത് ഇല്ലേ. മലയാളത്തിൽ ഏതൊക്കെയോ പടത്തിലുണ്ടല്ലോ പുള്ളി ഇല്ലേ, അത് തമിഴിലായിരുന്നു. മലയാളത്തിലുണ്ടോ? എനിക്ക് തമിഴിലായിരുന്നു. ആയിരിക്കും എനിക്ക് പുള്ളി ഏതൊക്കെയോ പടത്തിൽ ഇങ്ങനെ കണ്ട് ഭയങ്കര പുള്ളി കുറെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. പുള്ളി കുറെ പടത്തിലുണ്ട്. ഇതിന്റെ അത് തുനിവിന്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു, പോലീസുകാരനായിട്ട് വരുന്ന അത് പുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിന്റെ അകത്ത് എന്താ ഈ അനിയനെ MLA ആയിട്ട് നിർത്തുന്നുണ്ട്. അപ്പൊ അനിയൻ ഇങ്ങനെ അവരൊരു ഇലക്ഷൻ പ്രചാരണം പോലെ ഇങ്ങനെ ഒരു ഇതിൽ പൊക്കോണ്ടിരിക്കുകയാണ്, വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര ആവേശം കയറിയിട്ടേ അവരവിടെ വഴി നിൽക്കുന്ന ഒരു കാറൊക്കെ മറിച്ചിടും. അപ്പൊ അത് പുള്ളിയുടെ മറിച്ചിടുന്ന പേര് അജയ് എന്നാ കേട്ടോ. ഞാൻ അജയ്. പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് അജയ്. ഇപ്പം ഇത് നിങ്ങള് മറ്റേ മലയാളികൾക്ക് അറിയണമെങ്കിൽ മറ്റേ ഇത് കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ആര്യ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ആര്യ 2. ആര്യ 2-ലുണ്ട് ശരിയാ. ടൂവിന്റെ അകത്ത് ആര്യ 2വിന്റെ അകത്ത് കാജൽ അഗർവാളിനെ കെട്ടാൻ വേണ്ടി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരുത്തൻ. എന്നിട്ട് പിന്നെ ഈ അല്ലു അർജുനും പുള്ളിയും ഭയങ്കര കമ്പനിയാവും. അവര് വലിയ ബഡീസ് ആയിട്ട് കയ്യിൽ ടാറ്റു ഒക്കെ അടിക്കും. അല്ലു അർജുൻ ആര്യ എന്നുള്ള ടാറ്റു പുള്ളി കയ്യിലടിക്കുന്ന ആ പുഷ്പയിലും റോള് ചെയ്തു. ഉണ്ടല്ലോ. പുഷ്പയിലും ഉണ്ട്. പക്ഷെ അത് വേറെ എനിക്ക് വേറെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. നമ്മൾ ഒത്തിരി നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്യാരക്ടറാണ്, നമ്മൾ ശ്രദ്ധിക്കുന്ന ക്യാരക്ടറാണ്. എല്ലാത്തിലും ഒരു വൃത്തിയുടെ വില്ലനായിട്ടായിരിക്കും, പക്ഷെ നമ്മൾ അല്ല ശ്രദ്ധിക്കുന്ന ഈ ക്യാരക്ടറാണ്. ആര്യ 2 കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാര്യം അത് അതിന്റെ അകത്ത് ഈ ഇങ്ങനത്തെ ഒരു വട്ടനാണ് പുള്ളിക്ക്. കാജൽ അഗർവാളിന്റെ പുറകെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നടക്കും. എന്നിട്ട് അപ്പം ആ പുള്ളി അങ്ങനെയാണ്. അപ്പൊ MLA ആയിട്ട് അപ്പൊ ഇങ്ങനെ ഈ ഇലക്ഷന്റെ ഈ ഘോഷയാത്രക്കിടയിൽ ഇവരിങ്ങനെ കൂടെ ഉള്ളവന്മാരിങ്ങനെ ഇങ്ങനെ കാറൊക്കെ മറിച്ചിടും. അപ്പൊ ആ കാറ് മറിച്ചിടുന്ന കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. ഇങ്ങനെ അവരിങ്ങനെ സ്കൂട്ടറിലാണ് ഇരിക്കുന്നത്, ഒരു അച്ഛനും മോളും പിന്നെ ഭാര്യയും. ഒരു അമ്മയും. ഓടി വന്നിട്ട് ഇയാളെ ചവിട്ടിയിട്ടിട്ട് ആ വണ്ടി അങ്ങ് കത്തിക്കും. ഒരു കാര്യമില്ല, വഴിയെ പോകുന്നവനൊക്കെ പിടിച്ചടിക്കുക വെറുതെ ഒരു തമാശക്ക്. അപ്പൊ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലെജൻഡ് അസിൻ ബാലയ്യയുടെ പ്രസന്റ് ഫോമിലെ എൻട്രി. അതും ലെജൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബൈക്ക് ഉണ്ട്. ആ ബൈക്കിൽ ഇങ്ങനെ ലെജൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ബൈക്കിലാണ് ബൈക്ക് ഇങ്ങനെ ചാടിച്ചോണ്ടാണ് വരുന്നത്, ഇങ്ങനെ പറന്ന് വന്നിട്ട്. ഇത് ഒരു ഓറഞ്ച് കളർ ബൈക്കാണ്. പുള്ളിക്കൊരു ഓറഞ്ചിനോടൊരു എനിക്ക് തോന്നുന്നു ഈ പടത്തിലേക്കും ബാലയുടെ ഏറ്റവും സൂപ്പർ ലുക്ക് ഈ ഒരു ആസിഡ് ബാലയുടെ ഈ ഒരു ബാലയുടെ ലുക്ക്. കാര്യം ഈ കൃഷ്ണയുടെ ലുക്ക് കണ്ടു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ എന്താ പറയുക, പുള്ളിക്ക് അതാ പുള്ളിയുടെ പടങ്ങളിലേ ഇപ്പൊ 2-3 പടം കണ്ടുകൊണ്ട് അതിലൊക്കെ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ ഡബിൾ റോൾ വരുവാണെങ്കിൽ പുള്ളിനെ യങ് ആയിട്ട് കാണിക്കുന്ന
റോളുകൾ ഇച്ചിരി വിയേർഡാണ്. കാണുമ്പോ തന്നെ നല്ല പ്രായമുണ്ടെന്ന് തോന്നിക്കുന്ന പ്രായം തോന്നിക്കും. തരത്തിലാണ്. പക്ഷെ പുള്ളിനെ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള റോള് കാണിക്കുന്നതിൽ ഭയങ്കര പക്കായാണ്, നല്ല ലുക്കുമാണ് പുള്ളിക്ക്. നല്ല ഇപ്പൊ ലുക്കാണ്. അതെ, നല്ല വീരസിദ്ധാരന്റെക്കകത്ത് തന്നെ മകനെ കാണിക്കുമ്പം ഹണി റോസിന്റെ തന്തയാന്ന് പറയുന്ന രീതിയില് ഉള്ള ഉള്ള ലുക്കാണ്. പക്ഷെ മകനാണ്. പക്ഷെ അപ്പൻ ബാലയ്യനെ കാണിക്കുമ്പോൾ കറക്റ്റ് ആണ്. അതായത് ഹണി നല്ല റോസിന്റെ നല്ല ഹസ്ബൻഡ് മാച്ചാണ്. ആയിട്ടാണ് അത് കാണിക്കുമ്പോ അവര് ചേരുന്നുണ്ട്. അവര് ഓക്കെ ചേരുന്നുണ്ട്. ആയിട്ട് പോകുന്നുണ്ട്. ആ അത് പിന്നെ സ്വാഭാവികമാണ്. അപ്പം ഇതില് അതുപോലെയാണ്. ഇതില് ഈ ലെജൻഡിന്റെ ലുക്ക് കിടിലമാണ്. നല്ല നല്ല ബാലയ്ക്ക് ചേരുന്ന നല്ല ലുക്കാണ്. കൃഷ്ണയുടെ ലുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൃഷ്ണയുടെ ലുക്ക് എന്ന് പറയാനൊന്നുമില്ല, പുള്ളി ഇങ്ങനെ ക്ലീൻ ഷേവ് അടിച്ചിട്ടാണ് ഒരു നിൽക്കുന്നത്. പക്ഷേ കട്ടി മീശയൊക്കെ വെച്ച്, ഒരു സാധാ മീശയൊക്കെ മീശയൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് അങ്ങോട്ട്. സാധാ ബാലയ്യയുടെ ലുക്കാണ്. പക്ഷെ എന്നാലും ഈ യങ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള മേക്കപ്പിന്റെ പ്രശ്നമാണോ എന്താണോ എന്താണ് ഇത്? അറിയില്ല എന്താ. മറ്റേന്റെ അകത്ത് ഇച്ചിരി ഒരു കൊമ്പൻ മീശയൊക്കെ വെച്ചിട്ട് ഇച്ചിരി ഒരു നല്ല ലുക്കാണത്. ഒരു അത് അപ്പം ജുബ്ബയാണ്. കുറച്ചുകൂടെ നീളമുള്ള ഷർട്ട്സ് ആയിരിക്കും മിക്കവാറും പ്രായമുള്ളപ്പോ ഇടുന്നത്. അപ്പൊ ജുബ്ബ പോലത്തെ സാധനം പുള്ളിക്ക് ചേരും. ഉം അപ്പൊ ഇതില് നല്ല ലുക്കാ. ഇതില് പുള്ളിയുടെ കഴുത്തേല് ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ട്, ഇങ്ങനെ 2-3 ചുറ്റിട്ടായിരുന്നു. അത് ഫുള്ള് ഗോൾഡൻ കളറിൽ കേട്ടോ. അപ്പൊ അതെ ഇങ്ങനെ അതെ. ഈ ബൈക്ക് ചാടിച്ചോണ്ടാണ് ബാലയുടെ എൻട്രി. ചാടിച്ചോണ്ട് വന്നിട്ട് ഈ ബൈക്ക് വന്നിട്ട് ഈ ഈ ഫാമിലിനെ ബൈക്ക് കത്തിച്ചവരുണ്ടല്ലോ, അവർ ഈ സ്കൂട്ടർ കത്തിച്ച അയാളുടെ നെഞ്ചത്തേക്ക് വന്നിട്ടാണ് ഇടിച്ചു കയറ്റുന്നത്. ഇടിച്ചു കയറ്റിയിട്ട് പിന്നെ ബാലയ്യ അവിടെ ഫൈറ്റ് തുടങ്ങാൻ പോവാണ്. ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ബാലയ്യയുടെ ഗ്യാങ് പുറകെ ഉണ്ട്. ബാലയ്യയുടെ കൂടെ ഉള്ളവർ അവര് വന്നിട്ട് ബാലയ്യക്ക് മറ്റേ വെപ്പൺ സ്റ്റോം ബ്രേക്കർ എറിഞ്ഞു കൊടുക്കും, കോടാലി. അതിങ്ങനെ എറിഞ്ഞു കൊടുക്കും. അതിങ്ങനെ കറങ്ങി വന്ന് ബാലയ്യയുടെ കയ്യിൽ ഇങ്ങനെ, ബാലയ്യ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ബാലയുടെ കയ്യിൽ വന്ന് നിൽക്കും. അപ്പൊ ഈ ഫൈറ്റിന്റെ ഇടയില് ഈ ബാലയെ ഇങ്ങനെ ഇവരിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വെട്ടിയും കുത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ അജയ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ, നമ്മുടെ ഡാഡിയുടെ അനിയൻ, അവൻ ജീപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ ഷോട്ട് ഗൺ എടുത്തിട്ട്, അവൻ ഇങ്ങനെ തോക്കുണ്ട് അവന്റെ കയ്യിൽ, അവൻ തോക്കെടുത്തിട്ട് അവിടെ വഴിയിൽ ഇവർക്ക് എസ്കോട്ട് വന്ന് വഴിയിൽ കുതിരപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ വെടിവെക്കും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബാലയെ അവന്റെ ഫ്രണ്ട് നിൽപ്പുണ്ടെന്ന് ബാലയേനല്ല വെടിവെക്കുന്നത്. അവിടെ ഒന്നും ചെയ്യാതെ ആ സൈഡിൽ നിന്ന് 2 പോലീസുകാരെ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് പോവാടാന്നൊക്കെ, വാടാ ആ, വേഗം പോവാന്നൊക്കെ. എന്നിട്ട് അവരെ 2 പേരെ വെടിവെച്ച് വന്നിട്ട് ബാലയേനെ വെടിവെക്കാൻ പിന്നെ ഉണ്ടായില്ലല്ലോ. ആ ബാലയേനെ വെടിവെച്ച ബാലയെ തീരുമല്ലോ, പടം അതോടെ തീരും. അതുകൊണ്ടായിരിക്കും പോലീസുകാരെ തട്ടിയത്. എന്നിട്ട് പോവാന്ന് പറഞ്ഞ് വണ്ടി എടുക്കും. വണ്ടി എടുക്കുമ്പോ ബാലയെ വെറുതെ വിടും. ബാലയെ എന്ത് ചെയ്യും, ബാലയെ അവിടെ പോലീസുകാരുടെ കുതിരയുടെ പുറത്തോട്ട് കയറും. കുതിരയുടെ പുറത്തോട്ട് കയറിയിട്ട് പിന്നെ കുതിരപ്പുറത്താണ് ചേസ്. കുതിരപ്പുറത്ത് ചേസ് ചെയ്യുമ്പോൾ ബാല ഇങ്ങനെ സൈഡിൽ കൂടെയാണ് ചേസ് ചെയ്യുന്നത്. സൈഡിൽ കൂടെ ചേസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു 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 സൈഡിൽ കൂടെ കണ്ണാടിച്ചില്ല് എന്ന് റോഡ് പറയുമ്പോ പോലെ മറ്റേ ഉണ്ട്, ഇതില് പേയ്മെന്റ്. മറ്റേ സൈഡ് വാക്കില്. അതെ അതെ. പേയ്മെന്റിലൂടെയാണ് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നത്. ഇവര് റോഡിലൂടെ ഇങ്ങനെ ജീപ്പിൽ പോവാണ്. അപ്പം ബാലയെ ചേസ് ചെയ്ത് വരുമ്പോ വഴിയിൽ ഒരു കണ്ണാടിച്ചില്ലുണ്ട്, ഇങ്ങനെ ഒരു ഇതുപോലെ. എന്താ ഫോൺ അതൊക്കെ ബൂത്ത് പോലത്തെ തകർന്ന് എന്താണ്ട് ഒരു സാധനം, എന്തോ ഇച്ചിരി ഒരു വലിപ്പം സാധനം. കൂടി. അതും തകർത്തോണ്ടാണ് ബാലയ്യ വരുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം, ആ കുതിരയുടെ നെറ്റിയിലാണെങ്കിൽ വെള്ള കളറിൽ ഒരു പാണ്ടുണ്ട്, അതിന്റെ വെള്ള കളർ പൊട്ട് പോലെ ഇങ്ങനെ നീളത്തില്. ഞാൻ ഓർത്ത് ഇനി അത് വെള്ള കളർ ആ കുതിരയുടെ ഇതാണോ, അതോ ഇനി വല്ല ആർമർ വല്ലോ അതിന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. കാര്യം ഈ ചില്ലൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ടാണ് വരുന്നത്. ഏതാണ്ട് ചില്ല് ഇടിച്ചു പൊളിക്കുക മാത്രമല്ല, അത് അടിയിൽ ഏതാണ്ട് ഈ മറ്റേ ബൈക്ക് കത്തുന്നുണ്ടല്ലോ നേരത്തെ, സ്കൂട്ടർ, അതിന്റെ തീയൊക്കെ മണ്ടേ കൂടെ കത്തുന്നുണ്ടല്ലോ. ചാടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഈ കുതിരയുടെ കഴിഞ്ഞു. തീയുടെ മണ്ടേ കൂടെ ചാടിച്ച് അതിന്റെ വയറും കത്തിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചില്ല് പിടിച്ചു പൊളിച്ച്. പക്ഷെ കുതിരക്കൊന്നും പറ്റിയില്ല കേട്ടോ, ഭാഗ്യം. എന്നിട്ട് ഈ കുതിരപ്പുറത്ത് ചേസ് ചെയ്യാം. കുതിരപ്പുറത്ത് ചേസ് ചെയ്യുമ്പോൾ അവിടെ വഴിയിലിരുന്ന് ഒരു കുന്തം എടുത്തിട്ട് ഇങ്ങനെ എറിയും. ഇവരുടെ സ്റ്റിയറിംഗ് വീലിലോട്ട് എറിയും. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ വന്ന് ലോക്കായിട്ട് വണ്ടി മറിയും. അങ്ങനെ വണ്ടി മറിഞ്ഞിട്ട് വില്ലൻ തെറിച്ചു പോയിട്ട് അവൻ ഒരു കണ്ണാടി ചില്ല് പൊളിച്ചോണ്ട് അപ്പുറത്തൂടെ ഇങ്ങനെ പോകും. അപ്പൊ ബാലയെ കുതിരപ്പുറത്ത് അവനെ ചേസ് ചെയ്യുന്നുണ്ട്. അവൻ ഈ തെറിച്ച് പോകുന്ന ഓൺ ദ വേ മിഡ് എയറിൽ തന്നെ അവനെ പിടിച്ചിട്ട് ഇവൻ അവനെ ഓടിക്കും ഓടിക്കും കൊടുക്കും. ബൈക്കോടെ. അതായത് കുതിരയോടാണ് ഈ ബാലയ്യ ഇയാളെ പിടിച്ചിട്ടുണ്ട്. പിടിച്ച ആ ഒരു ഇതില് കുതിരയുടെ കൂടെ ഇയാളെയും കൂടെ ഓടിക്കുകയാണ് ഈ അജയ് എന്ന് പറയുന്ന ഓടിക്കുകയാണ്. ഈ ആ നമ്മുടെ ഡാഡിയുടെ അനിയന്. നേരത്തെ പുള്ളി കണ്ണാടി ചില്ല് പൊളിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവനെ ഇത്തവണ പൊളിപ്പിച്ചിട്ട് മിഡ് എയറിൽ തന്നെ അവനെ പിടിച്ച് കുതിരപ്പുറത്ത് ഓടിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ കാണണം. അങ്ങനത്തെ കിടിലൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവനെ ഓടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരും. സ്ഥലത്ത് വന്ന് പോലീസുകാരുടെ അടുത്ത് കൊണ്ടുവരും. അപ്പൊ അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ കസേര ഇരിപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോ ബാലയ്യയുടെ ഈ അനിയൻ കൃഷ്ണ ബാലയ്യയുടെ അമ്മായിയപ്പനുണ്ടല്ലോ, കളക്ടർ, അയാൾ ഞാൻ നോക്കിയപ്പോ പോലീസ് വേഷമൊക്കെ ഇട്ടിട്ട്, കോൺസ്റ്റബിളിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് കസേര ഇരിക്കുന്നു. ഇതെന്ത് കണ്ടാ പറയുന്നത്. പിന്നെ ഞാനവിടെ നോക്കി, കോൺസ്റ്റബിളിൽ നിന്ന് പറയുന്നത് എക്സാം ഒക്കെ എഴുതി നീ കളക്ടറായതാണ്. പിന്നെ മനസ്സിലായി അയാളുടെ ലുക്കിലേക്ക് ആയിട്ടുള്ള മറ്റൊരാളാണെന്നും അയാളുടെ മോഹം, 2 പേരുടെ മോഹം അതുപോലെ ഒരുപോലെ ഉണ്ടായിരുന്നു. പുള്ളി നമ്മളാണ് കോൺസ്റ്റബിളിൽ നിന്ന് പഠിച്ചതാണ് IAS ആയത്. എനിവേസ് അവിടെ ഇങ്ങനെ വന്നിരിക്കും പോലീസുകാരൊക്കെ വരും, വലിയ വലിയ മറ്റേ DGP ഒക്കെ വന്നിട്ട് അതുപോലത്തെ റാങ്കിലുള്ള ഓഫീസർമാരൊക്കെ വന്നിട്ട്
അന്നേരം ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് എം എൽ എ ഇങ്ങനെ ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ ബാലയെ പറയാ അറസ്റ്റ് ചെയ്യേണ്ടത് ഇവനെ അല്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് അപ്പം പോലീസുകാരിങ്ങനെ ഇങ്ങനെ നിൽക്കും. അപ്പം ആരെയാണ് അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡി ഗിരിജേനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഡാഡി ഗിരിജേനെ ഡാഡി ഗിരിജ അന്നേരത്തേക്കും വരും. ഡാഡി ഗിരിജ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവര് തമ്മിലുള്ള കോൺവെർസേഷനാണ്. അവര് തമ്മിലുള്ള കോൺവെർസേഷന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡാഡി ഗിരിജ ഭയങ്കര ആക്രോശത്തോടൊക്കെയാണ് കേട്ടോ. അന്നേരത്തേക്ക് ഒരു ഡയലോഗ് ഉണ്ട്, നീ ഭയപ്പെടുത്തുമ്പം ഭയപ്പെടാൻ ഞാൻ നിന്റെ വോട്ടർ അല്ലടാ, ഷൂട്ടറാടാ എന്നൊക്കെ. ഷൂട്ടറടാ. ഷൂട്ടറാടാ എന്ന് പറയും. അത് മലയാളം ഡബിൽ അങ്ങനെ പറയുന്നത്, തെലുങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ട് പിന്നെ ഡോൺ ഷൗട്ട് അഗെയിൻ. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഈ വോട്ടർ എന്ന് പറഞ്ഞ സാധനം ഞാൻ വോട്ടർ എന്നാണ് കേട്ടത്. അത് വെള്ളം. അതായത് ഇത് മറ്റേ ഇതാണ് മറ്റേ വോട്ട് കൊടുക്കുന്ന ആൾ എന്നുള്ള സാധനമായിരുന്നു. ഞാൻ വെള്ളം വോട്ടർ. എന്നാ കേട്ടത്. വെള്ളം എന്തോ. അപ്പൊ അതിനകത്ത് മനോഹരമായിട്ടുള്ള സാധനങ്ങളുണ്ട് ബാലയ്ക്ക്. യെസ് യെസ്. എന്നിട്ട് പുള്ളിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ബാക്കിലോട്ട് ആട്ടിക്കൊണ്ടുള്ള കുറെ സീക്വൻസുകളുണ്ട് ഇതിനകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് കൈ ഇങ്ങനെ ബാക്കിലോട്ട് മറ്റേ ഡാഡീനെ ഇങ്ങനെ പാടമൊക്കെ പഠിപ്പിച്ചിട്ട് ഡാഡീനെ അറസ്റ്റ് ചെയ്യും കേട്ടോ. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ വലയ ബാക്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ കൈയൊക്കെ പുറകിലോട്ട് ഇങ്ങനെ ആട്ടിയിട്ടൊരു ഡയലോഗ് ഉണ്ട്, ഡോണ്ട് ഷൗട്ട് അഗൈൻ എന്ന് പറയുന്നുണ്ട്. ഡോൺ ഷൗട്ട് അഗെയിൻ. അപ്പൊ ബാലയെ ഇങ്ങനെ നടന്നു പോവാണ്. ഈ ബാലയെ നടന്നു പോകുമ്പോ ഈ പോലീസുകാരെല്ലാം വരിവരിയായിട്ട് നിന്നിട്ട് ബാലയ്ക്ക് സല്യൂട്ട് ചെയ്യും. ഇവിടെ ഒരു അഞ്ചാറെണ്ണത്തിനെ കൊന്നിട്ട് ഒരുത്തനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ചില്ലുകൂട് പൊളിപ്പിച്ച് കണത്തി ഓടിച്ചോണ്ട് വന്നിട്ടിട്ട് ബാലയ്ക്ക് എല്ലാവരും സല്യൂട്ട് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഡാഡി ഇതൊക്കെ കണ്ടോണ്ട് വന്ന ഡാഡിയെ പോലീസ് പിടിച്ചിട്ടു. ഒന്നും ചെയ്തില്ല അയാളെ അതേ ഉള്ളൂ. നിങ്ങൾക്കെതിരെ ഒത്തിരി തെളിവൊക്കെ ഉണ്ടെന്ന് എന്ത് വേണം. തെളിവുണ്ട്. ഡാഡി അടുത്ത ചീഫ് മിനിസ്റ്റർ ആവാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്, ആ ലെവലിൽ നിൽക്കുന്നതാണ്. ബാലയ അങ്ങനെയൊന്നും ഇല്ല. ബാലയ ആ ഏരിയയിലെ ഒരു വലിയ പുള്ളി, അത്രേ ഉള്ളൂ. പക്ഷെ ബാലയ്ക്ക് പോലീസുകാരൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് സല്യൂട്ടൊക്കെ അടിക്കും. പിന്നെ മറ്റേ പാട്ടാണ് രോമാഞ്ചമുള്ള, മറ്റേ നമ്മുടെ ഹീസ് എ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ഗുസ്ബംസ് അടിച്ചു കിടിലമാണ്. അപ്പം ഇതിലെ ഡയലോഗുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഡയലോഗുകൾ ഇപ്പം ഈ ഡാഡി ഗിരിജയുടെ ടീമില് ഒരു പുള്ളിയുണ്ട്, ഒരു വലിയൊരു ഓഫീസർ പോലത്തെ ഒരാള്, എന്തോ കളക്ടറാണോ എന്താ അങ്ങനത്തെ എന്തോ ലെവലിലുള്ള എന്തോ ഒരു പുള്ളിയുണ്ട്. എന്തോ മന്ത്രിയോ അങ്ങനെ എന്തോ ആണല്ലോ, കേന്ദ്രമന്ത്രിയോ അങ്ങനെ എന്തോ ആണ് പുള്ളി കേന്ദ്രത്തിലുള്ളത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് പറയുന്ന പുള്ളിയായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ട്. അത് ജിതേന്ദ്രനെതിരെ പഞ്ചുകളുണ്ട്, കുറെ പഞ്ചടിക്കുന്നുണ്ട് പുള്ളിയോട്. ജിതേന്ദ്രനെ വെറുതെ വിടാനായിട്ടുള്ള രീതി, കോംപ്രമൈസ് ആക്കാന്നൊക്കെ ഉള്ള രീതി ബാലയ്യനെ വിളിച്ച് സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങോട്ട് കയറാൻ പോകുമ്പോഴത്തേക്ക്, ആ പുള്ളിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരു MLA ഉണ്ടെന്ന് പറഞ്ഞില്ല ഇവരുടെ ടീമിലുള്ള, അയാൾ ഈ അവിടെ കുറെ പേരെ നിർത്തിയിട്ട് ഈ മിനിസ്റ്റർക്ക് ജയ് വിളിക്കുന്നുണ്ട്. അപ്പൊ ജയ് വിളിക്കുമ്പോഴത്തേക്കും ബാലയ്യ വരും. ബാലയ്യ വന്നിട്ട് ഈ MLA കിട്ട് നീ MLA ആണോ അതോ ബ്രോക്കർ ആണോ എന്ന് പറഞ്ഞിട്ട് ബാക്ക് ഹാൻഡിൽ ഡിസ്ലക്ട് ചെയ്യുവനെ. കൈ ഇങ്ങനെ തിരിഞ്ഞിട്ട് ബാക്കിൽ ഇങ്ങനെ കുറെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഡിസ്ലാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറി കഴിയുമ്പോൾ അവര് തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതില് ഉള്ള ഒരെണ്ണമാണ്, നിന്റെ തലയിൽ എന്തുവായിരുന്നു, നിന്റെ തലയിൽ അതല്ലേ നിന്റെ ബി പി കയറിയാൽ നിനക്ക് ബി പി കയറിയാൽ നിന്റെ PA മാത്രമേ നടുങ്ങുള്ളൂ, പക്ഷെ എന്റെ ബി പി കയറിയാൽ AP നടുങ്ങും. അതെനിക്ക് തോന്നുന്നു മലയാളത്തിൽ നാട് മൊത്തം എന്നാണ്, മറ്റേനകത്ത് AP എന്നാണ്, ആന്ധ്രാപ്രദേശ് എന്നുള്ള AP ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്താണ് അപ്പൊ PM APയും അങ്ങനെ, അതായത് മിനിസ്റ്ററിന്റെ ബി പി കയറി കഴിഞ്ഞാൽ PA നടുങ്ങും, ബാലയുടെ ബി പി കയറി കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് തന്നെ നടുങ്ങും. പിന്നെ വേറൊരു ഡയലോഗ് ഉണ്ട്, നിന്റെ തലയിലെഴുത്ത് നിശ്ചയിക്കുന്നത് മുകളിൽ ഇരിക്കുന്ന ടവർ, എന്റെ തലയിലെഴുത്ത് നിശ്ചയിക്കുന്നത് എന്റെ ശരീരത്തിന്റെ പവർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഈ ശരത് കുമാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഈ സമുദ്രം പടത്തിലാന്ന് തോന്നുന്നു, റിയാസ് ഖാനെ എടുത്തിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ഉണ്ട്, നീ എല്ലാം ഷവറിലെ കുളിക്കണം, പവർ എടുക്കാതെ അതാ റിവറിൽ കുളിക്കണം, പവർ പാക്കറിയെന്ന് പറയുന്നുണ്ട്. അതുപോലത്തെ ഒരു ഡയലോഗാണ് ഇത്. നിന്റെ തലയിലെഴുത്ത് നിശ്ചയിക്കുന്നത് മുകളിലിരിക്കുന്ന പവർ, എന്റെ തലയിലെഴുത്ത് നിശ്ചയിക്കുന്നത് എന്റെ ശരീരത്തിന്റെ പവർ, പിന്നെ നിന്റെ വെറും ലോട്ടറി, എന്റേത് ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, സീറ്റ് മാത്രം. അത് മറ്റേ ഇതാണ് പുള്ളി, അത് മിനിസ്റ്റർ പറയും, അതായത് എന്താ ഞാൻ വന്നിട്ട് മറ്റേ അസംബ്ലിക്ക് സീറ്റ് പിടിക്കുന്ന കാണാന്നൊക്കെ. അപ്പം ബാലയ്യ പറയും, സീറ്റ് മാത്രല്ല അസംബ്ലിക്ക് ഒരു ഗേറ്റിന്റെ അവിടെ, അസംബ്ലി ഗേറ്റ് പോലും നിനക്ക് കടക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അല്ലെ, അസംബ്ലി ഗേറ്റ് പോലും തൊടില്ല. സീറ്റ് മാത്രല്ല അസംബ്ലിക്കുള്ള ഗേറ്റ് പോലും തൊടില്ല. അതെ.
അപ്പം പിന്നെ ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പോവുന്നത്. ബാലയെ. അതെ, 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 ഉം. അതെ. പുള്ളിക്ക് എപ്പഴും അപ്പം ഇങ്ങനത്തെ ഒരു പഞ്ച് കാണും പറയുമ്പത്തേനും. കൊറേ പഞ്ച് ഡയലോഗുകൾ ഒന്നിപ്പിച്ച് അതും വെച്ച ഒരു ഭയങ്കര പവർഫുൾ സീനാണ് അത്. റൈമിങ്ങുമാണ്. അതെ, 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 അതെ. അതെ, അതെ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അത് ഉം. കഴിഞ്ഞിട്ട് പിന്നെ ബാലയെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ബാലയെ മറ്റേ മറ്റേ മുത്തശ്ശിക്ക് ബാലയേനെ കാണരുതല്ലോ. കാര്യം മകളുടെ മറ്റേ മോനും മരുമകളൊക്കെ മരിച്ചതായതുകൊണ്ട് ബാലയെ കാരണം തട്ടിപ്പോയ എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് ബാലയെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനെ വിട്ട് പഠിപ്പിച്ചിട്ടും ബാലയെ നന്നായില്ല. ബാലയെ നാട്ടിൽ വന്നിട്ട് പിന്നെ ജിതേന്ദ്രനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അതാണ് ആസിഫ് മുത്തശ്ശിയുടെ ബാലയുടെ മെയിൻ കാര്യാ പ്രശ്നം. പറയുന്നത് കേട്ടോ. കൃഷ്ണ ആ ബാലയുടെ കാര്യല്ല. മൂത്ത ബാലയുടെ കാര്യമാണ് പറയുന്നത്. കൺഫ്യൂഷൻ ആകരുത്. കൃഷ്ണ ബാലയെ വെടികൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണ ബാലയെ കാണിക്കുന്നില്ല. ബാലയെ ഒന്നും കട്ടോ ജീവനോടെ കാണിക്കുന്നില്ല. ഉണ്ടോന്നൊന്നും അവനൊരു അറിയത്തില്ല. മൊണ്ണയാണത്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കാണിക്കുന്നില്ല. അപ്പം പിന്നെയുള്ളതല്ല ഈ ലെജൻഡിന്റെ കഥയാണ്. അപ്പം ഈ ലെജൻഡ് താമസിക്കുന്നത് മറ്റേ വീട്ടില് മുത്തശ്ശി കയറ്റത്തില്ലാത്തതുകൊണ്ട് അവരുടെ ഓപ്പോസിറ്റ് തന്നെ അതുപോലെ തന്നെയുള്ള ഒരു വീട് പണിതിട്ട് അവിടെയാണ് താമസിക്കുന്നത്. നമ്മുടെ ക്രിസ്റ്റി ബ്രോ പണിത പോലെ. അതെ. ഞങ്ങളുടെ അത് പറഞ്ഞപ്പോ ഒരു പ്ലഗിൻ ഉണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് പോയി കാണുക. അതെ, 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 അപ്പം അതെ. നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്തേക്കാം. ഇവിടെ മുകളില് അതിന്റെ ലിങ്ക് മുകളിലിടയിൽ വരും. Yes, yes. ഓ, അത് അപ്പം പറയുമ്പോഴാ ഈ വീട് ചിലപ്പോൾ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ മിർച്ചി എന്ന് പറയുന്നൊരു പടമുണ്ട്. നമ്മുടെ പ്രഭാസിന്റെ ബാഹുബലി. പ്രഭാസില് ബാഹുബലി ഇറങ്ങിയ ആ ഒരു ഏകദേശം ടൈമിൽ തന്നെയൊക്കെ ഇറങ്ങിയ ഒരു പടമാണ്. അതിനകത്തിൽ ഈ ഒരു വീട്ടിനകത്തിലാണ് കലാപരിപാടികളെല്ലാം നടക്കുന്നത്. ആ വീടാണ് ഈ വീട്. അപ്പോ യെസ്, ആ വീടാണെന്ന് തോന്നുന്നു. അതുപോലെ ഏകദേശം കണ്ടെങ്കിൽ അതുപോലൊക്കെ ഇരിക്കും. അപ്പൊ യെസ്, യെസ്, അപ്പം നമ്മുടെ നടി രാധിക ആപ്തയുടെ എൻട്രിയാണ്. പറയൂ, പറയൂ. രാധികാപ്തയുടെ എൻട്രിയും അവിടെയാണ് വരുന്നത്. ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഓ, കയറി വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? രാധികാപ്ത അതെന്തോ ഒരു അമ്പലത്തിലിരുന്ന് എന്താണ്ട് പൂജ, എന്താണ്ട് ഭജന, എന്താണ്ട് അമ്പലത്തിലിരുന്ന് അത് ബാലയെ എന്താണ്ട് പുള്ളിയുടെ സ്റ്റഡിയിൽ ഓഫീസ് റൂമിലിരുന്ന് എന്തോ കേക്കും. റേഡിയോയിലൊക്കെ കേൾക്കുന്ന പോലെ ഇരുന്ന് കേൾക്കും. കാര്യം തൊട്ടപ്പുറയാണല്ലോ വീട്. അപ്പം അത് കേക്കാലോ. അല്ല, പക്ഷെ പുള്ളിക്കാരി അമ്പലത്തിലിരുന്നല്ലേ പാടുന്നത്. അതവിടെ അവരുടെ അടുത്തെങ്ങും അമ്പലം പൂജാമുറിയില്ലേ, അമ്പലമല്ല. അപ്പൊ ഈ രാധികാപ്ത എന്ന് പറയുന്നത് നമ്മുടെ KGF-ന്റെ അകത്ത് ഹീസ് ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ എന്നൊക്കെ പറയുന്ന അണ്ണനുണ്ടല്ലോ. പുള്ളിയുണ്ട് ഇതില്. പുള്ളിയുടെ മകളാണ്. പുള്ളിയുടെ മകനായിട്ടാണ് ഈ അനിയൻ ബാലയ്യനെ വളർത്തുന്നത്. അപ്പം കാണിക്കുന്നത്. പുള്ളിയുടെ അതുകൊണ്ടാണ് വൈഫ് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത്. ആ അപ്പൊ അങ്ങനെയാണ് ബാലയുടെ അളിയനാവുന്നത്. അതായത് അളിയനാകുന്നത്. കാര്യം സ്റ്റെപ്പ് രാധിക സിസ്റ്റർ ആയിട്ട് വരും അപ്തയുടെ തന്തയും രാധികാപ്തക്ക്. തള്ളയും രാധിക അപ്തയുടെ തന്തയും തള്ളയും എടുത്തു വളർത്തിയ മകനാണ് ഈ ഇളയ ബാലയ്യ. അപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് ഇവര് അളിയന്മാരായി. പക്ഷെ അളിയന്മാരാണ്. ജനനത്തിൽ പക്ഷെ അവര് സ്പീക്കിംഗ് ചേട്ടനും ഇവര് അനിയനുമാണ്. ബ്രദേഴ്സ് ആണ്. കാര്യം ഓ, പിന്നെ ഒരു സുഹാസിന്റെ പ്രത്യേക മക്കളാണ് രണ്ടുപേരും. അതെ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സലാറിന്റെ പ്ലാസ്റ്റിക് അമ്മയാണ് ഇതിനകത്തിട്ട് അതെ പ്ലാസ്റ്റിക് അതെ ഞാൻ നൈഫ് പറയാൻ കണ്ടപ്പോ. വരുമായിരുന്നു. ഞാൻ പറയാൻ വരുമായിരുന്നു. ഈശ്വരി റാവു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. സലാറിന്റെ അമ്മയുണ്ട് ഇതിനകത്ത്. സലാറിന്റെ അമ്മയാണ് രാധികാപ്തയുടെ അമ്മയായിട്ട് വരുന്നത്. അതുകൊണ്ട് മറ്റേ തന്നെ പ്ലാസ്റ്റിക് എക്സ്പ്രഷൻ ഇട്ട് നൈഫിന്റെ. അങ്ങ് അതെ, 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 ഞാൻ പറയാൻ വരുമായിരുന്നു. മറ്റേ പ്ലാസ്റ്റിക് നൈഫ് കണ്ടപ്പോ വെറുതെ കിടന്ന് സൈക്കാവുന്ന ആ ഒരു എക്സ്പ്രഷൻസ് ഇതിനകത്തിലും ഉണ്ട് കേട്ടോ. വലിയ ഇതില് അതിനകത്തിൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതില് ഈ ലെജൻഡ് ബാലയുടെ അതായത് നമ്മുടെ ആസിഡ് ബാലയുടെ ഫസ്റ്റ് എൻട്രിയിൽ അമ്പലത്തിലുള്ള മറ്റേ എൻട്രിയില് ഈ ഭയങ്കര BGM ആണ്. ഇങ്ങനെ DSP ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ദൈവം അവതരിക്കുന്ന പോലത്തെ ഇങ്ങനെ ജയ നരസിംഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര BGM ആണ്. ആ BGM-ന് നോക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ ഇപ്പം മറ്റേ ഇവരുണ്ട് മറ്റേ മലയാളത്തിലെ മറ്റേ ആ പുള്ളിക്കാരിയുടെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. ആ, സിത്താര. സിത്താര സിത്താരയുണ്ട്. സിത്താരയും ഈ ബാലയുടെ ഒരു സിസ്റ്ററാണ്. അപ്പം അപ്പൊ അവര് ഇങ്ങനെ ഉണ്ട്. അവര് നിൽക്കുമ്പോ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ മറ്റേ ബാലയെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊഴുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ സലാറിന്റെ അമ്മയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ നീട്ടിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്റെ ദൈവമേ. അവിടെ നിന്നിട്ട് തുടങ്ങുന്നതാണ് പുള്ളിക്കാരി ഒരു ഞാൻ എക്സ്പ്രസീവ് പറഞ്ഞില്ലേ, ക്വീൻ മറ്റേ ആയതുകൊണ്ട്. ഇതിനകത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുള്ള ക്യാരക്ടർ അല്ല. ഇങ്ങനെ സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ കൈയും കാലൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഒരു ആ എക്സ്പ്രഷൻ. പ്ലാസ്റ്റിക് നൈഫിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് പുള്ളിക്കാരി ഇടുന്നുണ്ട്. അപ്പൊ ഈ രാധികത്തെ പുള്ളിയുടെ മുറപ്പെണ്ണായിട്ട് വരും ടെക്നിക്കലി. ആ, അപ്പൊ ആ, ആ, അങ്ങനെ അതെ, അതെ. പുള്ളിയോട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിയാണ് എപ്പോഴും വീട്ടിലോട്ടൊക്കെ കയറി വരികയൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ടിന്റെ അകത്തും വരുന്നത്. അപ്പൊ ഈ സിത്താരനെ കല്യാണം കഴിച്ച ആ, ഒരു പുള്ളിയുണ്ട്. പുള്ളി അന്നേരം സിത്താര പ്രഗ്നന്റ് ആണ്. സിത്താര പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ വീട്ടില് ഇവര് മരുമകൻ വരും. മരുമകൻ വന്നിട്ട് മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയും, ഇങ്ങേര് ചോദിക്കും, അതായത് മറ്റേ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ പറയുന്ന അണ്ണൻ ചോദിക്കും, ഇങ്ങനെ പ്രഗ്നന്റ് ആയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് നമ്മള് കളയാൻ പോവല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പം കളയോ എന്ന് ഇങ്ങനെ ചോദിക്കും. അന്നേരം പറയും അത് പെങ്കൊച്ചാണ്.
അതുകൊണ്ട് ഞങ്ങൾ അതിനെ കളയാൻ പോവാ എന്ന് പറയും. അവർക്ക് ഓൾറെഡി സിത്താരയ്ക്ക് ഒരു താല്പര്യമില്ല. പെങ്കൊച്ചാ ഉണ്ടായത്. അപ്പം പിന്നെ ആ അവർക്കിനി ഒന്നും കൂടെ വേണ്ട എന്നുള്ള രീതിയില്. എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് സിത്താരയ്ക്ക് അത്യാവശ്യം വയറുണ്ട്. അപ്പൊ ഒരു ഉണ്ട് ഉണ്ട് 7-ാം മാസമോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് അല്ലേ? അത്ര അപ്പൊ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു, പറയുന്നുണ്ട്. ഈ സമയത്ത് ഉം. എങ്ങനെയാ കൊണ്ടുപോയിട്ട് കൊച്ചിനെ കളയാൻ പോകുന്നത് എന്ന് ആലോചിച്ചു. അപ്പൊ അതേ ചോദ്യം തന്നെ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ചോദിക്കും. ആ ഈ പടത്തിനകത്ത്. സമയത്ത് എങ്ങനെയാ? ഓ അതിനിപ്പം ഞങ്ങളുടെ വംശം നിലനിർത്താനായിട്ട് ആൺകൊച്ചിനെയാണ് വേണ്ടത്. പെൺകൊച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം അവൾ ചത്തുപോയാലും സാരമില്ല, കൊച്ചിനെ കളയാന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. അത് പറഞ്ഞിട്ട് ഇവനും പറയും, ഇവന്റെ തന്തയും പറയും, ഈ മരുമകനും മരുമകന്റെ തന്തയും പറയും. അപ്പൊ ഇങ്ങനെ വിഷമത്തില് പുള്ളിക്കാരി ചെന്നിട്ട് ബാലയ്യയുടെ അടുത്ത് ബാലയ്യ ഈ വിവരം കരച്ചില് അറിയും. പറയും. ഉം. ആ ബാലയ്യ ഈ വിവരം അറിയും. ബാലയ്യ വിവരം അറിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കേറി വരുമ്പോ തന്നെ ഇങ്ങനെ മരുമകൻ ഇങ്ങനെ ഏതാണ്ട് പറഞ്ഞുകൊണ്ട് വരുമ്പോ ഉടനെ ഒരു ബിച്ച് സ്ലാപ്പ് ആണ് ഇങ്ങനെ. എല്ലാരും ഇങ്ങനെ ബിച്ച് സ്ലാപ്പ് ചെയ്യും, ഇങ്ങനെ പുറകെ കൊണ്ട് ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് ഞാൻ നോക്കത്ത സിത്താരയുടെ പോലെയല്ലേ അടുത്ത് അല്ലേ? വന്നിട്ട് ഒരു ഭയങ്കര ആ രസമാണ് ഇത് കാണാൻ. ആ സിത്താരയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ നിന്റെ ഏട്ടനല്ലേ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മരുമൻ വന്നിട്ട് താൻ എന്ത് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തിരിഞ്ഞു പോലും നോക്കാതെ ആദ്യം ഒരു അടി, പിന്നെ അവൻ ഏതാണ്ട് പറഞ്ഞോണ്ടിരുമ്പോ പിന്നെ ഒരു അടി, അങ്ങനെ ഒരു 5-6 അടി റിപ്പീറ്റ് ആയിട്ട് അവന് കൊടുക്കും. അവന്റെ കണ്ണൊക്കെ കവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുമക്കും ഇങ്ങനെ. അപ്പം തന്തയാണെങ്കിൽ അയ്യോ എന്റെ മോനെ കൊല്ലുന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ മോനെ അടിച്ച് നാട്ടുകാരോട് പുറത്ത് ഓ കൊണ്ടുവരും. ഇതിന്റെ അകത്തുള്ള വീട്ടുകാർ മൊത്തം ഒരുമാതിരി നാട്ടുരാജാക്കന്മാര് പോലെയാണ് കേട്ടോ. ഈ വീട്ടുകാരും ഏകദേശം ആ നാട്ടിലെ ഒരു നാട്ടുരാജാവ് പോലെയാണ്. ഇങ്ങനെ അതെ വിളിക്കുമ്പോ അതെ. നാട്ടുകാരല്ല ഓടി വരും, എന്നിട്ട് ഈ ഒരു അപ്പൊ ബാലയ്ക്കെതിരെ പറയും. നാട്ടുകാരെല്ലാരും കൂടെ ഓടി വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ നാട്ടുകാരനെ തല്ലുന്നോന്ന് ചോദിക്കും. അപ്പം ബാലയ ഈ പറഞ്ഞവനിട്ട് ഒരു ബിച്ച് സ്ലാപ്പ് കൊടുത്തിട്ട് പറയും, നാട്ടുകാരാകുമ്പം അടുത്ത് അതായത് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത് എന്ന് നോക്കിയിട്ട് വേണം ഇടപെടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മറ്റേ സ്ത്രീകൾ എന്ന് ഡയലോഗാണ് പറയുന്നത് മറ്റേ സ്ത്രീ ഈവൻ ഗോഡ് അമ്മയാണ്. ഈവൻ ഗോഡ് മസ്റ്റ് ബി ബോൺ ഫ്രം മദേഴ്സ് വൂംബ് എന്നിങ്ങനെ പറയും. അതെ 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 അതെ. അപ്പൊ അത് അങ്ങനത്തെ അതൊരു പിന്നെ ഒരുമാതിരി ഈ മറ്റേ ഫീമെയിൽ ഫീറ്റിസൈഡിന്റെ അവയർനെസ് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ഫുള്ള് ഒരു വലിയൊരു പറയുന്നത്. മോണോലോഗ് ആണത്. അത് ബാലയെ ചോദിക്കുന്നുണ്ട്, അതായത് നിനക്ക് നിന്നെ പ്രസവിക്കാനായിട്ട് സ്ത്രീ വേണം, നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിനക്കൊരു ഭാര്യേനെ വേണം, ഗേൾഫ്രണ്ട്, നാട് ചുറ്റാൻ ഗേൾഫ്രണ്ട് വേണം. നാട് ചുറ്റാൻ ഗേൾ ഫ്രണ്ട് വേണം. എന്നിട്ട് അവിടെ നിൽക്കുന്നവനോട് ഒരുത്തനെ കാണിച്ചിട്ട് ഇവനെ നിനക്ക് നിന്റെ ഗേൾ ഫ്രണ്ട് ആക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊക്കെ നിനക്ക് പെണ്ണ് വേണം, നിനക്ക് പെങ്കൊച്ചായിട്ട് ഒരെണ്ണത്തിന് നിനക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം കണ്ടോ അവിടെയൊക്കെ നമ്മള് ഈ ബാലയുടെ പാട്ടുകൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇയാൾ എന്തോ ഈ കാണിക്കുന്നത്, പെണ്ണുങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഹീറോയിൻസിന്റെ ഇമാജിനേഷൻ ആണ്. ബാലക ഡീസന്റ് ആണ്, ഇത് കണ്ടില്ലേ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പം ഉം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓ പിന്നെ മറ്റേ ഡയലോഗും ഉണ്ട്. മറ്റേ എന്ത് എനിക്ക് എന്റെ നാട്ടുകാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരത്തെ എത്ര മിനിറ്റ് പറയാം, എത്ര അതെ അതെ അതെ. അരമണിക്കൂറെല്ലാം കണ്ടേ ആണുങ്ങൾക്ക് വരത്തുള്ളൂ. ആ പക്ഷെ ആണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു സ്ത്രീകൾക്ക് ഒരു കഴിഞ്ഞാല് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അരമ ഞാൻ മിനിറ്റ്സിനുള്ളിൽ വരും, അല്ല വിതിൻ ആ സെക്കൻഡ്സ് ഞാൻ അവിടെ എത്തും എന്ന് പറയുന്നുണ്ട്. ഐ വിൽ ഷോ ഇങ്ങനെ ദം പറയുന്നു. ഹെൽ എന്ന് പറയുന്നുണ്ട്. ആണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഞാൻ അരമണിക്കൂർ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും, പക്ഷെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഞാൻ അര സെക്കൻഡ് പോലും ലേറ്റ് ആവില്ല. ഐ യെസ് വിൽ യെസ് ഷോ ഐ വിൽ ദം ദ ഷോ ഹെൽ ദം ദ എന്ന് ഹെൽ. പറയും. എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഈ രാധികാപ്തയായിട്ടുള്ള റൊമാൻസ് ആണ്. അതായത് ബാലയെ റൊമാൻസ് ഇങ്ങനെ ആണ്. ഓഫീസിൽ ഇരിക്കുകയാണ് വീട്ടില്. അപ്പം രാധികാപ്ത വന്നിട്ട് ക്യൂട്ട്നെസ് കാണിച്ച് ബാലയെ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് അവിടെ ബാലയുടെ ടേബിളിൽ ഇരുന്ന് മദ്യം കള്ളുകുപ്പി എടുത്തിട്ടാണ് കള്ളുപ്പി കൂടെ എടുത്തോണ്ട് ആള് പോകുന്നത്. അപ്പൊ ഞാൻ എന്നാലും ഇവളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് വേണ്ടത്, ഇത്ര കെയറിങ് ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെയാണ്. എന്നിട്ട് വിളിച്ചോണ്ട് പോയിട്ട് രണ്ടാൾ പൊക്കമുള്ള ഒരു മതിലുണ്ട്, ആ മതിലിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് രാധികാപ്തേനെ പൊക്കി വിടും പൊക്കിക്കോളെ, പുള്ളി. എന്നെ പൊക്കിക്കോ പൊക്കിക്കോളാൻ പറയും. ചേട്ടാന്നൊക്കെ. ആ പക്ഷെ അപ്പോഴും ബാലയ ഭയങ്കര ഡീസന്റ് ആട്ടോ. ബാലയ അങ്ങനെ അങ്ങനെ വേണ്ടാത്ത ഇതിലൊന്നും ഇല്ല, ഇങ്ങനെ പൊക്കിയെടുത്ത് വിടത്തേ ഉള്ളൂ. എന്നിട്ട് ഇവര് മതിൽ ചാടിയിട്ട് നേരെ ബീച്ചിലാണ് പോകുന്നത്. ബീച്ച് എന്ന് പറയുമ്പോൾ ശംഖുമുഖം കടപ്പുറമാണ്. എന്തുകൊണ്ടാണ് ശംഖുമുഖം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബീച്ചിൽ അവരിങ്ങനെ ഇരിക്കുക, നോക്കുമ്പോ അവിടെ ഒരു 5-6 ശംഖ്, ഒരു 10 ശംഖ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ശംഖുമുഖം എന്ന് പറയുന്നത്. അതായത് നോർമൽ നമ്മൾ ഈ കാണുന്ന കക്ക പോലത്തെ സാധനം അല്ല കേട്ടോ. പ്രോപ്പർ നമ്മൾ ഈ ഊതുന്ന സാധനം നമ്മൾ കാണാറില്ലേ, ഈ മറ്റേ അമ്പലത്തിലൊക്കെ, അതുപോലത്തെ സാധനം ട്വിൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. എന്നിട്ട് കുറെ ഇങ്ങനെ വെതറിയൊക്കെ ഇട്ടേക്കുന്നു, നമ്മൾ ഈ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, തിരയടിക്കുമ്പോഴത്തേനും വരുന്ന പോലെ. വന്നു ചുമ്മാ വീഴുന്ന രസമാണ്. പോലെ. ആ ആ അപ്പൊ അങ്ങനെ ശംഖുമുഖം കടപ്പുറത്താണ് ഇരിക്കുന്നത്. അന്നേരമാണ് മറ്റേ പാട്ട് വരുന്നത്. ഈ ആ അതെ അതെ. ഇത്
നിമണ്ടിച്ച നീ കണ്ടേ ചുട്ടില്ലാണ് ആ പാട്ട് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഈ മറ്റേ ഈ ബിഗ് സ്ലാപ്പ് ചെയ്ത മരുമകനുണ്ടല്ലോ അവൻ പിന്നെ അങ്ങ് നന്നാവും. അവനപ്പം അവര് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കഥ അറിയുന്നത്. അതായത് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, സീമന്തമൊക്കെ നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അത് കഴിയുമ്പോഴാണ് പിള്ളേരാണ് പറയുന്നത് ഈ ഒരു ഒരു കുട്ടിപ്പിശാച്ചുണ്ട്, ഒരു കൊച്ച്, കുഞ്ഞു കൊച്ച്, അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവരുടെ ബാലവേല ആദ്യത്തെ പെങ്കൊച്ച്, ആദ്യത്തെ പെങ്കൊച്ച് മോള്. ഉം. അവിടെ വന്നിട്ട് പറയും ഇങ്ങനെ എന്നെ മായാവിയോ എന്തോ പറയില്ലോ. മാമയ്യാന്നോ മായയ്യാന്നോ എന്തോ എന്തോ അമ്മാവൻ അതാണ്. അമ്മാവൻ എന്നുള്ളതിന്റെ തെലുങ്ക് വാക്ക് പറയും, എന്തോ മായാവിന്ന് അങ്ങനെ എന്തോ പറയും. എന്താണേലും വന്നിട്ടാണ് എല്ലാം ശരിയാക്കിയത് ഇങ്ങനെ പറയും. അപ്പം അതെ. അപ്പം അന്നേരം ഇവനിങ്ങനെ ഇവർക്ക് സാരി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ അളിയൻ പറയുന്നുണ്ട്, അളിയനങ്ങ് നന്നായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് നന്നായി. അവൻ പറയുന്നത് വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ലല്ലോ ഭാര്യയ്ക്ക്. അപ്പൊ ഇങ്ങനെ സാരി എടുക്കുമ്പോൾ പറയും റേറ്റ് എത്ര ആയാലും കുഴപ്പമില്ല, വെയിറ്റ് അധികം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ. അതെ റേറ്റ് കൂടിയാലും വെയിറ്റ് പറയണം. വെയിറ്റ് പറയണമെന്ന് സാരിയുടെ. അപ്പൊ അമ്മാതിരി ലെവലിലുള്ള കെയറിങ് ആയിട്ട് മാറും, കെയറിങ് ആയിട്ടായി മാറും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉം, പിന്നെ ആ, അവിടെ അവരുടെ മറ്റേ ഈ പാർക്കിംഗ് ലോട്ടിലെ ഫൈറ്റ്, ഇവരെല്ലാരും പിടിച്ചോണ്ട് പോകുന്ന മറ്റേ ആ ഇളയിറക്കൻ അനിയനെ പിടിച്ചോണ്ട് പോകുന്ന ഫൈറ്റ്. പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചു വരികയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈവർക്ക് ഒരു ശാപം ഉണ്ടെന്നുള്ളത്. ഇവര് വന്നിട്ട് ഈ കൂടെ ഉള്ള കുറച്ച് കുട്ടിപ്പിശാചികൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡോറ് തുറക്കും, കാറിന്റെ ഡോർ. അങ്കിൾ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ഡോറ് മലന്നങ്ങ് തുറന്ന് വീഴും ഇങ്ങനെ ബ്ലിക്കെന്ന് മലണ്ട് പറഞ്ഞിട്ട്. പുറമുണ്ട് അയാളെ കൊന്നിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോ ഒരു പാട്ട ഇങ്ങനെ ഉരുണ്ട് വരുന്നു, ഒരു 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 വലിയ കന്നാസ് അതിങ്ങനെ ഉരുണ്ട് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് നോക്കുമ്പോ അതിന്റെ അകത്ത് ഒരുത്തനെ നിന്നും ബ്ലിക്കെന്ന് കൊന്നിട്ടിരിക്കും. പറയും. ഒരുത്തൻ. അങ്ങനെ ഒരു 5-6 ശവങ്ങള്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവര് വന്നിട്ട് വണ്ടിയെ വന്നിട്ട് അനിയൻ ബാലയാണ്, അതായത് നമ്മുടെ ഇത് ഫ്ലാഷ് ബാക്ക് സീനാണല്ലോ. അപ്പൊ കൃഷ്ണ അതിൽ കൃഷ്ണ ചെറിയ കൃഷ്ണ പയ്യനാണ്. കൊച്ചു അച്ഛനായിട്ട്. കൃഷ്ണനെ പിടിച്ചോണ്ട് പോകും. കൃഷ്ണനെ പിടിച്ചോണ്ട് അതിന്റെ പോയി ഇടയ്ക്ക് എന്ത് കഴിയുമ്പോഴത്തേക്കാണ് സ്വിച്ച് ബോർഡൊക്കെ ഇറങ്ങി തകർക്കുന്നു, ലൈറ്റ് വീഴുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. ആ അത് ഇവരിങ്ങനെ വണ്ടി കറങ്ങുന്നത് ഇങ്ങനെ ഇവരെ എല്ലാരും കൂടെ ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കുമല്ലോ. അപ്പൊ നോക്കുമ്പോ രാധികാപ്പയുടെ മോന്തയില് തൊട്ടില്ല എന്ന രീതിയിൽ ഒരു കോടാലി അതിങ്ങനെ പറന്നു പോയിട്ട് ഒരു സ്വിച്ച് ബോർഡായി പോയിക്കൊള്ളുന്നുണ്ട്. അനിയൻ ചെറുക്കനെ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. അനിയൻ ചെറുക്കനെ പിടിച്ചോണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലെജൻഡ് എന്തിനാ പിടിച്ചോണ്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ നമ്മുടെ ഡാഡി ഗിരിജ ജയിലിലാണല്ലോ. അപ്പൊ ഡാഡി ബെയിലിറക്കാൻ വേണ്ടി. ഗിരിജനെ റിലീസ് ചെയ്യാൻ വേണ്ടി അപ്പൊ അവര് പേര് നോക്കിയിട്ട് നടന്നില്ല. ഡാഡി ഗിരിജയുടെ വക്കീലുണ്ട് ഒരു ഉണ്ണാക്കൻ, അവൻ ഈ ടീമിൽ നിന്നിട്ട് അപ്പുറത്തെ ടീമിലുള്ളവരെ പൊക്കി പറയുന്ന ഒരുത്തൻ. അവൻ വന്നിട്ട് ബെയിലൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയും. അത് ഡാഡി ഗിരിജനെ ഇട്ടിരിക്കുന്ന ജയില് ഒരുമാതിരി സ്റ്റേഡിയം ലൈറ്റ് ഒക്കെ വെച്ചിട്ട് വലിയ മറ്റേ എനിക്ക് ജവാന്റെ അകത്ത് ജയിൽ ജവാനിലെ പോലെ. ജയിലൊക്കെ ഓർമ്മ വന്നു. ഒരു വലിയ കാട്ടന്റെ ഒരു സെല്ലിലാ പുള്ളിനെ ഇട്ടിരിക്കുന്നത്, ഒരു വലിയൊരു കമ്പി. എന്നിട്ട് എന്നിട്ട് പുള്ളി ചുറ്റും അനങ്ങത്തില്ല അവിടുന്ന്. 5-6 ദിവസം അതിനകത്ത് പിടിച്ചിട്ടേക്കാ. പുള്ളി അവിടെ നടുമുറ്റത്ത് ഇങ്ങനെ കാലിങ്ങനെ കാലൊക്കെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നിൽക്കുക, പുള്ളി ഒരുമാതിരി പുള്ളി തപസ്സൊക്കെ അങ്ങ് നിൽക്കുന്നത്. നിൽക്കുക. പുള്ളി നിൽക്കുക. അത് എനിക്ക് തോന്നുന്നു ഞാൻ നേരെ അവളോട് പറഞ്ഞു ഇതെന്തോ ഈ സ്റ്റേഡിയം ലൈറ്റ് ഒക്കെ ഇങ്ങനെ ചുറ്റും ലൈറ്റ് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഇവൻ ഡാഡി ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോ സ്റ്റേഡിയം ലൈറ്റ് വെച്ചിട്ട് ടോർച്ചർ ഓ മറ്റേ ചെയ്തായിരിക്കും പ്രകാശ് രാജിന്റെ വീട്ടല്ലേ. പോക്കിരിക്കകത്ത്. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ എന്നിട്ട് ഇത് തന്നെ ഇവര് വെയിലിറങ്ങി വരും, വീട്ടിൽ വരും. ഡാഡി വീട്ടിൽ ആ വരുമ്പോഴാണ് ചുറ്റും മറ്റേ ആരണ്ടൊക്കെ ആരതി ഒഴിയുകയും നിറച്ചും ആ കാറും ജനങ്ങളും ഒക്കെ. അപ്പൊ ഡാഡിക്ക് അപ്പൊ ഈ ആരതിയൊക്കെ ഒഴിഞ്ഞ് വീട്ടിലോട്ട് കയറ്റും. നമ്മുടെ ഇവള് കാവേരി ഭാര്യയാണല്ലോ. ഭാര്യ ഇങ്ങനെ ഇങ്ങനെ ഒരു തണ്ണിമത്തൻ ഇങ്ങനെ ആരതിയൊക്കെ ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആരതിയൊക്കെ ഒഴിക്കും. തണ്ണിമത്തനല്ല, അത് അന്നേരത്തേക്ക് പംകിനല്ലേ, എന്തുണ്ടാരത്തില്ല. തണ്ണിമത്തനല്ലേ തണ്ണിമത്തനല്ലേ, വേറെ ആണോ? തണ്ണിമത്തൻ വെള്ള പോലത്തെ കളർ തണ്ണിമത്തൻ. തണ്ണിമത്തന് അത്. ആ എന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറി കഴിയുമ്പത്തേക്ക് ഈ ഡാഡി പറയും, അവൻ എന്നെ പിടിച്ച് ജയിലിലിട്ടു എന്നിട്ട് ഞാൻ ബെയിലെടുത്ത് വന്ന കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വക്കീലിനെടുത്ത് പറയും. അപ്പൊ വക്കീല് പറയാണ് അതിന് നിന്നെ ബെയിലെടുത്തത് ലെജൻഡാണ്, അവൻ ആസിഫ് തന്നെയല്ലേ ബാലയാണ് അത്. നിന്നെ ബെയിലെടുത്തത്. അപ്പൊ ഇവൻ ഡാഡി സ്വാഭാവികമായിട്ട് നമ്മളാണേലും ചോദിക്കും, ആ നീ എന്റെ ചോറ് ദേഷ്യപ്പെടുന്നില്ലേ ഇത്, തിന്നിട്ട് ആ നീ എന്റെ എന്നോട് ചോറ് തിന്നിട്ട് പറയുന്നോടാ നീ അവിടെ വന്നിട്ട് അവന്റെ വേദാന്തം തോന്നുന്നു പറഞ്ഞിട്ട് വൃത്തികെട്ടവൻ. അവനൊന്നും കൊടുക്കും. ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കൻ. എന്നിട്ട് ആൾക്കാരോട് പറയും, എല്ലാരും ഇങ്ങനെ വണ്ടി എടുക്കും നമുക്ക് അവനെ കൊല്ലാൻ പോകാന്നുള്ള രീതിയിൽ പറയും. അപ്പം പുള്ളി അടുത്ത റിവിലേഷനും കൂടെ നടത്തും, ഇവിടെ ചുറ്റും ചുറ്റിനും നിൽക്കുന്നത് ബാലയുടെ നിൽക്കുന്നതെല്ലാം ബാലയുടെ ആൾക്കാരാണ്. ആൾക്കാരാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഡാഡി ഗിരിജ ഞെട്ടും. മാത്രമല്ല ഞങ്ങളും ഷോക്കായി. അതൊരു നല്ല ട്വിസ്റ്റ് ആയിരുന്നു. നോക്കുമ്പോഴത്തേക്കും ബാലയുടെ ടീമിട്ട് ആരതി ഒഴുങ്ങിയത് ആരണ്ട് അവരുടെ ആൾക്കാരാന്നാ പറഞ്ഞത്. കാവേരി അല്ലായിരുന്നു തോന്നുന്നു, വേറെ ആരണ്ട് ആരതി ഒഴുങ്ങിയത്. അപ്പൊ എല്ലാ കാവേരി ഉണ്ട് അവിടെ, ഉണ്ട്. കാവേരി ആയിരുന്നു. എന്നിട്ട് ഇതാണേലും എല്ലാരും നല്ല നോക്കുമ്പോ രസമാണ്. ബാലയുടെ ആൾക്കാര്.
അപ്പൊ ഈ ജഗപതി നമ്മുടെ ഡാഡി അങ്ങ് ആകെപ്പാടെ ഷോക്കായിട്ട് നിൽക്കും. എന്റെ അനിയൻ എവിടെയെന്ന് ചോദിക്കുമ്പോ അനിയൻ തമ്മുടു കഥകും തമ്മുടു എന്ത് പൊളിച്ചോണ്ട്, ചെയ്യുന്നു? തമ്മുട് എവിടെയെന്ന് ചോദിക്കുമ്പോ തമ്മുട് കഥകും പൊളിച്ചോണ്ട് പറഞ്ഞേ. ഡെലിവറി ചെയ്ത് കൊടുക്കും പുള്ളിക്ക്, ഏഹ് എന്താ പിടിച്ചോളാൻ. തമ്മുടോന്ന് ചോദിക്കുമ്പോ തമ്മുട് കഥക് പൊളിച്ച് പറന്നു വന്ന് അവിടെ വീട് കിടക്കും. അപ്പൊ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പം ഒരു 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 500 പേരാണ് പല പല രീതിയിൽ അവിടെ ചത്ത് കിടക്കുന്നത്. ഒരുത്തനെ തൂക്കി നോക്കുമ്പോഴത്തേക്ക് ഒരാളത്തെ തൂക്കിയൊക്കെ നമ്മൾ ഈ ആ, വീട്ടിനകത്തോട്ട് കയറുമ്പോ മറ്റേ മഴയൊക്കെ ഉള്ള സ്ഥലമാണ്, ഈ കോട്ട് നമ്മൾ വെളിയിൽ തൂക്കിയിട്ടിട്ട് പോകത്തില്ല, അല്ല മീൻ വീടിനകത്ത് ഉം. തൂക്കിയിടത്തില്ല, അതുപോലെ ഒരു തന്നെ തൂക്കിയിട്ട്. ഹാങ്ങറയിൽ ഈ ഷർട്ടൊക്കെ തൂക്കിയിടുന്ന പോലെ ഒരുത്തനെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. വേറെ ഒരുത്തനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ 2 നിലയാണല്ലോ വീട്. അപ്പൊ സ്റ്റെയർ കേസിൽ ഒരുത്തൻ ഇങ്ങനെ ബാലയുടെ തൊട്ട് മുകളിൽ, ബാലയ ഇങ്ങനെ ഒരു ആ സോഫയിൽ ബാലയെ ഇങ്ങനെ ഒരു ഇരിക്കും. ആട്ടുകട്ടിലല്ല ഇരിക്കുന്നത്, ആ നടുക്ക് തന്നെ ഒരു ആട്ടുകട്ടിലുണ്ട്. ആ ആട്ടുകട്ടിലേല് ബാക്കിൽ മറ്റേ നരസിംഹത്തിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതൊരു ആട്ടുകട്ടിലാണ് ബാല ഇരിക്കുന്നത്. ബാലയുടെ തൊട്ട് മുകളിൽ സെക്കൻഡ് നിലയിൽ ഒരുത്തനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, കൊന്ന് അവൻ ഇങ്ങനെ തൂക്കിയിട്ട്. ബാലയുടെ തലയിലോട്ട് ഇപ്പൊ വീഴും എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ അവൻ ഇങ്ങനെ മലന്ന് കിടക്കുന്നു. സ്റ്റെപ്പയിൽ പിന്നെ കുറെ തറ എണ്ണം കിടക്കുന്നു. പറഞ്ഞെണ്ണത്തിന് ഇട്ടിട്ടുണ്ട് ആ കേട്ടോ, അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തറയിലൊന്നും നടക്കാൻ പറ്റാത്ത പോലെയാണ് ശവങ്ങൾ കിടക്കുന്നത്. അതെ, കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ കുറെ അവന്മാരെ ശവം നിലത്ത് കിടക്കുന്നു. വേറെ കുറെ അവന്മാര് ഉം. സ്റ്റെപ്പേ കിടക്കുന്നു. ഒരുത്തൻ വേണ്ട മോള് കിടക്കുന്നു. വേറെ ഒരുത്തന്നെ ഹാങ്ങറയിൽ തുണി തൂക്കിയിട്ടിരിക്കുന്നു പോലെ ഇട്ടിരിക്കുന്നു. ഇതാ ഞങ്ങൾ ബാലയെ എന്നിട്ട് പറഞ്ഞത്, അവിടെ ഇരിക്കും. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് നല്ല പണിയുണ്ട് ഇതിനകത്തിലൊന്നും, നിറച്ച ആൾക്കാർ ഇങ്ങനെ കൊന്നിട്ടേക്കും. ഉം. അപ്പം ബാലയെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാലയെ എന്നിട്ട് പിന്നെ നമ്മുടെ ഡാഡിയായിട്ട് ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ ഉണ്ട്. അപ്പം അതില് ബാലയെ പറയും, ആഹ് ബാലയെ ഇവനെ കൊല്ലാൻ പോവും. മറ്റേ സ്റ്റോം ബ്രേക്കർ വെച്ച് കൊല്ലാൻ പോവും. പക്ഷെ അന്നേരം നമ്മുടെ കാവേരി അണ്ണയ്യ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ബാലയെ സ്റ്റോപ്പ് ചെയ്യും. അന്നേരം നമ്മുടെ ജിത്തു, അതായത് ഡാഡി ഗിരിജ പറയുന്നുണ്ട് ജിത്തുവിനെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പിന്നെ ബാലയെ കാവേരിയുടെ താലീനെ ഓർത്തിട്ട് വെറുതെ വിടും. എന്നിട്ട് പറയും നിനക്ക് 6 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ ഇവിടുന്ന് നാട് സ്ഥലം വിട്ടോണം. വിട്ടോളെ, എന്ന് ഗെറ്റ് ഔട്ട് പറയും. ഓഫ് ദ സിറ്റി എന്ന് ആ പറയുന്നുണ്ട്. ഗെറ്റ് ഔട്ട് ഓഫ് ദി സിറ്റി എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഡാഡി ഗിരിജയൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുകയാണ് വണ്ടി കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അപ്പൊ ഒരുത്തൻ വണ്ടി ഓടി കയറാൻ വന്നിട്ട് ഇരിക്കുമ്പോ ആ ചേട്ടാ വീട്ടിൽ പോകുന്നില്ല എന്നൊക്കെ. ഒരുത്തൻ ഈ അതായത് ഗിരിജയുടെ ഡാഡിയുടെ കൂടെ ഉള്ള ഗ്യാങ്ങിലുള്ള ഒരുത്തൻ വരും. അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കുരുവി സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട് വില്ലനായിട്ട്. പോക്കിരി പടത്തിന്റെ അകത്തുണ്ട്. യാരുടെ നരസിംഹ എന്നൊക്കെ ചോദിക്കുന്ന, അല്ല യാരുടെ അലിബായ് എന്ന് ചോദിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ വന്നിട്ട് ഡാഡിയുടെ അടുത്ത് വന്നിട്ട് എന്താ ചേട്ടാ വീട്ടിൽ പോകുന്നു കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്, വാ നമുക്ക് വീട്ടിലോട്ട് പോവാന്ന്. അതിന് വീട്ടിലെന്ത് കള്ള തേങ്ങിയിരിക്കുന്നത്? തിണ്ടി. അവിടെ ഒന്നുമില്ല. വീട്ടിൽ അവിടെ ആരാടാ ഇരിക്കുന്നത്? അവിടെ ഒരു ഒരു കണ്ടെയ്നർ നിറയ്ക്കാൻ മാത്രം പാകത്തിൽ കുറെ അമ്മമാരെ കൊന്നിട്ടിരിക്കുക. വീട് പോയി അടിച്ച് നശിപ്പിച്ച്, അത് പോകുന്നതിന് മുമ്പേ പുള്ളി ഇരുന്ന എന്തിനാ കരയുന്നത്? ഊഞ്ഞാല്. എന്റെ ആ എന്റെ അനിയനെ കൊന്നിട്ട് പറപ്പിച്ചിട്ട് ഞാൻ എന്തിനാ ആ കരയുന്നതെന്നൊക്കെ. ഞാൻ എന്തിനാ കരയുന്നത്? അനിയൻ തീർന്നു. അനിയൻ തമ്മുടു എന്ന് പറഞ്ഞപ്പോ അനിയൻ കഥക് പൊളിച്ചോണ്ട് അനിയൻ പാഴ്സലായി. അനിയൻ പടമായി. പിന്നെ പുള്ളി ഇരുന്ന ആറ്റുകെട്ടലടക്കം തല്ലി പൊളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വന്നിട്ട് വീട്ടിൽ പോവാന്ന്. ഒന്നുമില്ലെങ്കിലും ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ആളല്ലേ, കളിക്കുന്നത് എനിക്ക് അന്തസ് വേണോടാ എന്നൊക്കെ. കളിപ്പുണ്ടായിരുന്നു, അന്തസ്സ് വേണം. അത് കഴിഞ്ഞിട്ട് അയ്യോ. പിന്നെ പിന്നെ പറയാനുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാധികാന്റെയും ബാലയുടെ മുത്തശ്ശിയായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അന്നേരം മുത്തശ്ശി ശരിയാ. പറയും, അനിയനെ രക്ഷിച്ചല്ലോ ബാലയെ. അപ്പം മുത്തശ്ശി പറയും ഇവനെ അതായത് കൃഷ്ണനെ ലണ്ടനിലേക്ക് അയച്ച് പഠിപ്പിക്കുക, ഞാനിനി മരിച്ചാലും നീ ഇനി ഇവിടെ വരരുത് എന്ന് പറയും. അപ്പൊ ഇവരുടെ ഒരു, എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സ്ഥിരം സ്ഥലമാണെന്ന് തോന്നുന്നു ലണ്ടൻ. മൂത്തവനെ ലണ്ടനിൽ വിട്ട് പഠിപ്പിച്ച് അവൻ തിരിച്ചു വന്നിട്ട് നാട്ടില് ഇങ്ങനെ ഗുണ്ടായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് പിന്നെ അനിയൻ ചെറുക്കനെ അതിലോട്ട് തന്നെ വിടുകയാണ് തള്ള. എന്താണ് ഓ, ഇത്? ഇതുകൊണ്ട് കേട്ടോ 1/4 മണിക്കൂർ തള്ളയുടെ പ്രസംഗമുണ്ട്. എന്റെ ദൈവം, ഈ അമ്മച്ചി വാ തുറന്ന് അടക്കത്തില്ല. ഉഫ്. എന്നിട്ട് വാ അടപ്പിക്കാൻ വേണ്ടി എന്തോന്ന് പാവം രാധികാപ്തെ ഏതോ ഒരു കോണറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. സംസാരിക്കുന്നത് അത് രാധികയുടെ കല്യാണം നടത്തുന്ന കാര്യം പറയുമ്പോഴാണ് രാധിക പറയുന്നത്, ടിഫിൻ കഴിക്കാൻ പറഞ്ഞാലും ഞാൻ കഴിക്കും, പക്ഷെ പക്ഷെ എന്റെ ബാലയ്യനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ മറക്കാൻ എന്നിങ്ങനെ പറയരുത്. പറയും. അതെ അതെ അതെ. ആ, എന്നിട്ട് പിന്നെ ബാലയ്യനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടൊരു ഡയലോഗ് ഉണ്ട്. അതായത് പാവം കൊണ്ട് കാടായി മാറിയ, അതായത് സിംഹം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ക്രൂരമൃഗമാണെന്ന് ചിലർ പറയും, ചിലർ പറയും മൃഗരാജനാണെന്ന്, ചിലർ പറയും ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു മൃഗമാണെന്ന്. അപ്പം എന്റെ ബാലയ്യയും അതുപോലെ തന്നെയാണ്. അതായത് ലെജൻഡും അതുപോലെ തന്നെയാണ്. പാപം കൊണ്ട് കാടായി മാറിയ സമൂഹത്തിന് അദ്ദേഹം ഒരു ലയൺ, അതിരുവിട്ട് ആക്രമണം നടത്തുന്ന ആളുകൾക്ക് അദ്ദേഹം ഡിക്റ്റേറ്റർ, ലോ ആൻഡ് ഓർഡർ കാക്കപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹം റൂളർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഈ ഈ ലയണും ഡിക്റ്റേറ്ററും റൂളറും ഒക്കെ ബാലയ്യ പടങ്ങളാണ്. അപ്പൊ ബാലയ്യ പടങ്ങളുടെ അതെ ഒരു അതെ അതെ. റെഫറൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ തീർച്ചയായിട്ടും. ബൂസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് പിന്നെ അപ്പം അപ്പൊ ഉടനെ രാധിക ഡാഡി വന്നിട്ട് പറയും,
അതായത് മുത്തശ്ശി പറയുന്ന നീ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ പറയും. അപ്പം രാധികാപ്പയുടെ ഡാഡി വന്നിട്ട് പറയും അതിന് തീരുമാനിക്കാനൊന്നുമില്ല. ഈ വീട്ടില് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും മുത്തശ്ശിനെ അമ്മേനെ അനുസരിക്കണം, അല്ലാത്തവർ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയും രാധികാപ്പയോട്. രാധികാപ്പ കേട്ട വാതി കേൾക്കാത്ത വാതി ഓടി ബാലയുടെ അടുത്ത് ചെല്ലും. ബാലയുടെ അടുത്ത് ചെന്നിട്ട് പെട്ടിയും പിന്നെ അവര് കിടക്കാൻ കല്യാണം പോലും കഴിക്കും. എടുക്കത്തില്ല, അതുപോലെ തന്നെ ആ പോകും. അവര് കല്യാണം കഴിക്കും. അവര് കല്യാണം കഴിച്ച് മറ്റേ പാട്ടൊക്കെ ഉണ്ട്, മറ്റേ കല്യാണം ചൂസാറ്. കഴിക്കത്തില്ല, കല്യാണം കഴിക്കാന്ന് അംഗീകരിക്കും, കല്യാണം നടക്ക ആ കല്യാണം നടക്കത്തില്ല. ആ ശരിയാ, കല്യാണത്തിന് പോകുമ്പോഴാണല്ലോ പണി കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ അങ്ങനെ ബാലികയുടെ കൂട്ടത്തിൽ പുള്ളിക്കാരി പോരും. പുള്ളിക്കാരി പോന്നിട്ട് പിന്നെ ഇവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ആ, രാധികാപ്പ ഒരുങ്ങി കെട്ടി കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. കല്യാണത്തിന് പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ തേർഡ് ഡ്രൈവർ ഡ്രൈവർ അത് ഇവൻ ബാലയുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള പുള്ളിയാണ്. പുള്ളി നിങ്ങൾ സ്ഥിരം തെലുങ്ക് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പുള്ളി എപ്പോഴും ഇങ്ങനെ അതെ അതെ, ഇതുപോലെ നായകന്റെ ഉണ്ടാക്കണം തന്നെ. കൂട്ടത്തിലുള്ള എപ്പോഴും ഉള്ള ഒരു പുള്ളിയാണ്. പുള്ളി വന്നിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോ അവന്റെ തലക്കിട്ട് ഉറങ്ങിട്ട് പറഞ്ഞില്ലേ ഡ്രൈവർമാർക്ക് എന്തോ ശാപമുണ്ട് ഇത്. ആ രണ്ട് ഇരുമ്പ് വടി എടുത്ത് തലക്കടിക്കും. അതിന് പുറമെ ജക്കതിമാവും എടുത്ത് കാറോട് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് പിന്നെ രാധികാത്തേനെ കടത്തിക്കൊണ്ട് പോകും. രാധികാത്തേനെ കടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയേക്കും. അവളാണെങ്കിൽ ആ റെയിൽവേ പാളത്തിൽ നിന്ന് എണ്ണിക്കത്തേ ഇല്ല, അവിടെ തന്നെ കുറ്റി അടിച്ച പോലെ അവിടെ ഇരിക്കും, ആര് വന്നാലും ഞാൻ എണ്ണിക്കൂലെന്ന് പറഞ്ഞിട്ട്. അല്ല അതിനൊരു കാരണമുണ്ട്. അത് പിന്നെ നമുക്ക് വഴിയാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇവങ്ങനെ ആ സീൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണും. അപ്പൊ ഇങ്ങനെ റെയിൽവേ പാളത്തിൽ നിൽക്കുകയാണ്. ഡാഡിയുടെ ഗ്യാങ് ഒക്കെ ഓപ്പോസിറ്റ് സൈഡില് വണ്ടിയൊക്കെ ഇങ്ങനെ പാളത്തിന് കുറുകെ ഇങ്ങനെ ഇട്ട് ഒരു 5-6 സുമോ ഒരു 7 സുമോ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിങ്ങനെ കുറുകെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. ബാലയ്യയുടെ ഗ്യാങ്ങും വണ്ടിയും ഇങ്ങനെ വരുന്ന കാണുന്നുണ്ട് ഒരു സൈഡിൽ ഒരു ഷോട്ടില്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡാഡി ഗിരിജയും രാധികയും നിൽക്കുന്ന ട്രാക്കിൽ ട്രെയിൻ വന്നോണ്ടിരിക്കുന്നു. ട്രെയിൻ വന്നോണ്ടിരിക്കുന്ന നമ്മളവർക്ക് ഇപ്പം രാധികേനെ ഇടിക്കുന്നു. പക്ഷെ രാധികേനെ അല്ല ഇടിച്ചത്, പുറകിൽ No, no, കിടക്കുന്ന no. 5-8 സുമോ വന്നിട്ട് ഇടിച്ച് തെറിപ്പിക്കും. അതിങ്ങനെ ആകാശത്തോട്ട് പോയിട്ട് ഇങ്ങനെ താഴെ വരുമ്പോ ലോക്കോ പൈലറ്റ് ആയിട്ട് നമ്മുടെ ബാലയ്യ കഥയൊക്കെ ചവിട്ടി അത് പൊളിച്ച് ഇറങ്ങി ബാക്കിൽ വരും. നിന്നാണ് കേട്ടോ, അതായത് ഈ ഫ്രണ്ടിൽ നിന്ന് വന്ന് ട്രെയിൻ നിന്നു, എന്നിട്ട് ബാക്കിൽ നിന്ന് ഏതൊരു ട്രെയിൻ വന്നാണ് ഇടിക്കുന്നത് അല്ലേ? ഇടിക്കുന്നത് അങ്ങനെയല്ലേ? ഇടിക്കുന്നത്. അങ്ങനെ അത് ഇവര് അപ്പോഴാണ് മറ്റേ ഡാഡിയുടെ പുറകിലാണ് ഗ്യാങ് ഒക്കെ വണ്ടി ഇട്ട് നിർത്തിയിരിക്കുന്നത്. ആ വണ്ടിയൊക്കെയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ലോക്കോ പൈലറ്റ് ആയിട്ട് പുള്ളി ഇറങ്ങി വരുമ്പോഴാണ് രാധികാപ്ത മറ്റേ ഡയലോഗ് പറയുന്നത്, മറ്റേ ആനയ്ക്ക് അഹംഭാവം കൂടുതലാണ്, സിംഹത്തിന് വിശപ്പും കൂടുതലാണെന്നൊക്കെ. അത് വിശപ്പം വേണം. കൂടുതലാണ്. അതെ അതെ അതെ, അത് ഗിരിജ പറയുന്നുണ്ട്. അതിന് അഹങ്കാരം ഇല്ലാതെ എന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാതെ എരിവില്ലാതെ ഭക്ഷണം കഴിക്കില്ല, അഹങ്കാരം ഇല്ലാതെ അഹങ്കാരം ഇല്ലാതെ ജീവിക്കുകയില്ല. ജീവിക്കത്തില്ലെന്ന്. ശരി ശരി. അന്നേരം അതിന് കൗണ്ടർ ആയിട്ടാ പറയുന്നത് ആനയ്ക്ക് അഹംഭാവം കൂടുതലാണ്, സിംഹത്തിന് വിശപ്പും കൂടുതലാണ്. അപ്പൊ എനിവേസ് ബാലയ്യ വന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ബാലയ്യയുടെ ഗ്യാങ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതൊക്കെ പൊളിച്ചോണ്ട് ജീപ്പൊക്കെ ഇങ്ങനെ ചാടിച്ച് വന്ന് ട്രാക്കിൽ വന്ന് ഇടിച്ചു നിർത്തും. എന്നിട്ട് പിന്നെ ബാലയ്യയുടെ വെപ്പൺ സ്റ്റോം ബ്രേക്കർ എറിഞ്ഞു കൊടുക്കും. അതിങ്ങനെ കറങ്ങിപ്പോയിട്ട് ബാലയ്യയുടെ കയ്യിൽ വരും. പിന്നെ ഒരു കിടിലം ഫൈറ്റാണ്. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ആ ഫൈറ്റ് ഒക്കെ സമയത്ത് ഉണ്ട്. ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പുള്ളിക്കാരി അവിടെ, ഞാൻ പറഞ്ഞില്ലേ, റെയിൽവേ പാളത്തിൽ നിന്ന് ബഡ്ജ് ചെയ്യത്തില്ല, അവിടെ ഇരുന്നിട്ട് അങ്ങ് എന്താ ബാവ ബാവ എന്നാണ് തെലുങ്കിൽ വിളിക്കുന്നത്. മറ്റേന്റെ അത് എന്താ അമ്മാവന്ന് എന്ത് വിളിക്കുന്നത്, ചേട്ടാന്നോ? മാവ് ചേട്ടാന്ന്. ആ ചേട്ടാന്ന് ചേട്ടാന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്, ബാവ ബാവ എന്നാണ് വിളിക്കുന്നത്, എന്തുകൊണ്ടാരാണെങ്കിലും. അപ്പം ബാവാന്ന് അവസാനം ഇങ്ങനെ ഫൈറ്റ് വിളിക്കും. കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരിയുടെ വയറ്റിൽ കത്തി കുത്തി കയറ്റി ഒരു സൈഡിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവിടെ അങ്ങ് വീഴും പുള്ളിക്കാരി. അത് കിഡ്നാപ്പ് ചെയ്തിരുന്ന സമയത്ത് തന്നെ കുത്തി ഇറക്കിയായിരുന്നു. അപ്പൊ ബാലയെ ഇത് അറിയുന്നില്ല. കാര്യം ഇവളിങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുവാണല്ലോ. അപ്പൊ ബാലയെ ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും ഓർത്ത് ബാലയെ ഫൈറ്റ് ചെയ്യുന്നതിൽ ബിസിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വരാം മോളെ, പറയുന്നുണ്ട് അവിടെ ഇരുന്ന് ഇപ്പൊ ഇപ്പൊ വരാം, വരാന്ന്. ഇപ്പൊ വരാം മോളെ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയും. പുള്ളി അവിടെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവള് ബാവാന്ന് വിളിച്ചോണ്ട് ഒരു സൈഡിലോട്ടൊക്കെ വീഴും. വീണ് കഴിയുമ്പോഴത്തേക്കാണ് ബാലയ്ക്ക് മനസ്സിലാവുന്ന കുത്ത് കിട്ടിയത്. അപ്പൊ ബാലയെ ഓടി വന്ന് അവളെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കുന്ന ഇങ്ങനെ കൂടെയുള്ള ഗ്യാങ്ങിനോട് പറയും. അപ്പൊ ഇവൾ ഉടനെ പറയും ഹോസ്പിറ്റലിലോട്ട് പോകണ്ട, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ ബാലയെ ഇവളെ എടുത്തിട്ട് ബാലയെ ഇവളെ കൊണ്ട് ഓടാൻ പോകുമ്പോ ഡാഡി അവിടെ വന്നിട്ട് തലക്കിട്ട് 2-3 അടി അടിക്കും. പിന്നെ ബാലയെ ഒറ്റച്ചവിട്ടിന് അവനെ തെറിപ്പിച്ചിട്ട് ബാലയെ ഇവളെ കൊണ്ട് വീട്ടിൽ ചെല്ലും. അല്ല, സ്ട്രോങ് ബ്രേക്കർ ആ എറിഞ്ഞ് പുള്ളിയുടെ നെഞ്ചത്ത് ആ അതെ കയറ്റുന്നുണ്ട്. അതെ അതെ. ആ അപ്പൊ ഇടിച്ചു കഴിഞ്ഞിട്ട് അപ്പം ബാലയെ എന്ത് ചെയ്യും, സ്റ്റോം ബ്രേക്കർ ഇങ്ങനെ താഴേക്ക് എറിയും. അത് ഇങ്ങനെ താഴെ ചെന്നിട്ട് ബൗൺസ് ചെയ്ത് പോയിട്ട് ഡാഡിയുടെ നെഞ്ചത്ത് പോയി കുത്തിയിടും. ഈ റിബിന്റെ ഒക്കെ അപ്പൊ നടുക്കായിട്ട് ഏകദേശം കൃത്യം ഇങ്ങനെ 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 ഇട്ട്. ജസ്റ്റ് ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാകത്തിൽ ഇങ്ങനെ പോയിട്ട് അത് റിക്കോഷയുടെ ഒക്കെ ആളാണ് ബാല. ഇങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വെപ്പൺ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് വെപ്പണും അത് ആർക്ക് നേരെയാണ് എറിഞ്ഞ അവനും അടക്കമാണല്ലോ തിരിച്ച് ബാലയുടെ കൈ വരുന്നത്. അപ്പൊ അത് തീർച്ചയായും. കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കിടന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പിട്ടാണ്. ഇങ്ങനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നു. ട്രിപ്പിട്ട് കിടത്തിയിട്ട് ഡോക്ടർ വന്നിട്ട് പറയും സോറി ഐ കാണ്ട് സേവ് കയറുന്നു, ഐ കുഡിൻ സേവ് കയറുന്നു. അത് പിന്നെ മര്യാദക്ക് ആശുപത്രി ആ കൊണ്ടുപോയി രണ്ട് കുപ്പി ബ്ലഡും കയറ്റി സ്റ്റിച്ച് ചെയ്ത് വിടേണ്ട കാര്യമുള്ളൂ. തുന്നലും അപ്പൊ കെട്ടി എന്നെ വിടേണ്ട എന്നെ വീട്ടിൽ കാര്യമില്ല. കൊണ്ടുപോയി അവിടെ കിടത്തിയാൽ മതി.
വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാലയെ ഡോക്ടറെ വീട്ടിലോട്ട് വരുത്തും. അത് മന്നവന്മാരാണെങ്കിൽ ഡോക്ടർമാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ട്രിപ്പ് ഇട്ടിട്ട് അവിടെ കിടത്തിട്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ. എന്നിട്ട് പിന്നെ രാധികാത്തെ അവിടെ കിടന്ന് വടിയാവും. വടിയായി കഴിഞ്ഞിട്ട് ഈ രാധികാത്തയുടെ ഫാമിലിയിലുള്ളവരെല്ലാം വന്നിട്ട് മുത്തശ്ശി അടക്കം വന്നിട്ട് പിന്നെ മുത്തശ്ശി പിന്നെ മാ മുത്തശ്ശന് നടന്നിട്ട് നിന്നെ ആ അമ്മോ ഒരു അമ്മച്ചി നെടുനീളം ഒരു ഡയലോഗാണ്. രക്ഷയില്ല. അതിന്റെ കൂടെ പിന്നെ പറയണ്ട, സലാറിന്റെ അമ്മയാണല്ലോ രാധികയുടെ അമ്മ. അപ്പൊ ഓ പിന്നെ ഓ സലാറിന്റെ അമ്മയുടെ എക്സ്പ്രഷൻ ഇട്ട് എക്സ്പ്രഷനും കാണണം. പൊളിക്കാണ്. അതെ. സലാറിന്റെ അമ്മ ഇടയ്ക്ക് ബാലയ്ക്ക് ഈ രാധികാത്തേനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരും. അന്നേരത്തേക്ക് ഞാൻ നോക്കിയപ്പം രാധികാത്ത കിടന്ന് കരയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചും മുമ്പ് വടിയായതല്ലേ. പിന്നെ ഞാൻ മനസ്സിലായി സലാറിന്റെ അമ്മയാണ് കരഞ്ഞതെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ കരഞ്ഞത്. ഞാൻ ഓർത്ത് രാധികാത്ത് ജീവനോടെ വന്നത്. എന്നിട്ട് പിന്നെ എല്ലാവരും വന്നിട്ട് ബാലയേനെ കുറ്റപ്പെടുത്തും. ബാലയ കാരണമാണ് അവള് മരിച്ചിരുന്നത്. ബാലയ കാരണമല്ല, അവള് മരിച്ചത് അവള് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് കിടത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവള് തട്ടിപ്പോയി. ഒരു പാവം എന്റെ ബാലയെ എന്ത് വിളിച്ചു. എന്നിട്ട് പിന്നെ പിന്നെ ഇറങ്ങി പോവാ. പോകുമ്പത്തേനും കുറെ നാട്ടുകാരൊക്കെ ഉണ്ട്. നാട്ടുകാരൊക്കെ കൈയൊക്കെ കൂപ്പി പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ പോലത്തെ സീനൊക്കെ ഉണ്ട്. പക്ഷെ ബാലയെ പാവം പോവും, കാരണം ഹാർട്ട് ബ്രോക്കൺ ആണല്ലോ, കഷ്ടം. ഞാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പോകും. അത് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ടു ദ ഫ്യൂച്ചർ ആണ്. നമ്മൾ തീർന്നു, ബാക്കിലെ പാസ്റ്റ് കഴിഞ്ഞു. പ്രസന്റ് ടൈമിൽ ഓ ആക്ച്വലി ഇത് മറ്റേ പുള്ളിയുടെ ഏറ്റവും ഇളയ മോനോട് പറയാണ്. അപ്പം ഡാഡി കൊള്ളി വെച്ചിട്ട് വരുവാണ്. മൂത്തവനെയും രണ്ടാമത്തവനെയും കൊന്നല്ലോ. അപ്പൊ അതിന് കൊള്ളി വെച്ചിട്ട് വരുമ്പോ ഡാഡി ഈ കഥ പറയുന്നതെല്ലാം കേൾക്കും. അപ്പം എന്താ ഡാഡി കയറി വരുന്ന സമയത്ത് ഈ കഥ പറയുന്ന പുള്ളി പറയും, സത്യം പറഞ്ഞാൽ നിന്റെ തന്ത ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 3 പെണ്ണുങ്ങളുടെ ദയ കൊണ്ടാണ്. ഒന്ന് മറ്റേ കുടത്തിന്റെ പോലത്തെ ഉള്ള അമ്മച്ചി, പിന്നെ ഒന്ന് നിന്റെ അമ്മ, പിന്നെ ആരണ്ട പിന്നെ മറ്റേ പെണ്ണും പിള്ളേ, മറ്റേ രാധികയാണോ ആരാ, ഏതാണ്ട് ഒരു പെണ്ണെ, ഏതൊരു ഗേൾഫ്രണ്ട്. രാധിക. അങ്ങനെ 3 പേര് കാരണമാണ് നീ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ. ഡാഡി ചെറുതായിട്ടൊന്ന് ഊശിയാവും. പക്ഷെ ഡാഡി ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അതും ഈ ട്രെയിൻ ഫൈറ്റിന്റെ ഇടയിൽ ഒരു ഷോട്ട് ഉണ്ട്. ഇങ്ങനെ ബാലയെ ഇങ്ങനെ അവരെല്ലാം ഇടിച്ച് നടത്തുന്ന കണ്ടിട്ട് ഡാഡി ഇങ്ങനെ ഫാനായിട്ട് ഇങ്ങനെ ആരാധനയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഓൾറെഡി ഡാഡിക്ക് ഓൾറെഡി നമ്മുടെ ആസിഡിനോട് ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡയലോഗ് ഡാഡി റൊമാൻറ്റിക് ആയിട്ട് നോക്കുമ്പോ പുള്ളി അതിന്റെ അകത്ത് നിന്ന് സ്നാപ്പ് ചെയ്യാൻ വേണ്ടി മറ്റേ ബാലയെ കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. തലക്കിട്ട്. അപ്പം ഈ സീൻ കഴിഞ്ഞ് ഇങ്ങനെ ഊശിയായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് അപ്പം ബാലയാനെ ബൂസ്റ്റ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ അവന്റെ ധൈര്യത്തിനും ഇതിനും ഒക്കെ എതിരായിട്ട് ആർക്കാണ് ഇവിടെ ശബ്ദം നിർത്താൻ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്ലൈമാക്സ് സീക്വൻസ് ആണ് വരുന്നത്. അപ്പൊ ക്ലൈമാക്സ് സീക്വൻസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാഡി മിനിസ്റ്റർ ആവാനുള്ള പരിപാടിയാണല്ലോ. മിനിസ്റ്റർ ആവാൻ നിൽക്കുന്ന ഡാഡിയുടെ ഇതിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് ഡാഡിയുടെ ഗ്യാങ്ങിൽ നിന്നുള്ള കുറെ പേര് ബാലയ്യയുടെ ടീമിലോട്ട് മാറാൻ വേണ്ടി MLA-മാരെല്ലാം വന്ന് നിൽക്കുകയാണ്. അപ്പൊ അവരുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട്. അവിടെ വെച്ചുള്ള കോൺവെർസേഷനിലാണ് ഒരുത്തനുണ്ട്, ഈ പുള്ളി വന്നിട്ട് ഇങ്ങനെ പറയും, ഞാനിങ്ങനെ കുറച്ച് കറപ്ഷനും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അപ്പൊ ഇങ്ങനെ ടീം മാറാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ ഉടനെ തന്നെ അവനും കിട്ടുന്നുണ്ട്, ഒരു ബിച്ച് ക്ലബ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ പുറത്തെ കൊണ്ടുള്ള. അത് ഇതിന്റെ അകത്തൊരു ഹൈലൈറ്റ് ആണ്, കുറെ അമ്മമാർക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാലയ്യ പിന്നെ അവിടെ വന്നിട്ട് ഡാഡി അന്നേരത്തേക്ക് വരും. ഇവര് ഇങ്ങനെ ബാലയ്യ ഇങ്ങനെ ഡയലോഗ് അടിക്കും, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം, അല്ല സോറി ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം, കറപ്ഷൻ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിനകത്തിലെ മന്ത്രിമാരും മിനിസ്റ്റർമാരും മറ്റേ MLA-മാരും എല്ലാം ഒരുമാതിരി ആക്കളും ചാടിക്കളിക്കുന്നവന്മാരാണ്. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ അമ്മച്ചിമാരും കുറെ ആന്റിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയും ഒരു കാര്യം ചെയ്യുന്ന ബാലയ്യ എന്താ പറയുന്നുണ്ട്, പോയേക്കാന്ന്. അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു തന്നെ ബാലയ്യ നടന്നു വരുമ്പോ മറ്റേ കട്ടൗട്ടിന്ന് എടുത്തു വെച്ച പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ ഫാൻ ബോയ്സ് ഉണ്ട് കേട്ടോ. ഫാൻ ബോയ് മൊമെന്റ്സ് ഉണ്ട് അവിടെ. കൂട്ടത്തിൽ ഒരുത്തം പറയുന്നുണ്ട്, നിങ്ങളെ പോലുള്ള ഒരു ജനങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഞാൻ ചെറുപ്പക്കാരൻ. കൂട്ടത്തിൽ ആകെ ഒരു ചെറുപ്പക്കാരനെ ഉള്ളു. അയാളാണ് ഈ ഡയലോഗ് പറയുന്നത്. ബാക്കി ബാക്കി എല്ലാവരും ഭയങ്കര കറക്റ്റാണ്. അപ്പൊ ഈ അമ്മച്ചി കൂട്ടത്തിലുള്ള ഒരു പെണ്ണുപിള്ള പറയും ഇങ്ങനെ, ബാലയെ പറഞ്ഞല്ലേ നമുക്കെന്നോ നന്നായേക്കാന്ന് ഇങ്ങനെ പറയും. അപ്പൊ നന്നാക്കുമ്പോ ജഗ്പതി ബാബു അവിടെ വന്നിട്ട് പെട്രോൾ എല്ലാം ഒഴിക്കും. എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞു, ഞാനെന്താ ഇവിടെ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ചരക്കാനാണ് ഇരിക്കുന്നത്, നിന്നെയൊക്കെ എന്റെ ടീമിലോട്ട് എടുക്കാൻ അറിയാം, നീ അപ്പറക്കണ്ണം ചാടുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കത്തിക്കാൻ പോയിട്ട് ഇങ്ങനെ ലൈറ്റർ എടുത്ത് എറിയുമ്പോ ബാലയെ വന്ന് പിടിക്കും. പിന്നെ ഒരു കിടിലം ഫൈറ്റ് ഉണ്ട്. പിന്നെയാണ് മോർട്ടൽ കോംബാറ്റ് ഫൈറ്റ്. മോർട്ടൽ കോംബാറ്റിൽ ഈ എക്സ്റേ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഇടിക്കുമ്പോ ഇങ്ങനെ എല്ലോ ഡീനൊക്കെ എക്സ്റേ ഒക്കെ ഇങ്ങനെ കാണിക്കും. അതുപോലെ പറയാവുന്ന റിപ്പ് കേജ് ഒക്കെ ഒടിയുന്നത്. പുള്ളി ഇടിക്കുമ്പോഴല്ല അത് ഒടിയുന്നത്, ഇടിച്ചു കഴിഞ്ഞിട്ട് പറക്കുമ്പോഴാണ് ഒടിയുന്നത്. അതിലുണ്ട് കുമ്പിട്ടൽ ഫൈറ്റ് ഒക്കെ ഉണ്ട് അതില്.
പിന്നെ ജഗപതി ബാബുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ജഗപതി ബാബുവിനൊക്കെ എടുത്ത് എറിയുന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ആദ്യം പോയി ബൗൺസ് ചെയ്ത് കണ്ണാടി ചില്ലൊക്കെ പൊളിച്ച് അതിനൊക്കെന്തേലും ഫൈറ്റ് ആണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിനെ മടിയിൽ കിടത്തിയിട്ട് ഇങ്ങനെ നടുവൊടിച്ചാണ് കൊല്ലുന്നത്. ആ ആ അതെ അതെ ചെസ്റ്റിൽ ഞാൻ അടിക്കും. പറഞ്ഞല്ലോ. ആ നരസിംഹത്തിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ആദ്യം തൊട്ടേ, അങ്ങനത്തെ ഒരു ഇമേജറി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ മടിയിലിരുത്തി ഈ നെഞ്ചത്ത് ഇങ്ങനെ ഇടിച്ച്, അപ്പൊ നമുക്ക് ഈ എക്സ്റേ പോലെ കാണിക്കും നെഞ്ചിന്റെ. ആ ആ നെഞ്ചത്ത് നെഞ്ചത്ത് ഇങ്ങനെ ഇടിച്ചാണ് അടിക്കും. കൊല്ലുന്നത്. അതും പല ഇതിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരെയും ബാലയെ ഇങ്ങനെ ഫോഴ്സിൽ അടിയൊന്നുമില്ല, ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിയാണ്. അടിക്കുന്ന അടിയിൽ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അവരിങ്ങനെ ഇങ്ങനെ റിബ്കേജ് ഒടിയുന്നതും പറന്നു പോകുന്നതും കുമ്പിടുന്നതും ഒക്കെ ഇങ്ങനെ കാണും. അപ്പൊ അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പടം അങ്ങനെ എൻഡ് ചെയ്യാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബാലയെ പിന്നെ ജനങ്ങളൊക്കെ അവിടെ കൂടി നിൽപ്പുണ്ട്. അപ്പൊ ജനങ്ങൾ കൂടി നിൽക്കുമ്പം അവരോട് പറയും ആ, എന്താ ഈ അവസാന ശ്വാസം വരെ അവസാന ഞാൻ ശ്വാസം നിങ്ങളോടൊപ്പം വരെ. കാണും. യെസ് യെസ് അപ്പൊ യെസ്. ആ, ഈ ഒരുത്തനെ വിച്ച് സ്ലാപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ല, അവനെ വിച്ച് സ്ലാപ്പ് ചെയ്യുമ്പോ ഒരുത്തൻ കമന്ററി പറയുന്നുണ്ട് വാക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് നോക്കൗട്ട് ആയല്ലോ എന്നൊക്കെയുള്ള ആ പഞ്ച് ശരി. അതായത് ഇവരെല്ലാരും നമ്മൾക്ക് വോക്കൗട്ട് ചെയ്യാം, ഇതൊന്നും ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നെന്തോ പറയുന്നതാണ്. അപ്പം ബാലയെ അടിച്ചിടുമ്പോഴത്തേനും ഓ വോക്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൗട്ട് ആയല്ലോ ചേട്ടാ. നോക്കൗട്ട് ആയല്ലോ. അപ്പൊ ഈ ജനങ്ങളുടെ അടുത്ത് പറയാം അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളോട് കാണും. ദർ ഇസ് നോ കിങ് ഇൻ ഡെമോക്രസി, ഓൺലി പീപ്പിൾ ആർ ദ റൂളേഴ്സ്, യദോ യഥോ ധർമ്മ ധർമ്മ യദോ തഥോ ധർമ്മ ജയ. തദ്ദോ ജയ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പടം അങ്ങനെയാണ് പടം എന്ത് ചെയ്യുന്നത്. അവസാനിക്കുകയാണ്. അത് ഇങ്ങനെ എല്ലാവരും പുള്ളി ഒരു കാണണം കേട്ടോ. ഞങ്ങളെ കണ്ട വികാരമാണ്. പടത്തില് ആ, ഈ ഈ ആസിഡ് ബ്ലഡഡ് ബാലയെ ഭയങ്കര ഡീസന്റ് കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ആ രാധികാപ്തെ ഇങ്ങനെ ഒരുപാട് അതെ ഇങ്ങനെ അതെ. സെഡ്യൂസ് ചെയ്യാനൊക്കെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നില്ല. നോക്കുന്നുണ്ടെങ്കിലും പുള്ളി ഒന്നും ചെയ്യുന്നില്ല. പുള്ളി അല്ല ഭയങ്കര ഡീസന്റ് ആണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പടങ്ങളിലെ അതായത് നായകന്മാരെ വെച്ച് നോക്കുമ്പോൾ രാധികാപ്തേനെ ഏറ്റവും കുറച്ചാണ് ഒബ്ജക്ടിഫൈ ചെയ്തിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി. അതെ, ഈവൻ നയൻതാരയുടെ പടങ്ങളിൽ നയൻതാര പോലും ഇച്ചിരി ഭീകരമാണ് ചില പടങ്ങളിലൊക്കെ. അതെ, പക്ഷെ അതെ, ഇതിനത് രാധികാപ്തയുടെ ഇച്ചിരി ഡീസന്റ് ആയിട്ട് തന്നെയാണ് അവർ നീങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബാലയെ ആണെങ്കിലും, അതായത് രാധികാപ്തയുടെ പേരായിട്ട് വരുന്ന ബാലയെ ആണെങ്കിലും ഇച്ചിരി ഡീസന്റ് ആണ്. പുള്ളി ഉം, നല്ലതായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പുള്ളിയോട് ഒരു ബഹുമാനമൊക്കെ തോന്നും. രാധികാപ്തെ ഉം. ഇച്ചിരി സെഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായാലും ഇതൊന്നും എനിക്ക് വേണ്ട, മോളെ എന്നൊക്കെയാ വിളിക്കുന്നത്. നമുക്ക് കണ്ടാലും അതെ, തോന്നും അതെ. മോളാന്ന്. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, അപ്പൊ നിങ്ങളെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ലെജൻഡ്. എനിക്ക് തോന്നുന്നു ഭയങ്കര അല്ല ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. നിന്റെ ഫേവറേറ്റ് ബാലയ പടം ചോദിച്ചു കഴിഞ്ഞാൽ നീ ഏത് പറയും? എന്റെ ഫേവറേറ്റ് എപ്പോഴും അതെനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാര്യം ഒക്കമഗാഡു പറയണു, അഖണ്ഡ പറയണു, അത് വീരകുമാർ റെഡ്ഡി പറയണു എന്നൊക്കെ എന്നാലും എനിക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഏഹ്, അങ്ങനെ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒക്കമഗാഡു ചൂസ് സോറി, ഞാനൊരു അഖണ്ഡ മറ്റേ ഫാനാണ് കേട്ടോ. പുള്ളിയുടെ അഖണ്ഡ അഖണ്ഡ. ഞാനൊരു ഒരു അതെ, ഡൈ ഹാർഡ് ഫാനാണ്. ഞാനൊരു അഖണ്ഡ കിടിലം. ഞങ്ങൾ രണ്ടുപേരും കൂടെ മിക്കവാറും ഇരുന്നൊരു ഒരു 4 വട്ടം കൂടെ കാണാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ സാധ്യത ഈ ഉണ്ട്. പറഞ്ഞ അതെ, കിടിലം. പടങ്ങളെല്ലാം നമ്മളിത് എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഒക്കമഗാഡു ആണെങ്കിലും അഖണ്ഡ ആണെങ്കിലും വീരസിംഹ റെഡ്ഡി ആണെങ്കിലും, പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് ഭഗവന്ത് കേസരി. ഭഗവന്ത് ഭഗവാൻ കേസരി ഞങ്ങൾ കേസരി കണ്ടായിരുന്നു. അതും പക്ഷെ പറയണം. ഭഗവന്ത് കേസരി പുള്ളി ഇച്ചിരി പുള്ളിയുടെ ആ ഒരു വിക്രിയകളും ക്രിയാക്രമങ്ങളും ഒക്കെ ഇച്ചിരി ടോൺ ഒന്നും ഡൗൺ ഇല്ല. ചെയ്തിട്ടുണ്ട്. കുറവാ അതെ. കുറവാ. അതെ, അതെ, അതെ. അതുകൊണ്ടൊരു അതുകൊണ്ട് രസമില്ലായിരുന്നു ഞങ്ങൾക്ക് അത്ര കാണാനൊക്കെ. അങ്ങോട്ട് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. രസമില്ലായിരുന്നു. കാര്യം ബാലയെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ളത്. അപ്പൊ ലെജൻഡിന് അതെല്ലാം ഉണ്ട്. ലെജൻഡ് നമ്മൾ ചെയ്യണം. പിന്നെ ജയ്സിംഹ എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ട്, അതും നമുക്ക് ചെയ്യണം. മഹാരഥി കിടപ്പുണ്ട്, അതും മറ്റേ ചെയ്യണം. അതെ 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 അതെ. പിന്നെ വേറെ മറ്റേ ജയ്സിംഹയാണല്ലേ ഡോക്ടറായിട്ട് വന്നിട്ട് ഡോക്ടർ അതെ, 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 അതെ. ആന്റി ആന്റി അരിത്തമെറ്റിക്സ് ഒക്കെ അരിത്തമെറ്റിക് പറയുന്നത് പറയുന്നത്. കിടിലം. ചെയ്യുന്നതായിരിക്കും. എല്ലാവരിലേക്കും ബാലയ്യയുടെ പടങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അത് മുടക്കമില്ലാതെ. അത് യെസ്. പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡോടെ എൻഡ് ചെയ്യണം. എല്ലാവരും ലെജൻഡ് ചെക്കൗട്ട് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ലെജൻഡ് ആയിട്ടുള്ള ബാലയെ കുറിച്ച് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് നമ്മളോട് എൻഡ് ചെയ്യാണ്. അപ്പൊ ദിസ് ഇസ് മിസ്റ്റർ ദിഗംബരൻ സൈനിങ് ഓഫ് വിത്ത് Along with UDC Kumari. Bye. ബൈ.